നാമಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. ഈ മധ്യാഹ്ന സമയത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ಈ ಮಧ್ಯಾಹ್ನ ಸಂದರ್ಭದಲ್ಲಿ ನಿಮ್ಮ ಜೊತೆಯಲ್ಲಿ ಆಗಿರುವಂತೆ ದೇವರ ಸಹಾಯ ಮಾಡಿದ್ದಕ್ಕೆ ನಾನು ಹೆಚ್ಚು ಸಂತೋಷವುಳ್ಳವನಾಗಿದ್ದೀವಿ. ഉപവാസ പ്രാർത്ഥനയുടെ 71ാമത്തെ ദിവസവും ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ട് ശരീരത്തിലൊട്ടും ക്ഷീണമില്ലാതെ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ ആത്മദാഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ಈ ಉಪವಾಸ ಕೂಟದ 71ನೇ ದಿನದಲ್ಲಿ ಕೂಡ ನೀವು ಹೆಚ್ಚು ಆತ್ಮದಲ್ಲಿ ದಾಹವುಳ್ಳವರಾಗಿ ಆತ್ಮ ಸಾನ್ನಿಧ್ಯಾನದಲ್ಲಿ ಇರೋದನ್ನ ನೋಡಿ ನಾನು ಹೆಚ್ಚಾಗಿ ಖುಷಿ ಪಡುವನಾಗಿದ್ದೀವಿ. ಆಮೆನ್. ബാംഗ്ലൂരിൽ ഇങ്ങനെയുള്ള വഴികൾ ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ബാംഗ്ലൂർ പട്ടണದಲ್ಲಿ ಇಂಥ ಮಾರ್ಗಗಳು ಕೂಡ ಇದೆಯಾ ಎಂಬುದಾಗಿ ನನಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. മാസത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും ജിഗ്ണിക്ക് ഞാൻ പോകാറുണ്ട്. ജിഗ്ണിയിൽ ഞങ്ങൾക്കൊരു നല്ല ഹിന്ദി ചർച്ച ഉണ്ട്. ತಿಂಗಳಲ್ಲಿ ಒಮ್ಮೆ ಅಥವಾ 2 ಸಾರಿ ಜಿಗ್ಣಿಗೆ ಹೋಗೋದುಂಟು. ಅಲ್ಲೊಂದು ಒಳ್ಳೆಯ ಒಂದು ಸಭೆ ಇದೆ. പക്ഷേ അത് ഞാൻ പോകുന്നത് നൈസ് റോഡിൽ കൂടിയാണ്. ಅಲ್ಲಿ ಹೋಗೋದು ಸಾಧಾರಣವಾಗಿ ನೈಸ್ ರೋಡ್ ಮೂಲಕವಾಗಿ. ഇന്നലെ പാസ്റ്റർ എനിക്ക് ലൊക്കേഷൻ അയച്ചതിനകത്ത് നൈസ് റോഡ് ഉള്ള വഴി ഞാൻ കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഏതൊക്കെയാണ് ഓടിച്ചു നോക്കാൻ വന്നു. ನೆನ್ನೆ ಲೊಕೇಶನ್ ಕಳಿಸಿರುವಾಗ ಅದರಲ್ಲಿ ನೈಸ್ ರೋಡ್ ತೋರಿಸ್ತಾ ಇರಲಿಲ್ಲ. ಬೇರೆ ರೋಡ್ ತೋರಿದು ಯಾವುದಕ್ಕೂ ನೋಡೋಣ ಎಂಬುದಾಗಿ ಆ ರೋಡ್ ಮೂಲಕವಾಗಿ ಬರಲು ಸಾಧ್ಯವಾಗಿದೆ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഗൂഗിൾ കാണിക്കുന്ന വഴിയെ ഞാൻ പോകാൻ പോവുക. ನಾನು ದೈವ ಸನ್ನಿಧಾನದಲ್ಲಿ ಹೇಳಿದೆ, ಗೂಗಲ್ ಯಾವ ಮಾರ್ಗ ತೋರ್ತದೋ ಆ ಮಾರ್ಗವಾಗಿ ನಾನು ಹೋಗ್ತಾ ಇದ್ದೀವಿ ಎಂದು. ഞാൻ ദൈവത്തോട് ഒന്ന് പറഞ്ഞു. ದೈವ ಸನ್ನಿಧಾನದಲ್ಲಿ ಒಂದು ಕಾರ್ಯ ನಾನು ಹೇಳಿದೆ, ദൂതന്മാർ എന്നെ കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ട് എത്തിക്കണമെന്ന് പറഞ്ഞു. ದೈವ ದೂತರುಗಳು ಸರಿಯಾದ ಮಾರ್ಗದಲ್ಲಿ ನನ್ನನ್ನು ಕರೆದುಕೊಂಡು ಹೋಗಿ ಆ ಜಾಗದಲ್ಲಿ ತಲುಪಿಸಬೇಕು ಎಂಬುದಾಗಿ. ഏതാണ്ട് 2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് അവിടെ വന്നത്. ಸುಮಾರು 2.5 ಗಂಟೆ ಕಾಲ ಗಾಡಿ ಓಡಿಸಿ ಇಲ್ಲಿ ಬಂದು ಸೇರಲು ಸಾಧ್ಯವಾಗಿದೆ. ഇതിലെല്ലാമോ ഗൂഗിള് പറഞ്ഞു, അതെല്ലാം ഞാൻ ഡ്രൈവ് ചെയ്തു. ಗೂಗಲ್ ಎಲ್ಲೆಲ್ಲೋ ತೋರಿದೆ, ಆ ಮಾರ್ಗವಾಗಿ ಎಲ್ಲ ನಾನು ಬಂದೆ. പക്ഷേ ദൈവം ഇവിടെ വരെ കൊണ്ട് എത്തിച്ചു. ದೇವರ ಕರುಣೆಯಿಂದ ಕರೆಕ್ಟ್ ಆಗಿ ಇಲ್ಲಿ ಬಂದು ಸೇರಲು ಸಾಧ್ಯವಾಗಿದೆ. ಆ ದೈವത്തിന് ಸ್ತೋത്രം പറയാം. ಆಮೇನ್. ಆ ದೇವರಿಗೆ ನಾವು ಎಷ್ಟೊಂದು ಮಹಿಮೆ ಮತ್ತೆ ಸಲ್ಲಿಸಬೇಕಾಗಿದೆ. ഒറ്റ കാരണമുണ്ടോ? അതിനൊരു കാരണമുണ്ട്. ಅದಕ್ಕೆ ಒಂದು ಕಾರಣವಿದ್ರೆ നിങ്ങളുടെ പ്രാർത്ഥന, ನಿಮ್ಮ ವಿಶೇಷವಾದ ಪ್ರಾರ್ಥನೆಯು അത് നിങ്ങളുടെ ಆತ್ಮದಾಹമാണ്. ಆಮೆನ್. അത് നിങ്ങളുടെ ആത്മദാഹമാണ്. ಕಾರಣ ಆತ್ಮದಲ್ಲಿ ಇರುವಂತ ನಿಮ್ಮ ದಾಹವಾಗಿದೆ. ಅದಕ್ಕೆ ಕಾರಣ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദേവദാസനും പറഞ്ഞ ഒരുപാട് ബിസിയാണെന്ന പദം ഞാൻ സാധാരണ ഉപയോഗിക്കാറില്ല. ದೈವ ಸೇವಕರು ಹೇಳಿದ್ರೆಲ್ಲ ತುಂಬಾ ಬಿಸಿ ಎಂಬುದಾಗಿ ನಾನು ಆ ಒಂದು ಪದ ಹೆಚ್ಚಾಗಿ ಸಾಧಾರಣವಾಗಿ ಉಪಯೋಗಗೊಳಿಸೋದಿಲ್ಲ. ഞാൻ എന്റെ ಸಭೆയെ പഠിപ്പിക്കുമ്പോൾ പറയും, ನನ್ನ ಸಭೆಯಲ್ಲಿ ಕಲಿಸುವಾಗ ನಾನು ಹೇಳುತ್ತೀವಿ, ബിസി എന്നത് ഇംഗ്ലീഷിന്റെ 4 ശബ്ദങ്ങളാണ്. ಬಿಸಿ ಎಂಬುದಾಗಿರೋದು ಇಂಗ್ಲಿಷ್ ಅಲ್ಲಿ 4 ವಿಧವಾದ ಶಬ್ದಗಳು. പറയും ബീങ് അണ്ടർ സേറ്റൻസ് കാരണം ബിസി എന്ന് പറയുന്നു അവൻ പിശാചിന്റെ നുഖത്തിന് കീഴിലാന്ന് പറയും. ಬಿಸಿ ಬಿಸಿ ಎಂದು ಹೇಳುವರು ಅವರು ಸೈತಾನನ ನುಗ್ಗದ ಕೆಳಗೆ ಎಂಬುದಾಗಿ ನಾನು ಹೇಳುತ್ತೀವಿ. ശുശ്രൂഷയിൽ തിരക്കുകളുണ്ടോ? ಸೇವೆಗಳಲ್ಲಿ ಈ ರೀತಿಯಾದ ಒಂದು ಅನುಭವ ಇದೆಯಾ? തിരക്കുകളുണ്ട്. ശുശ്രൂഷയിൽ തിരക്കുകൾ, ಸೇವೆಗಳಲ್ಲಿ ಇಂಥ ಬಿಸಿಯು ಕೆಲವು ಸಂದರ್ಭಗಳಲ್ಲಿ ಇರುತ್ತದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. പ്രത്യേകിച്ചും ഞാനൊരു ഡിസ്ട്രിക്ട് പാസ്റ്റർ കൂടിയാണ്. മാത്രമല്ല ಒಂದು ഡിസ്ട്രിക്ಟ್ മൊത്തವಾದ ಸೇವಕರು ಕೂಡ ಆಗಿದ್ದಾರೆ. എന്റെ കീഴിൽ 40 ಬೇರೆ ഡിസ്ട്രിക്റ്റിന്റെ സഭകളുണ്ട്. ಇವರ ಕೈ ಕೆಳಗೆ 40 ಬೇರೆ ഡിസ്ട്രിക്റ്റുಗಳಲ್ಲಿ ಸಭೆಗಳಿದೆ. എനിക്ക് തന്നെ ഏതാണ്ട് 10ഓളം എന്റെ സഭകളുണ്ട്. ಅದು ಮಾತ್ರವಲ್ಲ, ಇವರದೇ ಸಪರೇಟ್ ಆಗಿ 10 ಸಭೆಗಳಿದೆ. പ്രത്യേകിച്ചും ബാംഗ്ലൂർ പട്ടണത്തിൽ കർണാടകയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് റെക്കഗ്നൈസ് ചെയ്ത് 25 വർഷം മുന്നമേ ആരംഭിച്ച ഒരു ഹിന്ദി ചർച്ച് ഉണ്ട്. 22 ವರ್ಷಕಾಲ ಮುಂಚಿತವಾಗಿ ಅಸೆಂಬ್ಲೀಸ್ ಆಫ್ ಗಾಡ್ ಸಭೆಯಲ್ಲಿ ಆರಂಭಗೊಳಿಸಿರುವಂತ ಒಂದು ಹಿಂದಿ ಆರಾಧನೆ ಇವರಿಗಿದೆ. 25 വർഷമായി. ಅದು ಸುಮಾರು 25 ವರ್ಷ ಹಿಂದೆ ಶುರು ಆಗಿರೋದು. പല ശാഖകൾ പല ഇടങ്ങളിലുണ്ട്. ಅದರ ವಿವಿಧ ಶಾಖೆಗಳು ವಿವಿಧ ಜಾಗಗಳಲ್ಲಿ ಇದೆ. ഞങ്ങൾക്ക് പല ഭാഷകളിലാണ് ആരാധനകൾ നടക്കുന്നത്. ವಿವಿಧ ಭಾಷೆಗಳಲ್ಲಿ ಅಲ್ಲಿ ಆರಾಧನೆಗಳು ನಡೆಯಲ್ಪಡುತ್ತಿದೆ. അതിന്റെ ഒക്കെ തിരക്കുണ്ടെങ്കിലും ಇದರದ ತುಂಬಾ ಮೊತ್ತವಾದ ಬಿಸಿ ಇದ್ರೂ ಕೂಡ ഒരു ആത്മാർത്ഥമായി ശുശ്രൂഷ ആഗ്രഹിച്ച ഒരു ദൈവദാസനോട് നോ പറയുവാൻ കഴിഞ്ഞില്ല. ಯಥಾರ್ಥವಾಗಿ ದೈವ ಸೇವೆ ಇಚ್ಛಿಸಲ್ಪಡುವಂತ ಒಂದು ದೈವ ಸೇವಕರ ಬಳಿಯಲ್ಲಿ ನಾನು ಬರಲ್ಲ ಎಂಬುದಾಗಿ ಹೇಳುವ ಅನುಭವ ನನಗಿಲ್ಲ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആരാണ് വിളിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ಆದ್ರೆ ಯಾರು ಕರೆಯುತ್ತಿರೋದು ಎಂಬುದಾಗಿ ನನಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ഞാൻ ചോദിച്ചു, ആരാണ് എന്റെ നമ്പർ തന്നത്? ಆಗ ನಾನು ಕೇಳಿದೆ, ಯಾರು ನನ್ನ ನಂಬರ್ ನಿಮಗೆ ಕೊಟ್ಟಿದ್ರು? സാമാണെന്ന് പറഞ്ഞു. ಆಗ ಅವ್ರು ಹೇಳಿದ್ರು ಸಾಮ್ ಎಂಬುದಾಗಿ. അദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമുണ്ട്. ನನ್ನನ್ನ ಅವರಿಗೆ ಚೆನ್ನಾಗಿ ಪರಿಚಯ ಇದೆ. അദ്ദേഹത്തെ വിളിക്കാൻ പറയാൻ പറഞ്ഞു.
ಹಾಗಿದ್ರೆ ಅವರು ನನಗೆ ಸ್ವಲ್ಪ ಕರೆ ಮಾಡಿ ಅಂತ ಹೇಳಿದೆ. കാരണം വേറൊന്നുമല്ല, ಬೇರೆ ಏನು ವಿಷಯ ಅಲ್ಲ, ആരെവിടെ വിളിച്ച് എങ്ങോട്ട് കൊണ്ടുപോകുന്നറിയാൻ. ಕಾರಣ ಯಾರು ಎಲ್ಲಿ ಕರೆದು ಎಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗುತ್ತೆ ಅಂತ ಹೇಳಕ್ಕಾಗಲ್ವಲ್ಲ. സംഭാഷണം പറഞ്ഞു, ನಾನು ಹೇಳಲು ಸಾಧ್ಯವಾಗಿದೆ. ವೈಸ್ ಆಂಗುಟ್ಟಿ ಪಾಸ್ಟರ್ ഉണ്ടായിരുന്നതാണ്. ನಮ್ಮ ವೈಸ್ ಆಂಗುಟ್ಟಿ ಪಾಸ್ಟರ್ ಸಭೆಯಲ್ಲಿ ಅವರು ಕೂಡ ಇದ್ದರು. ഞാൻ പറഞ്ഞു ഒരു നഷ്ടവുമില്ല, ഞാൻ വന്നിരിക്കുന്ന വിഷയം. ಸರಿ, ಆಗಿದ್ರೆ ಪರವಾಗಿಲ್ಲ, ಖಂಡಿತ ನಾನು ಬರ್ತೀನಿ ಎಂಬುದಾಗಿ ಹೇಳಿದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങൾക്ക് തരുവാൻ ഒരു ദൂതുമായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത്. ನನ್ನ ಕರ್ತನು ನಿಮಗೆ ಕೊಡಬೇಕಾಗಿರುವಂತ ಆಲೋಚನೆ ಒಟ್ಟಿಗೆ ಕಳಿಸಿದ್ದಾರೆ. പ്രഭാതത്തിൽ ഏതാണ്ട് 3 മണിക്ക് എഴുന്നേൽക്കുന്നത് ಇವತ್ತು ಬೆಳಗ್ಗೆ 10 ಮುಂಚೆನೆ 3 ಗಂಟೆ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ಎದ್ದೇಳುವಾಗ ശബ്ദം കേട്ടുകൊണ്ടാണ്. ನಾನೊಂದು ಶಬ್ದವನ್ನ ಕೇಳುತ್ತಾ ಎದ್ದೇಳಿದೆ. ഇപ്രകാരമാണ്, ಆ ಒಂದು ಶಬ್ದ ಈ ರೀತಿಯಾಗಿ, ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. ಒಂದು ದೊಡ್ಡ ಮಳೆಯ ಮೊಳಕವು ಬರ್ತಿದೆ. ഇന്ന് പകൽക്കാലം ദൈവസഭയോട് ദൈവത്തിന് ഒരു ദൂത് പറയുവാനുണ്ട്. ಆಮೇಲೆ ಈ ಸಂದರ್ಭದಲ್ಲಿ ದೈವ ಸಭೆ ಬಳಿಯಲ್ಲಿ ದೇವರ ಒಂದು ಆಲೋಚನೆ ಇದೆ. സഭയുടെ വരൾച്ചകൾ മാറുവാൻ പോകുകയാണ്. ಆಮೇಲೆ ಸಭೆಯು ಬತ್ತಿ ಹೋಗಿರುವಂತಹ ಸ್ಥಿತಿ ಬದಲಾಯಿಸಲ್ಪಡಲು ಹೋಗ್ತಾ ಇದೆ. ಹಲ್ಲೆಲೂಯಾ. Yes, ಶಬಾಲಂಧನ. Praise the Lord. Hallelujah. Jesus, hallelujah. Amen. Oh, hallelujah, hallelujah, hallelujah. യേശുവേ കരുണ. Hallelujah. Hallelujah. Amen. Hallelujah. Praise the Lord. സഭയുടെ ഉണങ്ങിയ അവസ്ഥകൾ മാറുമെന്ന്. ആമേൻ. സഭയ ഒണുകോകിരുവದ ಸ್ಥಿತಿಯು ಬದಲಾಯಿಸಲ್ಪಡುತ್ತದೆ. ഒരു വളർച്ചയുണ്ടെന്ന്. ആമേൻ. സഭയ്ക്ക് ಒಂದು ದೊಡ್ಡ ಬೆಳವಣಿಗೆ ಬರಲು ಹೋಗ್ತಾ ಇದೆ. ഈ ഒരു ദൈവത്തിന്റെ ദൂത് നിങ്ങളോട് കൈമാറുവാനാണ് ഈ ಒಂದು ದೈವಾಲೋಚನೆ ನಿಮ್ಮ ಬಳಿಯಲ್ಲಿ ಹಂಚಿಕೊಳ್ಳೋದಕ್ಕಾಗಿ ദൈവം ഇത്രയും ദൂരം എന്നെ അയച്ചത്. ದೇವರು ಇಷ್ಟು ದೂರ ನನ್ನನ್ನು ಕಳಿಸಿಕೊಟ್ಟಿರೋದು. ആദ്യമേ പറഞ്ഞതുപോലെ ನಾನು ಫಸ್ಟ್ ಹೇಳಿರುವ ರೀತಿಯಲ್ಲಿ ദൂത് ദൈവം എനിക്ക് ഏൽപ്പിച്ചതോ, ಆಮೇಲೆ ಆ ಆಲೋಚನೆ ದೇವರು ನನಗೆ ಕೊಟ್ಟಿರೋದು നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ನಿಮ್ಮ ಪ್ರಾರ್ಥನೆ ಮೂಲಕವಾಗಿ. Praise the Lord. Hallelujah. നിങ്ങൾ ദൈവ ശബ്ദം കേൾക്കുവാൻ, ನೀವು ದೈವ ಶಬ್ದವು ಕೇಳುವಂತೆ ദൈവമേ സഭയോടൊന്ന് ഇടപെടുമോറാകണമേ. ಓ ದೇವರೇ, ಸಭೆಯೊಟ್ಟಿಗೆ ಮಾತನಾಡಿ, കുടുംബങ്ങളോടൊന്ന് ഇടപെടുമോറാകണമേ. ನಮ್ಮ ಕುಟುಂಬಗಳ ಜೊತೆಲಿ ಮಾತನಾಡಿ, ദൈവദാസനെ അയക്കുമോറാകണമേ. ಅಪ್ಪ ದೈವ ಸೇವಕರನ್ನ ಕಳುಹಿಸಿ, ദൈവദാസനെ നിങ്ങൾ സംസാരിക്കുമോറാകണമേ. ಆ ದೈವ ಸೇವಕರ ಮೂಲಕವಾಗಿ ನಮ್ಮ ಜೊತೆಲಿ ಮಾತನಾಡಿ. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ಈ ರೀತಿಯಾದ ನಿಮ್ಮ ಪ್ರಾರ್ಥನೆಯು ದೇವರು ಕೇಳಿದಿರು. വീണ്ടും പറയട്ടെ, ಆಮೇಲೆ ಮತ್ತೊಂದು ಆವರ್ತಿ ಹೇಳ್ತೀವಿ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ನಿಮ್ಮ ಪ್ರಾರ್ಥನೆಯು ದೇವರು ಕೇಳಿದ್ದಾರೆ. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവം, ನಿಮ್ಮ ಪ್ರಾರ್ಥನೆ ಕೇಳಿರುವ ದೇವರು രാത്രിയിൽ എന്നെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ಆಮೇಲೆ 10 ಮುಂಚಾನೆ ದೈವ ಸೇವಕರನ್ನ ತಟ್ಟಿ പോയി ಎಬ್ಬಿಸಿ ദൈവസഭയോട് പറയുക, ಹೋಗಿ ದೈವ ಸಭೆ ಬಳಿಯಲ್ಲಿ ಹೇಳು, ഞാനൊരു വലിയ ഉണർവയക്കുവാൻ പോകുകയാണ്. ನಾನು ಭಯಂಕರವಾದ ಒಂದು ಉಜ್ಜೀವನ ಕಳಿಸಲು ಹೋಗ್ತಾ ಇದೀವಿ. ഞാൻ സഭയുടെ സ്ഥിതിയെ മാറ്റുവാൻ ಓ പോകുകയാണ്. ಸಭೆಯ ಸ್ಥಿತಿಯು ನಾನು ಬದಲಾಯಿಸಲು ಹೋಗ್ತಾ ಇದೀವಿ. ഞാൻ സഭയുടെ വരൾച്ചയെ മാറ്റുവാൻ പോകുകയാണ്. ಆಮೇಲೆ ಸಭೆಯ ಬಚ್ಚಿ ಹೋಗಿರುವ ಸ್ಥಿತಿ ಬದಲಾಯಿಸಲು ഞാൻ ಹೋಗ್ತಾ സഭയുടെ ಇದೀವಿ. ഉണങ്ങിയ അവസ്ഥകളെ മാറ്റുവാൻ പോകുകയാണ്. ಸಭೆಯ ಒಣಗೋಗಿರುವ ಸ್ಥಿತಿ ಬದಲಾಯಿಸಲು ಹೋಗ್ತಾ ಇದೀವಿ. ഞാൻ സഭയ്ക്കകത്തൊരു പുതിയ ജീവൻ പകരുവാൻ പോകുകയാണ്. ಸಭೆಯ ಒಳಗೆ ಒಂದು ನೂತನವಾದ ಜೀವ ಕೊಡಲು ಹೋಗ್ತಾ ഒരു ಇದೀವಿ. പുതിയ ഉണർവ് ദൈവം സഭയ്ക്കകത്ത് അയക്കുകയാണ്. ಭಯಂಕರವಾದ ಒಂದು ಉಜ್ಜೀವನ ದೇವರ ಕಳಿಸಲು ഒരു ಹೋಗ್ತಿದೆ. ദൈവ പ്രവൃത്തി വെളിപ്പെട്ട് വരുവാൻ പോകുകയാണ്. ಮಹತ್ಕರವಾದ ದೈವಿಕವಾದ ಕ್ರಿಯೆಗಳಲ್ಲಿ ಪ್ರಕಟವಾಗಲು ಹೋಗ್ತಾ ആ ಇದೆ. മകളെ മുന്നോട്ട് ദൈവാത്മ വിളിക്കുന്നു. ಆಮೇಲೆ ಆ ಮಗಳ ದೇವರ ಆತ್ಮವು ಮುಂದೆ ಕರೆಯುತ್ತಿದೆ. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നോട് ഒരു ദൂത് പറയുവാനുണ്ട്. ಈ ಆಗಿರುವಂತ ದೇವರ ಆತ್ಮ ನಿನ್ನ ಬಳಿಯಲ್ಲಿ ಆಲೋಚನೆ ಕೊಡೋದಕ್ಕಾಗಿದೆ. നിനക്കെതിരെ അനേകർ എഴുന്നേറ്റ മണ്ഡലങ്ങളുണ്ട്. ನಿನಗೆ ವಿರೋಧವಾಗಿ ಅನೇಕರು ಎದ್ದಿರುವಂತಹ ಮಂಡಲಗಳಿದೆ. നിന്റെ വിളിക്കെതിരെ എഴുന്നേറ്റ മണ്ഡലങ്ങളുണ്ട്. ನಿನ್ನ ಕರೆಯಕ್ಕೆ ವಿರೋಧವಾಗಿ ಎದ್ದಿರುವಂತಹ നിന്റെ ಮಂಡಲಗಳು, ലീഡർഷിപ്പിനെതിരെ ഉയർന്ന ചോദ്യങ്ങളുണ്ട്. ನಿನ್ನ ಲೀಡರ್ಶಿಪ್ಗೆ ವಿರೋಧವಾದ ಬಂದಿರುವಂತಹ ഓ, ಪ್ರಶ್ನೆಗಳಿವೆ. ഇവളോട് മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ.
വിളിച്ചിട്ടുള്ളൂ. ಓ ಈಕೆಯಲ್ಲಿ ಮಾತ್ರವಾ ದೇವರು ಮಾತನಾಡೋದು, ഇവളെ മാത്രമേ ദൈവം വിളിച്ചിട്ടുള്ളൂ. ಈಕೆನೆ ಮಾತ್ರವಾ ದೇವರು ಕರೆದಿರೋದು. അങ്ങനെ ഉയർന്ന മണ്ഡലങ്ങളിൽ ಆ ರೀತಿಯಾಗಿ ಎತ್ತಿ ಬಂದಿರುವ ആ ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ ಅಂತ ಪ್ರಶ್ನೆಗಳ ಮಧ್ಯದಲ್ಲಿ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് സംഖ്യാപുസ്തകം 11-ാം അധ്യായം കൂടെ ഇടപെടുകയാ. ಈ ಆಗಲವತ್ತು ಆಮೇಲೆ ಅರಣ್ಯಕಾಂಡ ಪುಸ್ತಕ 11ನೇ ಅಧ್ಯಾಯದಿಂದ ನಿಮ್ಮ ಬಳಿಯಲ್ಲಿ ಮಾತನಾಡುತ್ತದೆ. ഹല്ലേലൂയ. വിളിച്ചവന്റെ വടി തളിർക്കും. ಆಮೆ ಕರೆದಿರುವನ ಆ ಒಂದು ದೆಡ್ಡು ಆಮೆ ಮೊಳಕೆ ಆಗುತ್ತದೆ. വിളിച്ചവന്റെ വടി തളിർക്കുന്ന ಆಮೆ ಕರೆದಿರುವನ ಆತನ ಕೋಲು ಸಿಗಿರಿ ಬರುವಾಗ ശ്രദ്ധിച്ചു കേൾക്കണമേ. ಗಮನ ಕೊಟ್ಟು ഇത് ಕೇಳಿರಿ. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലാണ്. ಆಮೇನ್ ಅರಣ್ಯಕಾಂಡ ಪುಸ್ತಕ ഈ സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിലോ 17-ാം അധ്യായം ಅರಣ್ಯಕಾಂಡ ಪುಸ್ತಕ 17ನೇ ಅಧ್ಯಾಯ അതിന്റെ 5-ാമത്തെ വാക്യം. ಅದರ 5ನೇ ವಾಕ್ಯ ഒന്ന് വായിക്കാമോ? അതിന്റെ 5-ാമത്തെ വാക്യം മകളോടുള്ള ദൂതാണ്, വചന ശുശ്രൂഷയല്ല. ಈ ಮಗಳ ಬಳಿಯಲ್ಲಿ ಇರುವಂತ ಆಲೋಚನೆ ಆಗಿದ್ದು. ನಾನು ಯಾರನ್ನ ಮೆಚ್ಚಿದೇನೋ, ನಾನು ಯಾರನ್ನ ಮೆಚ್ಚಿದೆಯೋ ഹല്ലേലൂയ, ಆತನ ಕೋಲು ಸಿಗಿರುತ್ತದೆ. ഹല്ലേലൂയ, Praise the Lord. ഹല്ലേലൂയ. Hallelujah. പക്ഷെ ഒരു കാര്യം കേൾക്കണം. ನೋಡಿ, ಒಂದು ವಿಷಯವನ್ನ ಕೇಳಿರಿ. ഇത് വെട്ടിയ വടിയാണ്. ನೋಡಿ, ಇದು ಕಡಿದು ತಂದಿರುವಂತಹ ಕೋಲು, മണ്ണുമായിട്ട് ബന്ധമില്ലാത്ത വടിയാണ്. ಮಣ್ಣೊಟ್ಟಿಗೆ ಯಾವ ಸಂಬಂಧ ಇಲ್ಲದೆ ಇರುವಂತಹ എന്ന് ಕೋಲು. പറഞ്ഞാൽ ദൈവാത്മാവ് പറയുന്നു, ಅಂದ್ರೆ ದೇವರ ಆಲೋಚನೆ ಈ ರೀತಿಯಾಗಿ നിനക്ക് ಹೇಳ್ತಿದೆ. പാരമ്പര്യം പറയുവാനൊന്നുമില്ല, ನಿನಗೆ ಪಾರಂಪರ್ಯವಾಗಿ ಹೇಳೋದಕ್ಕಾಗಿ ಏನೂ ಇಲ್ಲ, നിനക്ക് പുകഴുവാനൊന്നുമില്ല. ಹೊಗಳಿಕೊಳ್ಳೋದಕ್ಕಾಗಿ ನಿನಗೆ ಏನೂ ಇಲ್ಲ. ദൈവം ജാതികളുടെ ഇടയിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചവളാണ് നീ. ಆಮೆ ಜಾತಿಗಳ ಮಧ್ಯದಿಂದ ನಿನ್ನ ಕರೆದು ಬೇರ್ಪಡಿಸಿರುವಂತ ವ್ಯಕ್ತಿ ನೀನು. നിനക്ക് പറയുവാൻ ഒരു ക്രിസ്തീയ പാരമ്പര്യം പോലുമില്ല. ನಿನಗೆ ಹೇಳಿಕೊಳ್ಳೋದಕ್ಕಾಗಿ ಹೊಗಳಿಕೊಳ್ಳೋದಕ್ಕಾಗಿ ಕ್ರೈಸ್ತ ಪಾರಂಪರ್ಯ ಏನೂ ಇಲ್ಲ. ദൈവം നിന്നെ വിഗ്രഹ ആരാധന നടുവിൽ നിന്നാണ് വിളിച്ചെടുത്തത്. ಆಮೆ ವಿಗ್ರಹ ಆರಾಧನೆ ಮಧ್ಯದಿಂದ ದೇವರ ನಿಮ್ಮನ್ನ ಕರೆದು ಬೇರ್ಪಡಿಸಿದರು. ഇന്ന് പകൽ ദൈവാത്മാവ് പറയുകയാണ്, ಈಗಾಗಲೇ ದೇವರ ಆತ್ಮನು ಈ ರೀತಿಯಾಗಿ എവിടെയെല്ലാമോ നീ വെട്ടിയതും കൂടിയാണ്. വെട്ടിയതാ ಆಮೆ ನೀನು ಕಡಿಯಲ್ಪಟ್ಟಿರುವಂತ ಒಂದು ವ್ಯಕ್ತಿ കുടുംബത്തിൽ നിന്നായിരിക്കാം, ಒಂದು ವೇಳೆ ಕುಟುಂಬದಿಂದ ಆಗಿರಬಹುದು, സമൂഹത്തിൽ നിന്നായിരിക്കാം, ಇಲ್ಲ ಸಮೂಹದ ಮಧ್ಯದಿಂದ ಆಗಿರಬಹುದು, വേണ്ടപ്പെട്ടവരിൽ നിന്നായിരിക്കാം. ಸಂಬಂಧಿಕರ ಮಧ್ಯದಿಂದ ഒരു ಆಗಿರಬಹುದು. വെട്ടിയ വടിയാണ് നീ. ನೀನು ಕಡಿಯಲ್ಪಟ್ಟಿರುವಂತ ಒಂದು ಕೋಲಿಗೆ നിനക്ക് ಸಮ. അനേക ചോദ്യങ്ങൾ ഉയർന്നു. ನಿನ್ನ ಮುಂದೆ ಅನೇಕ ಪ್ರಶ್ನೆಗಳು പക്ഷെ ಬಂದಿದೆ. ഇന്ന് പരിശുദ്ധാത്മ പറയുകയാ, ಆದ್ರೆ ಪವಿತ್ರಾತ್ಮ ಈ ರೀತಿಯಾಗಿ ഈ ಹೇಳುತ್ತಿದೆ. വെട്ടിയ വടി തളിർക്കുവാൻ പോകുകയാണ്. ಈ ಕಡಿಯಲ್ಪಟ್ಟಿರುವಂತ ಕೋಲು ಚಿಗುರಿಲು ಹೋಗ್ತಾ ಇದೆ. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ಅದರ ಪ್ರತ್ಯೇಕತೆ ಏನು ഈ ಗೊತ್ತಿದೆಯಾ? വടി ഇരുന്നത് ദൈവ സാന്നിധ്യത്തിലാണ്. ಈ ಕೋಲು ನೆಲೆಗೊಂಡಿರುವುದು ದೈವ ಸಾನ್ನಿಧ್ಯಾನದಲ್ಲಿ. ഹല്ലേലൂയ. Praise the Lord. സാക്ഷ്യപ്പെട്ടകത്തിനരികെ, ಆಮೆ ಸಾಕ್ಷ್ಯದ ಪೆಟ್ಟಿಗೆ ಪಕ್ಕದಲ್ಲಿ ദൈവാലയത്തിനകത്ത് ಆಲಯದ ಒಳಗೆ ഇരുന്ന വടി തളിർത്തതുപോലെ, ನೋಡಿ ಇದ್ದಿರುವಂತಹ ಆ ಕೋಲು ಸಿಗಿರಿ ಬಂದಿರುವ അത് ರೀತಿಯಲ್ಲಿ, പൂത്തതുപോലെ, ಅದು ಹೂವ ಬಿಟ್ಟಿರುವ അത് ರೀತಿಯಲ್ಲಿ, ബദാം ഫലം ಅದು കായ്ച്ചതുപോലെ, ಕಾಯಿ ಬಿಟ್ಟಿರುವ ರೀತಿಯಲ್ಲಿ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുകയാണ്, ಈ ಆಗಲೋತ ದೇವರ ಆತ್ಮ ഈ ಹೇಳುತ್ತಿದೆ. ഉപവാസ പ്രാർത്ഥനയിൽ ಈ ಒಂದು ಉಪವಾಸ ಕೂಟದಲ್ಲಿ ദൈവം ചിലത് നിനക്ക് കൈമാറുകയാ. ದೇವರು ನಿನಗೆ ಕೆಲವು ಹಸ್ತಾಂತರ ഒരു ಮಾಡುತ್ತಿದೆ. കൃപാവരം കൈമാറുകയാ. ಆಮೆ ಕೇವಲ ನಿನ್ನ ಕೆಲವು ಕಾರ್ಯಗಳು ಹಂಚುತ್ತಿದೆ. പ്രവചനാത്മാവിന്റെ ദൂത് കൈമാറുകയാ. ಪ್ರವಚನಾಲೋಚನೆಯ ಆ ಒಂದು യേശുവിന്റെ നാമത്തില് ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഞാൻ ആത്മാവിൽ ഒരു കാഴ്ച കാണുകയാണ്. ಆತ್ಮದಲ್ಲಿ ನಾನೊಂದು ದರ್ಶನ ನೋಡ್ತಿದೀವಿ. നിന്റെ മേൽ ഒരു പുതപ്പ് വീഴുവോ? ನಿನ್ನ ಮೇಲೆ ಒಂದು ಹೊದಿಕೆ നിന്റെ ಬಿದ್ದಿದೆ. മേൽ ഒരു പുതപ്പ് വീഴുകയാ. ನಿನ್ನ ಮೇಲೆ ಒಂದು ಹೊದಿಕೆ ഓ, ಬೀಳುತ್ತಿದೆ. ഒരു ശുശ്രൂഷയുടെ പുതപ്പ്. ಓ, ಸೇವೆಯ ಒಂದು ಹೊದಿಕೆಯು. അതോടൊപ്പം ഞാൻ കാണുന്നു ಆದ್ರೆ ಚೇತೆಯಲ್ಲಿ ನೋಡ್ತಿದೀವಿ. ഭയങ്കര കളറുകളുള്ള പുതപ്പാണത്. ಆಮೆ ವಿವಿಧ ಕಲರ್ಗಳಿಂದಿರುವಂತ ಹೊದಿಕೆ. പരിശുദ്ധാത്മ പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮ ಹೇಳುತ್ತಿದೆ. കൃപാവരത്തിന്റെ ജ്വലനമുണ്ടാകുവാൻ പോകുന്നു. ಆಮೆ ಕೃಪಾ ವರಗಳು ಪ್ರಜ್ವಲಿಸಲು ಹೋಗ್ತಾ ಇದೆ. നിനക്ക് പല ഭാഷാവരങ്ങൾ, ಆಮೆ ವಿವಿಧ ಭಾಷೆಯ ವರಗಳು, ഭാഷയുടെ വ്യാഖ്യാനങ്ങൾ, ಭಾಷೆಗಳ ವ್ಯಾಖ್ಯಾನಗಳು, വെളിപ്പാടിന്റെ ആത്മാവ്, ಆಮೆ ಪ್ರಕಟಣೆಯ ಆತ್ಮ, പ്രവചന ദൂതുകൾ ಪ್ರವಚನ ദൈവം ಆಲೋಚನೆಗಳು ഇന്ന് പകൽക്കാലം നിനക്ക് കൈമാറുകയാ. ಇದೆಲ್ಲವೂ ದೇವರ ನಿನ್ನ ಮೇಲೆ ಈಗಾಗಲೇ ಹಂಚುತ್ತದೆ. അതോടൊപ്പം ദൈവാത്മ പറയുന്നു, ಅದರ ಜೊತೆಲಿ ದೇವರ ಆತ್ಮ നീ ಹೇಳುತ್ತಿದೆ, അനേകർക്കൊരു മാതാവാണെന്ന്. ನೀನು ಅನೇಕರಿಗೆ ಒಂದು ತಾಯಿ ಸಹ ಆಗ್ಲು ಹೋಗ್ತಾ നിന്റെ ಇದೀಯಾ. പ്രായമല്ലത് വിഷയ, ನಿನ್ನ ಪ್ರಾಯ ಅದಕ್ಕೊಂದು ವಿಷಯ ಅಲ್ಲ. പക്ഷേ നിന്റെ
മനസ്സിന്റെ പക്വതയുണ്ടല്ലോ, ಆಮೆನ್. ನಿನ್ನ ಹೃದಯದ ಪಕ್ವತೆ ಇದೆಯಲ್ಲ, നിന്റെ മനസ്സിന്റെ വേദനയുണ്ടല്ലോ, ನಿನ್ನ ಹೃದಯದ ವೇದನೆಗಳಿದೆಯಲ್ಲ, നീ പലരെയും കരുതലുണ്ടല്ലോ, ನೀನು ಅನೇಕರನ್ನ അത് ಸೇರಿಸಿಕೊಳ್ಳುವ കാണുന്ന ಸ್ಥಿತಿಯು, ദൈവം പറയുകയാണ്, ಅದು ನೋಡುವ ದೇವರು നീ അനേകർക്കൊരു മാതാവാണ്. ನೀನು ಅನೇಕರಿಗೆ ಒಂದು ತಾಯಿ ಸಹ. ഇന്ന് പകൽക്കാലം ಈಗಾಗಲೇ ಮತ್ತು പരിശുദ്ധ ആത്മാവ് ಪರಿಶುದ್ಧಾತ್ಮವು ആത്മാവിന്റെ വരം കൈമാറുന്നു. ಆತ್ಮನ ವರವು ഒരു വലിയ ശുശ്രൂഷയുടെ കൈമാറ്റം, ಒಂದು ದೊಡ್ಡ ಸೇವೆ ಹಂಚಿಕೆಯು. തീ കത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ തീ കത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ಬೆಂಕಿ Receive it, receive it. Hallelujah. Oh, yes, yes, yes. Praise Yes. Jesus. ഒരു തീ ഇറങ്ങി വരികയാണ്. തീ ഇറങ്ങി വരികയാണ്. ആത്മാവിന്റെ തീ, ആത്മന ಬೆಂಕಿಯು, ആത്മാവിന്റെ തീ ആത്മന ಬೆಂಕಿಯು ചിലതിനെ കരിച്ചു മാറ്റുന്ന, ആമೆ ಕೆಲವದನ್ನು ചില ಉರಿಸಿ ശക്തികളെ ಬೇರ್ಪಡಿಸುವ, പൊട്ടിച്ചെറിയുന്ന ಆಮೆ ಕೆಲವ ആത്മാവിന്റെ തീ ഇറങ്ങുകയാണ്. ಆತ್ಮನ ಬೆಂಕಿಯು. പ്രാപിക്കുക, Hallelujah. പ്രാപിക്കുക. ಆಮೆನ್. ಅದು ಹೊಂದಿಕೊಳ್ಳು. യേശുവിന്റെ നാമത്തിൽ ಆಮೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಅದು ಹೊಂದಿಕೊಳ್ಳಿ. യെസ്, പ്രാപിക്കുക, ಹೊಂದಿಕೊಳ್ಳಿರಿ, പ്രാപിക്കുക. ಹೊಂದಿಕೊಳ್ಳಿರಿ. ഇന്ന് പകൽ ആത്മശക്തിയുടെ വ്യാപാരം ഉണ്ടാകുന്നു. ಆಮೆನ್. ಆತ್ಮಶಕ್ತಿಯ ಭಯಂಕರವಾದ ಹಂಚುಲಿಕೆ ಈಗಾಗಲೇ ಉಂಟಾಗುತ್ತದೆ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സഭയുടെ ഉത്തരവാദിത്വത്തിൽ നീ ഉണ്ടോ? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതുപോലെ ഒരു വെട്ടിയ വടിയായിരുന്നു. ಆಮೇಲೆ ಈ ರೀತಿಯಾಗಿ ಕಡಿಯಲ್ಪಟ್ಟಿರುವಂತ ಒಂದು ಕೋಲಾಗಿತ್ತು. ನೀನು നിനക്ക് പുകഴുവാൻ ഒന്നുമില്ല, ಹೊಗಳಿಕೊಳ್ಳಕ್ಕೆ ನಿನಗೇನು ಇಲ್ಲ, നിനക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, ಆಮೇಲೆ ಹೆಚ್ಚು ಆಮೇಲೆ ಎಮ್ಮೆ ಅಂತ ಹೇಳೋದಕ್ಕಾಗಿ ಏನು ಇಲ್ಲ, വിദ്യാഭ്യാസം പറയുവാനില്ല, ಹೆಚ್ಚು ವಿದ್ಯೆ ಹೇಳೋದಕ್ಕಾಗಿ ಇಲ್ಲ, പാരമ്പര്യമല്ല, ಆಮೇಲೆ ಪಾರಂಪರ್ಯ ಹೇಳಿಕೊಳ್ಳೋದಕ್ಕಾಗಿ ಇಲ್ಲ. നിന്നെ പലരും വെട്ടിയതാ. ಅನೇಕರು ನಿನ್ನ ಕಡಿಯಲು ನೋಡಿದ್ರು. ക്രിസ്തുവിനെ അംഗീകരിച്ചതോടുകൂടെ പലരും നിന്നെ ഉപേക്ഷിച്ചതാ. ಆಮೇಲೆ ಯೇಸು ಸ್ವಾಮಿನ ಅಂಗೀಕಾರ ಮಾಡಿದ ಮೂಲಕವಾಗಿ ಕೂಡ ಕೆಲವರು ನಿನ್ನ ಕೈ ಬಿಟ್ಟಿದ್ರು. ಹೌದಾನಾ? ആമേൻ. പക്ഷേ ഇന്ന് ആത്മാവ് നിന്നോട് പറയുകയാ, ಆದ್ರೆ ಈಗಾಗಲೂ ಆತ್ಮ ನಿಮ್ಮ ಬಳಿಯಲ್ಲಿ ಹೇಳುತ್ತಿದೆ, നിന്റെ മേൽ സ്വർഗം ഒരു മുദ്ര വെച്ചു, ನಿನ್ನ ಮೇಲೆ ಪರಲೋಕ ಒಂದು ಮುದ್ರೆ ಹೊಡೆದಿದ್ದಾರೆ, കൈമാറി കഴിഞ്ഞിരിക്കുക. ಆಮೇಲೆ ಕೆಲವ ಕೃಪೆಗಳಿಗಾಗಲೇ ಹಂಚಿದಾಯಿತು. നീ ഇനി വളരാൻ പോകുക, ಇನಿ ಮೇಲೆ ನೀನು ಬೆಳವಣಿಗೆ ಆಗ್ಲಿ ಹೋಗ್ತಾ ಇದೀಯಾ, ശാഖകളായി വർദ്ധിക്കാൻ പോകുക. ಆಮೇಲೆ ಅದು ശാഖകളായി ನೋಡಿ ವಿವಿಧ ಶಾಖೆಗಳಾಗಿ ಅದು ಅಭಿವೃದ್ಧಿ ಆಗಲು ಹೋಗ್ತಾ ಇದೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ചില വില്ലേജുകളെ കൈയടക്കുന്ന ദൈവത്തിന്റെ ഒരു അഭിഷേകം വരുന്നു. ಕೆಲವ ಆಮಿ ವಿಲ್ಲೇಜುಗಳನ್ನ ಹಿಡಿದುಕೊಳ್ಳುವ ದೈವಿಕದ ಅಭಿಷೇಕ. ಪವರ್ ಜೀಸಸ್. ഹല്ലേലൂയ, 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 ആമേൻ. ചില പാരമ്പര്യത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് ആമി ಕೆಲವ പാരമ്പര്യ ശക്തിയ കെട്ടുകളും ആമി കടിയുത്ത അനേകരെ വിടുതലിലേക്ക് നടത്തുവാൻ, അനേകരെ വിടുതലിൽ നടത്തുവന്ത ശിംശോന്റെ മേൽ ഇറങ്ങി വന്ന ദൈവാത്മാവിന്റെ ശക്തി, സിംസോന മേലെ ഇഴുതി ಬಂದಿರುವಂತ ദൈവികದ ಭಯಂಕರವಾದ ಶಕ್ತಿ നിന്റെ മേൽ തീയായി ഇറങ്ങുകയാ. ഈ ആഗ്രഹത്തെ ഭയങ്കര ಬೆಂಕಿಯಾಗಿ നിന്റെ മേൽ ഇറങ്ങുತ್ತದೆ. യേശുവിന്റെ നാമത്തിൽ അത് കത്തട്ടെ, അത് ഉരിയൽപ്പെടട്ടെ. യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷ, ആ ഭയങ്കരമായ രോഗശാന്തി വരം, രോഗശാന്തി വരവും, പ്രവചന വരം, പ്രവചനാലോചനയും, ബന്ധനങ്ങളെ അഴിക്കുന്ന, ബന്ധനങ്ങളെ അഴിക്കുന്ന, ಕೆಲವ ಕೆಟ್ಟುಗಳ ಕಡಿಯುವಂತ മന്ത്രവാദത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുന്ന, ಮಂತ್ರವಾದ ಕೆಟ್ಟುಗಳ ಸಹ ಮುರಿಯುವಂತ, അഭിചാര ശക്തികളെ അഴിക്കുന്ന, ಎಲ್ಲ ಮಾಠಮಂತ್ರ ಕೆಟ್ಟುಗಳು ಮುರಿಯಲ್ಪಡುವ അഭിഷേകം, ಆ ಭಯಂಕರವಾದ ಅಭಿಷೇಕ ನಿನ್ನ ಮೇಲೆ ಸುರಿಯಲ್ಪಡ್ತಾ ಇದೆ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. Praise mighty Jesus. Hallelujah. Oh, ಕರುಣ. Hallelujah. Yes. Praise the Lord. Yes. Hallelujah. Yes. The name of Jesus. Hallelujah. Hallelujah. Amen. Yes. Hallelujah. Praise Yes. the Lord Jesus. Yes. Oh, Karuna. Hallelujah. 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 Hallelujah.
ഹാ. വിടുതല്, 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 വിടുതല്. ഹാ. ഹല്ലേലൂയ. വിടുതല്, ഹാ, വിടുതല്. ദൈവസഭ പ്രാർത്ഥിച്ചു. ನೋಡಿ എല്ലാരും ശൈത്യവധ പ്രാർത്ഥന ആത്മാവിനെ ഒരു കാഴ്ച കാണിക്കുകയാ. ആമീൻ. ആത്മ ಒಂದು ಆಮಿ ವಿಶೇಷವಾದ ശ്രദ്ധിച്ച്, ആത്മാവിനെ ഒരു കാഴ്ച കാണിക്കുന്നു. ಆಮೀನ್. ಆತ್ಮ ನಿಮಗಾಗಿ ಒಂದು ದರ್ಶನ ഒരു ಕೊಡುತ್ತಿದೆ. പശു ಒಂದು ಹಸು, ആ പശുവിനെ ഒരു കമ്പിൽ കെട്ടിയിരിക്കുകയാ. ಆ ಹಸುವಿನ ಒಂದು ಆಮೀನ್ ಒಂದು ಕಡ್ಡಿಯಲ್ಲಿ ಕಟ್ಟಿ ನಿಲ್ಲಿಸಿದೆ. ആ കയറിന് എത്ര നീളമുണ്ടോ ಆ ಹಗ್ಗಕ್ಕೆ ಎಷ್ಟು ಉದ್ದವಿದೆಯೋ അതേ ആ നീളത്തിനനുസരിച്ച് ഞാൻ ചുറ്റാൻ കഴിയുന്നുള്ളൂ ಅಷ್ಟು ಮಾತ್ರ ಅದು ರೌಂಡ್ ಹೊಡೆಯಲು എന്ന് ಸಾಧ್ಯವಾಗುತ್ತದೆ. പറഞ്ഞാൽ ലിമിറ്റേഷൻ. ಅಂದ್ರೆ ಕೆಲವು ಮಿತಿಗಳು. പക്ഷേ ദൈവാത്മാവ് നിനക്ക് ദൂത് തരുന്നു. ದೇವರ ಆತ್ಮ ನಿನಗೆ ಒಂದು ಆಲೋಚನೆ ಹಸ್ತಾಂತರ ಮಾಡ್ತದೆ. പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം, ഡ്യൂട്രോണമി ചാപ്റ്റർ 2 വേഴ്സസ് 1-2. ಧರ್ಮೋಪದೇಶ ಕಾಂಡ 2-ാം അധ്യായം 2ನೇ ಅಧ್ಯಾಯ 1-2 വാക്യങ്ങൾ. ಅದರ 1 ಮತ್ತು 2 ವಾಕ್ಯಗಳು പെട്ടെന്ന് വായിച്ചാട്ട് ಬೇಗವಾಗಿ ಓದ್ರಿ. ഇത് ദൈവദാസോടൊപ്പം ഈ സഭയോടുള്ള ദൈവത്തിന്റെ ദൂത. ಧರ್ಮೋಪದೇಶ ಕಾಂಡ 2ನೇ ಅಧ್ಯಾಯ 1 ಮತ್ತು 2 ವಾಕ್ಯ. ആ ആ ಬಟ್ಟಾದೆ ಸೇಮೆಯೇ. ಆಮೀನ್. ಆ ಬೆಟ್ಟದ ಅದಕ್ಕೆ ರೌಂಡ್ ಆಗ್ತಾ ಇದೆ. ಸಾಕು. ಸಾಕು. ಆಮೀನ್. ಈ ಬೆಟ್ಟವನ್ನು ಸುತ್ತಿದ್ದು ಸಾಕು. ಎಲ್ಲರೂ ಹೇಳ್ರಿ ಸಾಕು. ಸಾಕು. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം അതിർവരമ്പുകളെ വിശാലമാക്കുകയാണ്. ആമീൻ. ನೋಡಿ ದೇವರ ಮಿತಿಯನ್ನು ಆಮೀನ್ ಬೇರ್ಪಡಿಸಿ ಹೊರಗೆ ಕಳಿಸ್ತಾ ಇದೆ. ഒരു ചുറ്റളവിൽ മാത്രം ചുറ്റുവാനല്ല, ಆ ಕೇವಲ ಒಂದು ಮಿತಿ ಒಳಗೆ ಮಾತ್ರ ರೌಂಡ್ ಹಾಕಕ್ಕಲ್ಲ. ഇതൊരു സെന്റർ പോയിന്റ് ആയിട്ട് നിന്നുകൊണ്ട് ಇಲ್ಲಿ ಒಂದು ಸೆಂಟರ್ ಪಾಯಿಂಟ್ ಆಗಿ ನೆಲೆಗೊಂಡು അനേക കിലോമീറ്ററുകളിലേക്ക്, ಅನೇಕ ಆಮಿ ಕಿಲೋಮೀಟರ್, അനേക ഹള്ളികളിലേക്ക്, ಅನೇಕ ವಿಲೇಜುಗಳಲ್ಲಿ ഇതിന്റെ ശുശ്രൂഷ വർദ്ധിപ്പിക്കുന്ന ನಿನ್ನ ಸೇವೆನ ಅಭಿವೃದ್ಧಿಗೊಳಿಸುವ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ದೈವಿಕ ಆಲೋಚನೆ ഇന്ന് ಶಕ್ತಿಯು പകൽക്കാലം നിന്റെ മേൽ ಈಗಾಗಲೂ ನಿನ್ನ ಮೇಲೆ ദൈവാത്മാവ് പകരുകയാണ്. ದೇವರ ಆತ್ಮವು ಹಂಚುತ್ತಿದೆ. പകരുകയാണ്. ಆಮೆನ್. ಹಂಚುತ್ತಾ ಇದೆ. Receive it. ಓ ಹಂಚುತ್ತಾ ಇದೆ. ಹಲ್ಲೆಲೂಯಾ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್ ಜೀಸಸ್. ಹಲ್ಲೆಲೂಯಾ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಹಲ್ಲೆಲೂಯಾ. ಹಲ್ಲೆಲೂಯಾ. Receive it. ಆಮೆನ್. ಸ್ವೀಕಾರ ಮಾಡಿ. ಹಲ್ಲೆಲೂಯಾ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. Yes. Yes. ശന്താരമന. ಓ ಕರುಣ. ರೀಗಾ ಜದಲ್ ಕಮನ ವೈಡ ಪ್ರಬಲಂ ತೂನಿ. മനംധനം രഗജദലം. Hallelujah. Hallelujah. You may be seated. ഉടമന രഗദികൾ കമന. ഓ കൃപ. Hallelujah. Praise the Lord. Hallelujah. Amen. Hallelujah. Amen. ഈ 2.5 മണിക്കൂർ വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോൾ ಈ 2.5 ಗಂಟೆಕಾಲ ಗಾಡಿ ഞാൻ ಓಡಿಸುತ್ತಿರುವಾಗ ദൈവത്തോട് ചോദിച്ചു, ನಾನು ದೈವ ಸನ್ನಿಧಾನದಲ್ಲಿ എവിടെയാ കർത്താവ് എന്നെ കൊണ്ടുപോകുന്നത്? ದೇವರೇ ಎಲ್ಲಾಗಿದೆ ಅಂತ ನನ್ನ ಕರೆದುಕೊಂಡು ಹೋಗ್ತಾ ಇರೋದು. Praise the Lord. ಆಮೆನ್. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. Praise the Lord. ಆಮೆನ್. ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയല്ലേ, ಆ ಕೆಲವು ಸಂದರ್ಭಗಳಲ್ಲಿ ನಾವು ಆ ರೀತಿಯಾಗಿ ಕೇಳೋದುಂಟು. ഒരു മടുപ്പ്. ಆಮೆನ್. ಸ್ವಲ್ಪ ಬೇಸರಿಕೆ ಆಗುತ್ತೆ. സാധാരണ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ಸಾಧಾರಣವಾಗಿ ಗಾಡಿ ಓಡಿಸುವಾಗ ഞാൻ ആരുടെയെങ്കിലും മെസ്സേജ് കേട്ടുകൊണ്ടായിരിക്കും വാഹനം ഓടിക്കാറ്. ನಾನು ಯಾರಾದ್ರೂ ದೊಡ್ಡ ದೈವ ಸೇವಕರುಗಳ ಪ್ರಸಂಗಗಳು ಕೇಳುತ್ತಾ ಗಾಡಿ ಓಡಿಸ್ತೀವಿ. പക്ഷെ ഇത്തവണ ഞാൻ ചെയ്തതോ, ಆದ್ರೆ ಈ ಸಾರಿ ನಾನು ಬರ್ತಾ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോണ്ട് വരാൻ തുടങ്ങി. ಮನೆಯಿಂದ ಹೊರಟು ಇಲ್ಲಿ ತಂಗ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಮಾತನಾಡ್ತಾ ಬರಲು ಸಾಧ್ಯವಾಗಿದೆ. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഞാൻ ഒറ്റ കാര്യമേ ദൈവത്തോട് പറഞ്ഞുള്ളൂ, ನಾನು ಒಂದೇ ಒಂದು ಕಾರ್ಯ ಮಾತ್ರ ದೈವ ಸನ್ನಿಧಾನದಲ್ಲಿ എനിക്ക് വഴി അറിയത്തില്ല. ನನಗೆ ಮಾರ್ಗ ಗೊತ್ತಿಲ್ಲ. ഗൂഗിൾ ചിലപ്പോൾ തെറ്റിക്കുവാനും സാധ്യതയുണ്ട്. ಗೂಗಲ್ ತಾಯಿ ಒಂದು ವೇಳೆ ಆಮೇಲೆ ತಪ್ಪಿಸಿ ನಡೆಸಬಹುದು. പക്ഷെ വളരെ ആത്മാർത്ഥതയോടെ ആഗ്രഹത്തോടു കൂടി വിളിച്ചോ ദൈവദാസന്റെ അടുക്കലേക്ക് ഞാൻ പോകുന്നതോ. ಆದ್ರೆ ಹೆಚ್ಚು ಆಸೆ ಎಂದು ಕರೆಯಲ್ಪಟ್ಟಿರುವಂತ ದೈವ ಸೇವಕರ ಬಳಿಯಲ್ಲಿ ನಾನು ಹೋಗ್ತಾ ಇರೋದು. ഹല്ലേലൂയ. അതുകൊണ്ട് വഴി തെറ്റാതെ ಅದರಿಂದ ಮಾರ್ಗ ತಪ್ಪುದೆ. ഗൂഗിളിനകത്ത് ദൂതൻ സംസാരിച്ചുകൊണ്ടിരിക്കണം. ಆಮೇಲೆ ಗೂಗಲ್ ಅಜ್ಜದಲ್ಲಿ ಕೂಡ ದೈವ ದೂತರು ಮಾತನಾಡ್ತಿರ್ಬೇಕು. Praise the Lord. Hallelujah. Praise the Lord. ಆಮೆನ್. അങ്ങനെ ഈ ആലയത്തിന് മുൻപിൽ ദൈവം എന്നെ കൊണ്ട് നിർത്തി. ಆ ರೀತಿಯಾಗಿ ಕರೆಕ್ಟ್ ಆಗಿ ಆಲಯದ ಮುಂದೆ ಬಂದು ನಿಲ್ಲಲು എനിക്ക് ഒരു കാര്യം മനസ്സിലായി,
ಆಮೆ ಒಂದು ವಿಷಯ ನನಗೆ ഇന്ന് രാവിലെ ಅರ್ಥವಾಯಿತು. കേട്ട ദൈവശബ്ദം ಈ ಬೆಳಗಿನ ಸಮಯದಲ್ಲಿ ಕೇಳಿರುವಂತ മഴയുടെ ದೈವ മുഴക്കം എന്ന് പറഞ്ഞാൽ ಒಂದು ಭಯಂಕರವಾದ ಮಳೆಯ ಮೊಳಕವು ഒരു വലിയ ഉണർവ് സംഭവിക്കുവാൻ പോകുകയാണ്. ಭಯಂಕರವಾದ ಉಜ್ಜೀವನ ഒരു ನಡೆಯುತ್ತಾ വലിയ ಇದೆ. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. ಭಯಂಕರವಾದ ದೈವಿಕದ ಕ್ರಿಯೆಗಳಲ್ಲಿ ಪ್ರಕಟವಾಗಲು ಹೋಗ್ತಾ ಇದೆ. നിങ്ങൾ വായിച്ച ശബ്ദം, നിങ്ങൾ വായിച്ചത് ನೀವು ಓದಿ ಕೇಳಿರುವ ಆ ಶಬ್ದ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ಆಮೆ ಒಂದು ಅರಸರ ಪುಸ್ತಕ അതിന്റെ 18ാമത്തെ അധ്യായം. അതെ, അതിന്റെ 18ാമത്തെ അധ്യായം ಇವತ್ತಿನ ಆಲೋಚನೆಗಾಗಿ ಒಂದು ಅರಸರ ಪುಸ್ತಕ 18ನೇ ಅಧ್ಯಾಯ 41ാമത്തെ വാക്യം. ಅದರ 41ನೇ ವಾಕ್ಯ. ഹല്ലേലൂയ. ಒಂದು ಅರಸರು ಅದರ ಅನಂತರ ದೊಡ್ಡ ಮಳೆ. ಎಲ್ಲರೂ ಹೇಳಿ ದೊಡ್ಡ ಮಳೆ. ಆಮೆ ಎಲ್ಲರೂ ಹೇಳಿರಿ ದೊಡ್ಡ ಮಳೆಯು. ಆಮೆ ಎಲ್ಲರೂ ಹೇಳ್ರಿ. ಎಲ್ಲರೂ ಹೇಳಿ ದೊಡ್ಡ ಮಳೆಯ ಮೊಳಕವು ಕೇಳಲು ಹೋಗ್ತಾ ಇದೆ. ಸ್ವಲ್ಪ ಗಟ್ಟಿಯಾಗಿ, ಸ್ವಲ್ಪ ಗಟ್ಟಿಯಾಗಿ, ಇರಿ ಗಟ್ಟಿಯಾಗಿ, ಸ್ವಲ್ಪ ಗಟ್ಟಿಯಾಗಿ ಹೇಳ್ರಿ. ಆಮೆನ್. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಹಲ್ಲೆಲೂಯಾ, ಹಲ್ಲೆಲೂಯಾ, ಆಮೆನ್. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മുഴക്കം കാതുകളിൽ കേൾക്കണമെന്നുണ്ട് എങ്കിൽ ആ ಮೊಳಗುವಂತ ಶಬ್ದ ಕಿವಿಗಳಲ್ಲಿ ಕೇಳಲ್ಪಡಬೇಕು. എല്ലാവരും കേൾക്കത്തില്ല. ಅದು ಎಲ್ಲರೂ ಇಂದು ಕೇಳಲು ಸಾಧ್ಯವಲ್ಲ. ആഗാബ് കേട്ടില്ല. ನೋಡಿ, ಅರಸರಾಗಿರುವ ಆಹಾಬನು ಆ ಶಬ್ದ ಕೇಳಿಲ್ಲ. ആഗാബിനോട് കൂടെ നിന്ന മറ്റുള്ളവർ കേട്ടില്ല. ಆಹಾಬನ ಜೊತೆಯಲ್ಲಿ ಇದ್ದಂತ ಸೈನಿಕರು ಸಹ ಅದು ಕೇಳಿಲ್ಲ. എന്തിന് ഏലിയാവിന്റെ ശിഷ്യൻ പോലും കേട്ടില്ല. ಮಾತ್ರವಲ್ಲ, ದೈವ ಸೇವಕರಾಗಿರುವಂತ ಏಲಿನ ಶಿಷ್ಯನು ಸಹ പക്ഷെ ഏലിയാവ് കേട്ടുവെങ്കിൽ, ಆದ್ರೆ ಏಲಿನ ಆ ಶಬ್ದ ಕೇಳಿದ್ರು. ഏലിയാവിന് പ്രത്യേകതയുണ്ട്. ಏಲಿಯನಿಗೆ ಒಂದು ವಿಶೇಷತೆ ಇದೆ. ഏലിയാവ് മുഴങ്കാലിട്ട് പ്രാർത്ഥിക്കുന്നവനാ. ಏಲಿನ ಮಣಗಾಲಲ್ಲಿ നിന്ന് പ്രാർത്ഥിಸುವ ವ್ಯಕ್ತಿಯು. ഒരുപക്ഷെ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ಈ ಆಲೋಚನೆ ಒಂದು ವೇಳೆ ಎಲ್ಲರಿಗೂ ಅದು പക്ഷെ ಅರ್ಥವಾಗಲಿಲ್ಲ. കഴിഞ്ഞ 71 ദിവസങ്ങൾ കൊണ്ട് ನೋಡಿ, ಕಳೆದ 71 ದಿವಸಗಳಿಂದ ദൈവത്തിന്റെ സന്നിധിയിൽ ದೈವ ಪಾದ ಸಮೂಹದಲ್ಲಿ ആത്മാവിനകത്ത് ദാഹത്തോടുകൂടി ಆತ್ಮನ ದಾಹದೊಟ್ಟಿಗೆ, ദൈവമേ എന്റെ ദേശത്തൊരു മഴ പെയ്യിക്കണമേ. ಓ ದೇವರೇ, ನನ್ನ ದೇಶದಲ್ಲಿ ಶೈತ್ಯವಾದ ಮಳೆಯು ಸುರಿಯಲಿ. ദൈവമേ എന്റെ കുടുംബത്തിനകത്തൊരു മഴ പെയ്യിക്കണമേ. ದೇವರೇ, ನನ್ನ ಕುಟುಂಬದ ಒಳಗೆ ಭಯಂಕರವಾದ ಮಳೆಯು എന്റെ ಸುರಿಯಲಿ. സഭയ്ക്കകത്തൊരു മഴ പെയ്യിക്കണമേ. ನನ್ನ ಸಭೆಯ ಒಳಗೆ ಒಂದು ಮಳೆಯು ಸುರಿಯಲ್ಪಡಲಿ. ഞങ്ങളുടെ അവസ്ഥകൾക്കൊരു വ്യത്യാസം നൽകി തരണമേ. ನನ್ನ ಸ್ಥಿತಿಗೊಂದು ಬದಲಾವಣೆ ಉಂಟಾಗಲಿ. ഞങ്ങളുടെ ശുശ്രൂഷയിൽ വ്യത്യാസം നൽകി തരണമേ. ನನ್ನ ಸೇವೆಗಳಲ್ಲಿ ಒಂದು ಸ್ಥಿತಿ ವ್ಯತ್ಯಾಸವಾಗಿ ಬರಲಿ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ಈ ರೀತಿಯಾಗಿ ಹೃದಯಪೂರ್ವವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿರುವ ദൈവമക്കളോടാണ് ദൂത് കൈമാറുവാനുള്ളത്. ಅಂಥ ವ್ಯಕ್ತಿಗಳಿಗಾಗಿದೆ ಇವತ್ತು ಆಲೋಚನೆ ಹಂಚುತ್ತಿರುವುದು. അങ്ങനെയുള്ള സഭയോടാണ് ദൂത് കൈമാറുവാനുള്ളത്. ಅಂಥ ಸಭೆ ಬಳಿಯಲ್ಲಿ ಆಗಿದೆ ಆಲೋಚನೆ ಕೊಡುತ್ತಿರುವುದು. ഇന്ന് പകൽക്കാല ಈ ಆಗಲವತ್ತು ആത്മാവിൽ ഈ മുഴക്കം എത്ര പേർ കേൾക്കുന്നു? ಆತ್ಮದಲ್ಲಿ ಮೊಳಗುವ ಶಬ್ದ ಎಷ್ಟು ಜನ ಕೇಳುತ್ತಿದ್ದೀರಿ? എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. ಎಲ್ಲರೂ ಗಮನ ಕೊಟ್ಟು ಕೇಳಿರಿ. ഈ കാതിലല്ല മുഴക്കം കേൾക്കുന്നത്. ಆಮೆ ಈ ಕಿವಿಯಲ್ಲಿ ಎಲ್ಲ ಆಮೆ ಶಬ್ದ ಕೇಳೋದು. ആത്മാവിനൊരു കാതുണ്ട്. ನಮ್ಮ ಒಳಗಿನ ಆತ್ಮಕ್ಕೆ ಒಂದು ಕಿವಿ ಇದೆ. ആത്മാവിനൊരു കണ്ണുമുണ്ട്. ಆತ್ಮಕ್ಕೆ ಒಳಗಿನ ಆತ್ಮಕ್ಕೆ ಒಂದು ಕಣ್ಣು ಸಹ ಇದೆ. സ്പിരിച്വൽ ഇയർ എന്ന് വിളിക്കുന്നത്. ಅಂದ್ರೆ ಆತ್ಮಿಕವಾದ ಕಿವಿ ಎಂದದಕ್ಕೆ ಕರೆಯುತ್ತದೆ. സ്പിരിച്വൽ ഐസും ഉണ്ട്, ആത്മ കണ്ണുകളുമുണ്ട്. ನಮ್ಮ ಒಳಗಿನ ಒಂದು ದೃಷ್ಟಿ ಅಥವಾ ಆತ್ಮನ ಕಣ್ಣು ಸಹ ಇದೆ. അത് എഫേസ്യ ലേഖനം 1:18 അധ്യായത്തിൽ കാണുവാൻ കഴിയും. ಎಫೆಸಿಯ ಪತ್ರಿಕೆ 1 ಅದರ വായിക്കണ്ട. ಓದೋದು ಬೇಡ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ആത്മാവിന്റെ ചെവിയെ കുറിച്ച് യേശു പറയുന്ന പ്രകാരമാണ്. ಆತ್ಮನ ಕಿವಿ ಕುರಿತಾಗಿ ಯೇಸು ಸ್ವಾಮಿ ಈ ರೀತಿಯಾಗಿ കൂടെ ಹೇಳುತ್ತಾರೆ. കൂടെ യേശു പറയുന്നു, ಆಮೆನ್. ಮಧ್ಯ ಮಧ್ಯೆ ಯೇಸು ಸ್ವಾಮಿ ചെവിയുള്ളവൻ കേൾക്കട്ടെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്താണെന്ന്. ಆತ್ಮನ ಸಭೆಗಳ ಬಳಿಯಲ್ಲಿ ಕೊಡುವ ಆಲೋಚನೆ ಕಿವಿ ಇರೋವನ ಕೇಳಲಿ. ചെവി ഇല്ലാത്തവരോടല്ല യേശു സംസാരിച്ചത്. ಕಿವಿ ಇಲ್ಲದೆ ಇರೋವರ ಬಳಿಯಲ್ಲಿ ಅಲ್ಲ ಯೇಸು ಸ್ವಾಮಿ കാത് കേൾക്കാൻ കഴിയാത്തവരോടല്ല യേശു സംസാരിച്ചത്. ಆಮೆನ್. ಏಗೋ ಇರೋವರ ಬಳಿಯಲ್ಲಿ ಅಲ್ಲ ಯೇಸು ಸ್ವಾಮಿ യേശു പറയുന്നതിന്റെ അർത്ഥം എന്താ? ಮತ್ತೆ ಯೇಸು ಸ್ವಾಮಿ ಹೇಳುವುದ ആത്മാവിന്റെ ചെവി തുറന്ന് കേൾക്കട്ടെ എന്ന്. ಆತ್ಮನ ಅಂದ್ರೆ ಅಂದ್ರಾಳದ ಕಿವಿ ತೆರೆದು ಕೇಳಲಿ. ആഗാബിന് ചെവി ഇല്ലായിരുന്നുവോ? ಏಕೆ ಈ ಅರಸರಾಗಿರುವ ಆಹಾಬನಿಗೆ ಕಿವಿ ആഗാബ് ആ മഴയുടെ മുഴക്കം കേട്ടില്ലല്ലോ. ಮತ್ತೆ ಎಂದಕ್ಕೆ ಆತನು ಆಮೇಲೆ ಆ ಮಳೆಯ ಮೊಳಕು ಕೇಳಕ್ಕಾಗಿಲ್ಲ. ആഗാബിനോട് കൂടെ ഉണ്ടായിരുന്നവർ കേട്ടില്ലല്ലോ. ಆಹಾಬ ಅನ್ನ ಜೊತೆಲಿ ಇದ್ದವರು ಸಹ ಕೇಳಕ್ಕಾಗಿಲ್ಲ. ഏലിയാവിന്റെ ശിഷ്യനും കേട്ടില്ലല്ലോ. ಏಲಿನ ಶಿಷ್ಯರು ಸಹ ಕೇಳಕ್ಕಾಗಿಲ್ಲ. കാരണമുണ്ടോ?
കാരണമുണ്ട്. ಅದಕ್ಕೆ ಕಾರಣವಿದೆಯಾ? യാക്കോബിന്റെ ലേഖനത്തിൽ ಯಾಕೋಬನ ಪತ್ರಿಕೆಯಲ್ಲಿ ഏലിയാവിനെ പരിചയപ്പെടുത്തുന്നത് ಆ ಏಲಿನ ಪರಿಚಯಗೊಳಿಸ್ತಾ ಇರೋದು പ്രവാചകനായിട്ടല്ല, ಕೇವಲ ಒಂದು ಪ್ರವಾದಿಯಾಗಿ ಅಲ್ಲ, ഏലിയാവിനെ പരിചയപ്പെടുത്തുന്നത് ಏಲಿನ ಪರಿಚಯಗೊಳಿಸ್ತಾ ಇರೋದು നമുക്ക് സമസ്വഭാവമുള്ള ഒരു പ്രാർത്ഥനാ മനുഷ്യനായിട്ടാണ്. ಆ ನಮಗೆ ಸಮಾನವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವ ಒಂದು ಮನುಷ್ಯನಾಗಿ ಪರಿಚಯಗೊಳಿಸೋದು. യാക്കോബിന്റെ ലേഖനം ಯಾಕೋಬನ ಪತ್ರಿಕೆ അതിന്റെ 5-ാം അധ്യായം ಅದರ 5ನೇ ಅಧ್ಯಾಯ അതിന്റെ 16-ാമത്തെ വാക്യമല്ലേ, ഒന്ന് വായിച്ചാട്ടോ. ಆಮೇಲೆ ಅದರ 16ನೇ ವಾಕ್ಯ. യാക്കോബ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ಯಾಕೋಬನು 5ನೇ ಅಧ್ಯಾಯ 16ನೇ ವಾಕ್ಯ. ಏಲಿನು ನಮಗೆ ಸ್ವಭಾವ ಇರುವಂತಹ ವ್ಯಕ್ತಿಯಾಗಿದ್ದರು. വായിച്ചാട്ടോ. ತೆಗೆದಿರೋರು ಯಾರಾದ್ರೂ ಇದ್ರೆ ಓದಿ. യെസ്. ഇല്ല, 17-ാമത്തെ വാക്യം 17. 17ನೇ ವಾಕ್ಯ. യെസ്. ಒಂದು ನಿಮಿಷ. ಏಲಿಯನು ಎಲ್ಲರೂ ನಮ್ಮಂತ ಸ್ವಭಾವ, ಏಲಿನು ನಮ್ಮಂತ ಸ್ವಭಾವ ಇರುವ ಮನುಷ್ಯರಾಗಿದ್ರು. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏലിയാവിന് വേറെ ഒരു ഗുണവുമില്ല. ഏലിനിಗೆ ಬೇರೆ ಯಾವುದೇ ಒಂದು ಗುಣಾಂಶವೂ ಇಲ್ಲ. ഏലിയാവ് സ്പെഷ്യൽ ഡിസൈൻഡ് ഒന്നുമല്ല. ഏലിന് വിശേഷವಾದ ಒಂದು ವ್ಯಕ್ತಿಯೂ ಅಲ್ಲ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മെ പോലെയുള്ള ഒരു മനുഷ്യൻ, ನಮಗೆ ಸಮಾನವಾದ ಒಂದು ವ್ಯಕ್ತಿಯು, നമ്മെ പോലെയുള്ള ഒരു മനുഷ്യൻ, ನಮಗೆ ಸಮಾನವಾದ ಒಂದು ವ್ಯಕ್ತಿಯು. പക്ഷേ ആ മനുഷ്യന്റെ പ്രത്യേകത, ಆದರೆ ಆ ವ್ಯಕ್ತಿಯ ಒಂದು അവൻ ಪ್ರತ್ಯೇಕತೆ, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ಆತನು ಪ್ರಾರ್ಥಿಸುವ ವ್ಯಕ್ತಿಯಾಗಿದ್ದರು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാക്കി വായിച്ചാട്ടോ മോനെ. ബാക്കി. ഓക്കേ. ആമേൻ. ഇന്ന് പകൽ ഈ ദൂത് കൈമാറുവാനുള്ളത് എല്ലാവരോടുമല്ല. ಈ ಅಗಲುತಿ ಈ ಆಲೋಚನೆ ಎಲ್ಲರಿಗೂ ಅಲ್ಲ ಹಸ್ತಾಂತರ ಮಾಡ್ತಾ ഈ ಇರೋದು. ദൂത് ദൈവം കൈമാറുന്നത് ಈ ಆಲೋಚನೆ ದೇವರು ಆಮೇಲೆ ಹಂಚಿಕೊಡ್ತಿರೋದು. എല്ലാ തിരക്കുകൾക്കിടയിലും ಎಲ್ಲ ಆಮೆ ಬಿಸಿಯಾದ ಸಂದರ್ಭಗಳ ಮಧ್ಯದಲ್ಲಿ ಕೂಡ മുഴങ്കാൽ മടക്കി മണകാലുകളನ್ನ ഊരി ദൈവത്തിന്റെ സന്നിധിയിൽ ദൈವ ಪಾದ ಸಮೂಹದಲ್ಲಿ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്കാണ് ഈ ദൂത് ദൈവം കൈമാറുന്നത്. ವಿಷಯಗಳಿಗಾಗಿ ಪ್ರಾರ್ಥಿಸುವ ಸಭೆಗಾಗಿದೆ ಆಲೋಚನೆ ಹಂಚುತ್ತಿರುವುದು. എന്താണ് പ്രാർത്ഥന? ಏನಾಗಿದೆ ಪ್ರಾರ್ಥನೆ? എന്റെ ദൈവമേ, ಓ ನನ್ನ ದೇವರೇ, എന്റെ ദേശത്തോട് മനസ്സലിയണമേ. ಈ ದೇಶದ ಬಳಿ ಕನಿಕರ ತೋರು. എന്റെ ഊരിനോട് മനസ്സലിയണമേ. ನಮ್ಮ ಈ ಊರಿನ ಬಳಿ ಕನಿಕರವನ್ನ ತೋರು. നാഥാ, ಓ ತಂದೆ, എന്റെ രാജ്യത്തോട് മനസ്സലിയണമേ. ನಮ್ಮ ರಾಜ್ಯದ ಬಳಿ ಕನಿಕರವನ್ನ ತೋರು. ഞങ്ങൾക്കൊരു വിടുതൽ വേണോ? ನಮಗೆ ಒಂದು ಬಿಡುಗಡೆ ಬೇಕು. ഞങ്ങളുടെ രാജ്യത്തിൽ ഒരു ഉണർവ് വരണോ? ನಮ್ಮ ರಾಜ್ಯದಲ್ಲಿ ಒಂದು ಉಜ್ಜೀವನ ಬರಲಿ. ആത്മാക്കൾ രക്ഷിക്കപ്പെടണോ? ಆಮೇಲೆ ಅನೇಕ ಕುಟುಂಬಗಳ ರಕ್ಷಣೆ ജനം ಮಾಡಲಿಕ್ಕೆ ಬರಲಿ. സത്യമറിയണോ? ಜನಗಳ ಸತ್ಯಾಂಶವು യേശുവേ, രാജാവേ, ಓ ಅರಸರೇ, ഞങ്ങളോട് മനസ്സലിയണമേ ನಮ್ಮ ಬೆಳಲೆ ಕನಿಕರ ತೋರು എന്ന് മുഴങ്കാലിട്ട് പ്രാർത്ഥിക്കുന്ന ಈ ರೀತಿಯಾಗಿ ಮಣಗಾಲೂರಿ പ്രാർത്ഥിക്കുന്നവരോടാണ് ദൂത് കൈമാറുവാനുള്ളത്. ಪ್ರಾರ್ಥಿಸುವವನ ಬೆಳಲೆ ಆಲೋಚನೆ ಹಸ್ತಾಂತರ ಮಾಡುತ್ತಿದೆ. ഈ മഴയുടെ മുഴക്കമുണ്ടല്ലോ, ಈ ಮಳೆಯ ಮೊಳಕವಿದೆಯಲ್ಲ, ഇതെല്ലാവർക്കും കേൾക്കുവാൻ കഴിയത്തില്ല. ಇದು ಎಲ್ಲರಿಗೂ ಕೇಳಲು പക്ഷേ ಸಾಧ್ಯವಲ್ಲ. ഇന്ന് പകൽക്കാലം ಈ ಆಗಲವತ್ತು ഒരു വലിയ മഴയുടെ മുഴക്ക് ಭಯಂಕರವಾದ ಒಂದು ಮಳೆಯ ಮೊಳಕವು ആത്മാവിൽ കേൾക്കുന്നവർ, ನಾನು ಆತ್ಮದಲ್ಲಿ ಕೇಳುತ್ತಿದೆ. ആത്മാവിൽ കേൾക്കുന്നവർ, ಆತ್ಮದಲ್ಲಿ ಕೇಳವರು അവരൊന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. ಅವರುಗಳು ದೇವರನ್ನು ಕೊಂಡಾಡಿರಿ. അവരൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಅಂತವರು ಶಕ್ತವಾಗಿ ದೇವರ ಮಹಿಮೆ ശന്തലദന രഗജദല ഗമനസ്സേ. ಹಲ್ಲೆಲೂಯಾ. റിബാലന്തനെ രഗജദല റിബജദല ഗമനസ്സേ. അന്തൽ കമന വൈഡ പ്രബലം ധുനി. ಯೇಸುವೇ, Hallelujah. Praise the Lord. Hallelujah. Thank you Lord. Hallelujah. 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 ആ മോളെ ഇങ്ങോട്ട് വിട്ട്, ആ മോളെ. യെസ്, ദ റെഡ് സ്കാർഫ് ഇട്ട എന്റെ പിൻപിൽ യെല്ലോ സ്കാർഫ് ഇട്ട കുഞ്ഞ്. ಓಕೆ, ಆ ಎಲ್ಲೋ ನೀವು ನಿಮ್ಮನ್ನ ಕರೀತಿದ್ದ, ಬನ್ನಿ ಮುಂದೆ ಬನ್ನಿ. ನೀವಲ್ಲ. ಅಲ್ಲ, ನೀವಲ್ಲ ನೀವಲ್ಲ, ಅವರು
എന്തിനെയൊക്കെയോ ചൊല്ലി നീ ഭാരപ്പെടുകയാ. ನೀನು ವಿವಿಧ ಕಾರ್ಯಗಳ ಮೂಲಕವಾಗಿ ಬೇಸರಪಡುತ್ತಿದೀಯಾ. ഒരുപാട് ഭാരം നിന്റെ അകത്ത്, ನಿನ್ನ ಅಂತರಾಳದಲ್ಲಿ ಭಯಂಕರವಾದ ಭಾರಗಳಿದೆ. ആരോടും പറയുവാൻ കഴിയാതെ, ಯಾರು ಬಳಿಯೂ ಹೇಳಲು ಸಾಧ್ಯವಾಗದೆ, രാത്രിയുടെ യാമാരംഭത്തിങ്കൽ ಆಮೇಲೆ ಹತ್ತು ಮುಂಚೆನೆ നീ ഉനക്കുറക്കം വരുവാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കട്ടിലേൽ കിടക്കുന്നു. ನಿನ್ನಿಂದ ಸರಿಯಾಗಿ ಆ ಸಂದರ್ಭಗಳಲ್ಲಿ ನಿದ್ರೆ ಮಾಡಲು ಸಾಧ್ಯವಾಗದೆ ಆ ಕಡೆ ಈ ಕಡೆ ತಿರುಗುತ್ತಾ ಮಲ್ಕೊಳ್ಳುತ್ತೀಯ. നീ ദൈവത്തോട് ചോദിക്കുന്നു, ನೀನು ದೈವ ಸನ್ನಿಧಾನದಲ್ಲಿ ಕೇಳುತ್ತಿದ್ದೀಯಾ, നിന്റെ പിന്നാലെ വന്നിട്ടും എന്തേ എന്റെ അവസ്ഥയും. ಓ ದೇವರೇ, ನಾನು ನಿನ್ನನ್ನು ಹಿಂಬಾಲಿಸಿ ಬಂದಿದ್ರು ಕೂಡ ಏನು ನನ್ನ ಸ್ಥಿತಿ ಹೀಗೆ, എനിക്ക് എന്തൊരു മാറ്റം സംഭവിക്കും, ನನಗೆ ಯಾವಾಗ ಒಂದು ಬದಲಾವಣೆ ಉಂಟಾಗುತ್ತದೆ, എന്നെനിക്ക് സന്തോഷത്തോടുകൂടി നിന്നെ ആരാധിക്കുവാൻ കഴിയും. ನಾನು ಯಾವಾಗ ಸಂತೋಷವುಳ್ಳವಳಾಗಿ ನಿಮ್ಮನ್ನು ಕೊಂಡಾಡಲು ಸಾಧ್ಯ. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നീറിപ്പുകയുന്ന ഹൃദയത്തിനകത്ത് എന്നതുപോലെ ദൈവാത്മാവ് കാണുന്നു. ಆಮೇಲೆ ಒಂಥರ ಪ್ರಶ್ನೆಗಳ ಮಧ್ಯದಲ್ಲಿ ಅಂತರಾಳದಲ್ಲಿ ಹೃದಯ ಉರಿಯುವ ರೀತಿಯಲ್ಲಿ ದೇವರ ಆತ್ಮ ತೋರುತ್ತಿದೆ. എല്ലായിടത്തു നിന്നും കേൾക്കുന്നത് കുത്തുവാക്കുകൾ. ಆಮೇಲೆ ಎಲ್ಲಾ ಜಾಗಗಳಿಂದ ಕೇಳುತ್ತಿರೋದು ಚುಚ್ಚುವಂತ ಪದಗಳು, ಮಾತುಗಳು. ആരൊക്കെയോ നിന്നെ പരിഹസിക്കുന്നു, ಯಾರ್ಯಾರೋ ನಿನ್ನ ಪರಿಹಾಸದಿಂದ ಮಾತನಾಡುತ್ತಿದೆ, നിന്നെ നിന്ദിക്കുന്നു, ನಿನ್ನನ್ನು ನಿಂದೆಗೆ ಒಳಪಡಿಸುತ್ತಿದೆ. എന്നാൽ രണ്ട് കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവെന്നെ കാണിക്കുന്നു. ಆದರೆ ದೇವರ ಪರಿಶುದ್ಧಾತ್ಮನ ಎರಡು ಕಾರ್ಯ ತೋರುತ್ತಿದೆ. ഒന്നാമത്തെ കാര്യം ദൈവം എന്നെ കാണിക്കുന്ന ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിന്റെ അകത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ಒಂದನೇದಾಗಿ ತೋರ್ತಿರೋದು ಆಮೇಲೆ ದೈವ ಪರ್ವತವಾಗಿರುವಂತ ಹೋರೇಬಿನ ಮೇಲೆ ಇಳಿದು ಬಂದಿರುವಂತ ದೈವ ಸಾನ್ನಿಧ್ಯ. ചെടികൾക്കകത്തെത്തി, ಆಮೇಲೆ ಆ ಮುಳ್ಳಿನ ಪೊದೆಯೊಳಗೆ ಉರಿಯಲ್ಪಡುವಂತ ಬೆಂಕಿಯು, തീ കൊണ്ട് കത്തുന്നുണ്ടെങ്കിലും മുൾപടർപ്പ് കരിഞ്ഞു പോകുന്നില്ല. ಆಮೆ ಬೆಂಕಿ ಭಯಂಕರವಾಗಿ ಪೊದೆಯಲ್ಲಿ ಉರಿತಾ ಇದ್ರೂ ಕೂಡ ಪೊದೆಯು ಆಮೆ ಉರಿದು ಬೂದಿಯಾಗುತ್ತಿಲ್ಲ. അതുപോലെ തീക്കകത്ത നിൽക്കുന്നത്. ನೀನು ಸಹ ಅದೇ ರೀತಿಯಾಗಿ ಆಮಿನ ಒಂದು ಪೊದೆಯ ಒಳಗೆ ನೆಲೆಗೊಂಡಿದೀಯ. പക്ഷെ നിന്റെ തീക്കകത്ത് നീ മാത്രമല്ല, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ಆ ಬೆಂಕಿಯ ಮಧ್ಯದಲ್ಲಿ ನೀನು ಮಾತ್ರವಲ್ಲ, ನಿನ್ನ ಜೊತೆಲಿ ದೇವರು ಸಹ ಇದ್ದಾರೆ. ദൈവം കൂടെ ഉള്ളത് കൊണ്ട് കരിഞ്ഞു പോകാതിരിക്കുന്നത്. ಆಮೆ ನಿನ್ನ ಜೊತೆಲಿ ದೇವರ ಸಾನ್ನಿಧ್ಯನ ಇರುವ ಕಾರಣದಿಂದ ನೀನು ಉರಿದು ಆಮೆ ಬೂದಿಯಾಗುತ್ತಿಲ್ಲ. നിന്നെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ಈ ಒಂದು ಬೆಂಕಿ ನಿನ್ನನ್ನು ಸರಿಯಾಗಿ ರೂಪಾಂತರಗೊಳಿಸ್ತಾ ഒരു ಇದೆ. ശുശ്രൂഷ നിനക്ക് കൈമാറുവാൻ, ನಿನ್ನ ಮೇಲೆ ಸಹ ಒಂದು ಆಮೆ ಸೇವೆ ಹಂಚೋದಕ್ಕಾಗಿ. ചിലതിനെ ചില കെട്ടപ്പെട്ട് കിടക്കുന്നതിന് നീ പോയി അഴിച്ചു കൊണ്ടുവരത്തക്ക രീതിയിൽ, ಆಮೆ ಕೆಟ್ಟಲ್ಪಟ್ಟಿರುವಂತ ಕೆಲವು ವ್ಯಕ್ತಿಗಳು ನೀನು ಹೋಗಿ ಬಿಚ್ಚಿ ಕರೆದು ತೆರುವ ರೀತಿಯಲ್ಲಿ ഈ തീക്കകത്ത് ദൈവം നിനക്ക് പുത്തൻ ശക്തി പകരുകയാ. ಈ ಬೆಂಕಿಯ ಒಳಗೆ ನಿನ್ನ ಮೇಲೆ ಭಯಂಕರವಾದ ದೈವ ಶಕ್ತಿ ದೇವರು ಹಂಚುತ್ತಿದೆ. ദൈവം നിന്നെ ഒരു ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്നു കുഞ്ഞെ. ಆಮೆ ದೇವರು ನಿನ್ನನ್ನು ಒಂದು ಸೇವೆಗಾಗಿ ಈಗೋ ಸಿದ್ಧಗೊಳಿಸ್ತಾ ഈ ಇದೆ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നിന്നെ തകർക്കുവാനല്ല, ಈ ಪ್ರತಿಕೂಲಗಳು ನಿನ್ನನ್ನು ಒಡೆಯೋದಕ್ಕಾಗಿ ಅಲ್ಲ. നീ പലവട്ടം ചോദിച്ചില്ലേ, ನೀನು ಅನೇಕ ಬಾರಿ ಕೇಳಿದಿಲ್ವಾ, കരിഞ്ഞ് ചാമ്പലായി പോകുമെന്ന് ചിന്തിച്ചില്ലേ, ನೀನು ಅನೇಕ ಬಾರಿ ಆಮೆ ಬೂದಿ ಆಗ್ಬಿಡ್ತೀಯ ಅಂತ ಅನ್ಕೊಂಡಿಲ್ವಾ, ജീവിച്ചിരിക്കുമോ എന്ന് പോലും സംശയിച്ചില്ലേ. ನಾನು ಜೀವಂತವಾಗಿ ಉಳಿತದ ಎಂದು ಕೂಡ ಕೇಳಿಲ್ವಾ. പക്ഷെ ഇന്നൊന്നും ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു സ്വപ്നം പോലെ നിനക്ക് തോന്നുന്നില്ലേ? ಈಗ ನೀನು ಬದುಕಿರೋದು ಕೇವಲ ಒಂದು ಆಮೆ ಸ್ವಪ್ನಕ್ಕೆ ಸಮಾನವಾಗಿ ನಿನಗೆ ദൈവത്തിന് ಅನಿಸ್ತಾ ഒരു ಇಲ್ವಾ? ഉദ്ദേശമുണ്ടോ? ಇದಕ್ಕೆಲ್ಲ ದೇವರಿಗೆ ಒಂದು ಪ್ಲಾನ್ ಇದೆ. ദൈവം നിന്നെ തീക്കകത്ത് ഒരുക്കുന്നു. ಆ ಬೆಂಕಿಯ ಒಳಗೆ ದೇವರು ನಿನ್ನನ್ನು ಸಿದ್ಧಗೊಳಿಸ್ತಾ ಇದೆ. ചിലതൊക്കെ ദൈവം കരിച്ചു മാറ്റുകയാ. ಆಮೆ ಕೆಲವ ಕಾರ್ಯಗಳನ್ನು ದೇವರು ಉರಿದು ಬೇರ್ಪಡಿಸ್ತಾ ಇದೆ. തീക്കകത്ത് ചില വേണ്ടാത്ത നിന്റെ സ്വഭാവങ്ങളെ ദൈവം കരിച്ചു മാറ്റുന്നു. ಆ ಬೆಂಕಿಯ ಒಳಗೆ ಬೇಡದೇ ಇರುವಂತ ಕೆಲವು ಸ್ವಭಾವ ರೀತಿಗಳನ್ನೆಲ್ಲ ದೇವರು ಉರಿದು ಬೇರ್ಪಡಿಸ್ತಾ ಇದೆ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം ദൈവം എന്നെ കാണിക്കുന്നത്, ಎರಡನೇದಾಗಿ ದೇವರಾತ್ಮ ತೋರ್ತಿರೋದು യശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. ಆ ಯೆಶಯ ಪ್ರವಾದಿಯ ಪುಸ್ತಕ 61ನೇ ಅಧ್ಯಾಯ 7ನೇ ವಾಕ್ಯ. അതൊന്ന് വായിച്ചു കുഞ്ഞിന് വേണ്ടി. ಆಮೇಲೆ ಆ ಮಗಳಕ್ಕಾಗಿ ಆ ವಾಕ್ಯ ಸ್ವಲ್ಪ ಓದಿಕೊಳ್ಳೋಣ. ಯೆಶಯನ ಪುಸ್ತಕ 61 7. ಅದರ 7. അപമാനಕ್ಕೆ ಬದಲಾಗಿ, ಆಮೆನ್, ഹല്ലേലൂയ, Jesus. നിന്റെ അപമാനത്തിന് പകരം ನಿನ್ನ ಅಪಮಾನಗಳಿಗೆ ಬದಲಾಗಿ ഡബിൾ ഇരട്ടി പങ്ക് ദൈവം മാനം നൽകാൻ പോവുകയാണ്. ಎರಡರಷ್ಟು ಆಮೆ ಮಾನ ದೇವರು ನಿನಗೆ ಕೊಡಲು എവിടെ നീ നിന്ദിക്കപ്പെട്ടോ ಎಲ್ಲಾಗಿದೆ ನೀನು ನಿಂದೆ അവിടെ ദൈവം നിന്റെ തലയെ ഉയർത്തുവാൻ പോവുകയാണ്. ಅಲ್ಲಿ ನಿನ್ನ ತಲೆಯಲ್ಲಿ ದೇವರ ಮೇಲೆ ಎತ್ತಲು ಹೋಗ್ತಾ ಇದೆ. ഹല്ലേലൂയ. Praise Jesus. ഈ രണ്ട് ദൂതുകൾ ഇന്ന് കൈമാറുകയാ. ಈ ಎರಡು ಆಲೋಚನೆ ಈಗ ನಿನಗೆ ഈ ಹಂಚುತ್ತಿದೆ. സഹോദര വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ?
ಈ ಸಹೋದರಿಯ ಕುಟುಂಬದಿಂದ ಬೇರೆ ಯಾರಾದ್ರೂ ಇದ್ದಾರಾ? ಶಬಾಲ್ ಅಂಧಲ್ ಕಮನ ವೈಡಮನಂ ಆಮೆನ್. ರಿಗಾಜ್ ಹದಲ ಅರಿವಿಲ್ಲ. ಇವತ್ತು ಹೊಸದಾಗಿ ಬಂದವರ. Hallelujah. Amen. Thank you Lord. Hallelujah. ചോദിച്ചാട്ടെ ಎಲ್ಲ ಸತ್ಯ. Amen. ದೇವರಾತ್ಮನ ಏನನ್ನ ಹೇಳಿದರು ಎಲ್ಲ ಸತ್ಯ. Praise the Lord. ದೇವರಿಗಾಗಿ ಒಪ್ಪಿಸ್ಕೊಡಿ. ಆಮೆನ್. ಸಮರ್ಪಿಸಲು ಸಾಧ್ಯವಾಗುತ್ತದಾ? ಯೇಸು ಸ್ವಾಮಿ ಸನ್ನಿಧಾನದಲ್ಲಿ ಸಮರ್ಪಣೆ ಮಾಡ್ತೀರಾ? ಆಮೆನ್. ಒಪ್ಪಿಸ್ಕೊಡಿ. 2 ಕರಗಳು ಎತ್ತಿ ಹೇಳ್ರಿ. ಓ 2 ಕರಗಳು ಎತ್ತಿ ಹೇಳಿ, ಯೇಸುವೇ, ಯೇಸುವೇ ನೀವೇ ಒಳ್ಳೆಯ ದೇವರು. ಅಪ್ಪ ನೀವು ಒಳ್ಳೆ ದೇವರು. ನೋಡ್ರಿ ಮಗಳೇ, ಅರ್ಥ ಆಗ್ಯದ ಏನು ದೇವರಾತ್ಮನ ಹೇಳಿದಂದು? ಇಲ್ಲಿ ನೋಡಿ, ನನ್ನ ಕಣ್ಣಕ್ಕೆ ನೋಡಿ, ಏನೆಲ್ಲ ದೇವರಾತ್ಮನ ಹೇಳಿದ ನಿಜವಾ? ರಾತ್ರಿಯಲ್ಲಿ ನನಗೂ ನಿದ್ರೆ ಇಲ್ಲ, ಓಕೆ, ಸಂಕಟ, ದುಃಖಗಳು, ಬೆಂಕಿಯಲ್ಲಿ ಒಂದು ಬೆಂಕಿಯಲ್ಲಿ ಹಾಕಲ್ಪಟ್ಟಿದ್ದಾರೋ ಆ ತರ ಇದೆ ಮನಸ್ಸು, ಶರೀರವೆಲ್ಲ ಅಲ್ವಾ? ಹೌದಾ? ಆಮೆನ್. ಸುತ್ತಮುತ್ತ ಇರುವವರೆಲ್ಲ ನಿಮ್ಮನ್ನು ಏನು ನಿಂದೆ കുത്തുവാക്കുകൾ, ചുച്ചുവന്ന പദകളിൽ മാതനാടുന്നു. ഓക്കെ, നീ ജീവിച്ചിരിക്കുമോ എന്ന് പോലും തോന്നിയ സന്ദർഭമാണ്. ಜೀವಂತವಾಗಿ ಉಳಿಯುತ್ತದೆ ಎಂಬುದಾಗಿ ಕೂಡ ಅಂದ್ಕೊಂಡಿರುವ ಸಂದರ್ಭಗಳು ಇದೆಯಾ? ദൈവം പറഞ്ഞതെല്ലാം, ಇದೆಲ್ಲ ಹೇಳಿರೋದೆಲ್ಲ ನಿಜಾನಾ? ഇതെല്ലാം ദൈവനെ കാണിച്ചത്. ಇದೆಲ್ಲ ದೇವರ ಆತ್ಮ ಇವರಿಗೆ ತೋರಿದರು. പക്ഷെ ഇന്ന് പകൽ ഇതിനകത്ത് ദൈവം ഇറങ്ങി നിൽക്കുകയാണ്. ಈ ಆಮೆನ್. ಇದರ ಮಧ್ಯದಲ್ಲಿ ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ದೇವರು ಇಳಿದು ನಿಂತಿದ್ದಾರೆ. ಈಗ ಇದು ದೈವം ನಿನക്കൊരു എൻകൗണ്ടർ നൽകുകയാണ്. ಈಗ ದೇವರು ನಿಮಗೆ ಶಕ್ತವಾದ ಬಿಡುಗಡೆಯು ಕೊಡ್ತಾ ಇದೆ. ആർക്കും നിന്നെ വേണ്ടെങ്കിലും, ಯಾರಿಗೂ ಸಹ ನಿನ್ನನ್ನು ಬೇಡದೇ ಇದ್ರೂ ಕೂಡ ദൈവത്തിന് നിന്നെ വേണമെന്നോ ದೇವರಿಗೆ ನಿಮ್ಮನ್ನು ಬೇಕಾಗಿದೆ. അനേകരുടെ വിടുതലിന് കാരണമായി, ಅನೇಕರ ಬಿಡುಗಡೆಗೆ ಕಾರಣವಾಗಿ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ಆಮೆನ್, ನೀವು ದೇವರಿಗಾಗಿ ದೃಢವಾಗಿ ನಿಲ್ಲುವಾಗ, ഈ ಯೆಶಾಯ 61:7 ಈಗ ಓದಿರುವಂತ ಯೆಶಾಯ 61 ಅದರ 7ನೇ ವಾಕ್ಯ, ഇരട്ടി മാനം കിട്ടും നിനക്ക്. ಡಬಲ್ ಆದ ಸನ್ಮಾನ ನಿನಗೆ ಸಿಕ್ಕಲು ಹೋಗ್ತಾ ಇದೆ. ആരെല്ലാം നിന്നെ നിന്ദിച്ചോ, ಯಾರು ನಿನ್ನನ್ನು ನಿಂದೆಗೊಳಪಡಿಸಿದೆಯೋ അവരുടെ മുൻപിൽ നിന്റെ തലയെ ദൈവം ഉയർത്തും. ಅವರುಗಳ ಮುಂದೆ ದೇವರು ನಿನ್ನ ತಲೆಯ ಮೇಲೆ ತರಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. എല്ലാമേ ಆಮೇಲೆ ಇದೆಲ್ಲ ಅರ್ಥವಾಗುತ್ತಿದೆಯಾ? ഇത് സത്യമാണോ? ಇದು ನಿಜಾನ? പേരൻ ಏನಾಗಿದೆ ಹೆಸರು? ജ്യോതി. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഇന്ന് യേശുവിനെ ഒന്ന് കൊടുക്കാമോ? യേശുവിനെ ഒന്ന് ഏറ്റെടുക്കാമോ? ಯೇಸು ಸ್ವಾಮಿನ ನಿಮ್ಮ ಹೃದಯದಲ್ಲಿ ಪೂರ್ಣವಾಗಿ ಸ್ವೀಕಾರ ಮಾಡಲು ಸಾಧ್ಯವಾಗುತ್ತದಾ? പ്രൈസ്. 2 കരങ്ങൾ എത്തി പറ. 2 ಕರಗಳು ಎತ್ತಿ ಹೇಳಿ, ജീസസ് ಐ ലവ് ಯು. ಓ ಯೇಸುವೇ, ನಾನು ನಿಮ್ಮನ್ನು ಪ್ರೀತಿ ಮಾಡ್ತಿದ್ದೀನಿ. ജീസസ് ಐ ಲವ್ ಯು. ಜೀಸಸ್, ನಾನು ನಿನ್ನನ್ನು ಪ್ರೀತಿ ಮಾಡ್ತಿದ್ದೀವಿ. മോർ ദാൻ ദാറ്റ് ഓഫ് ಎನಿಥಿಂಗ್. ಆಮೇಲೆ ಬಾಕಿ ಎಲ್ಲಾ ಕಾರ್ಯಗಳಿಗಿಂತ ಹೆಚ್ಚಾಗಿ ಹೇಳಿ, ಬಾಕಿ ಎಲ್ಲ ಕಾರ್ಯಕ್ಕೂ ಹೆಚ್ಚಾಗಿ, ಬಾಕಿ ಬೇರೆ ಎಲ್ಲಾ ಕಾರ್ಯಗಳಿಗಿಂತ ಹೆಚ್ಚಾಗಿ ದೇವರೇ, ಯೇಸುವೇ, ನಾನು ನಿಮ್ಮನ್ನ ಪ್ರೀತಿ ಮಾಡ್ತಿದ್ದೀವಿ. ಆಮೆನ್. കം ടു മൈ ഹാർട്ട്. എന്റെ ഹൃദയത്തിൽ വാ. ಆಮೆನ್. ಅದು ಹೃದಯಪೂರ್ವವಾಗಿ എന്റെ ഹൃദയത്തിലേക്ക് വാ. യേശുവേ, ഹൃദയത്തിലേക്ക്. ಯೇಸುವೇ, ನನ್ನ ಹೃದಯದಲ್ಲಿ ಇಳಿದು ಬನ್ನಿರಿ. ಹೇಳಿ. ಆಮೆನ್. ಓ ಜೀಸಸ್. ബന്ധനങ്ങൾ അഴിയട്ടെ. ആമെൻ. കെട്ടുകൾ ಬಿಚ್ಚಲ್ಪಡಲಿ. ബന്ധനങ്ങൾ അഴിയട്ടെ. എല്ലാ കെട്ടുകളും ಬಿಚ್ಚಲ್ಪಡಲಿ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ദോഷങ്ങൾ, ആമെൻ, യേശു ക്രിസ്തുവിನ ಘನನಾಮದಲ್ಲಿ ಕೆಲವು ದೋಷಕರವಾದ ವಿಷಯಗಳು, വിചാര ಮಂತ್ರವಾದ ശക്തികൾ, ಕೆಲವು ಆಮೆನ್ ಮಾಟ ಮಂತ್ರ ಕೆಟ್ಟುಗಳು ഇപ്പോൾ അഴിയട്ടെ. ಈಗಲೇ ಬಿಚ್ಚಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിನ നാಮದಲ್ಲಿ ಈಗಲೇ ಬಿಚ್ಚಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. യേശുവിನ ನಾಮದಲ್ಲಿ ಈಕೆಯು ಸ್ವತಂತ್ರವಾಗಲಿ. ആമേൻ. ಅದ್ಭುತ ಬಿಡುಗಡೆ. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. താങ്ക് യു. യു മേ ബി സീറ്റഡ്. ദൈവം നമ്മുടെ മധ്യ ഇറങ്ങി നിൽക്കുകയാണ്. ಓ, ದೇವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇಳಿದು ಬಂದು ನೆಲೆಗೊಂಡಿದ್ದಾರೆ. ഹല്ലേലൂയ. ಆಮೆನ್. എനിക്ക് നിങ്ങളെ ആരെയും അറിയത്തില്ല. ದೈವ ಸೇವಕರಿಗೆ ನಿಮ್ಮನ್ನ ಯಾರನ್ನೂ ಸಹ ಗೊತ್ತಿಲ್ಲ. സാം ഒഴിച്ച് പാസ്റ്റർ പോലും എനിക്ക് അറിയത്തില്ല. ಅವರಿಗೆ ನನ್ನನ್ನ ಬಿಟ್ಟು ದೈವ ಸೇವಕರನ್ನ ಕೂಡ ಗೊತ್ತಿಲ್ಲ. പക്ഷെ നിങ്ങളെ അറിയാവുന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ಆದ್ರೆ ನಿಮ್ಮನ್ನ ಎಲ್ಲವರನ್ನ ಗೊತ್ತಿರುವಂತ ದೇವರಲ್ಲಿ ಇಳಿದು ಬಂದಿದ್ದಾರೆ. നിങ്ങളെ നന്നായി അറിയാവുന്ന ദൈവം, ನಿಮ್ಮನ್ನ ಸ್ಪಷ್ಟವಾಗಿ ಅರಿತುಕೊಳ್ಳುವಂತ ದೇವರು, ഓരോരുത്തരെയും വിടുവിക്കുവാൻ അവൻ ശക്തനാണ്. ನಿಮಗೊಬ್ಬೊಬ್ಬರಿಗೆ ಬೇಕಾದ್ರೆ ಬಿಡುಗಡೆ ಕೊಡಲು ಆತರು ಶಕ್ತರು. ശ്രദ്ധിക്കണമേ. ಎಲ್ಲರೂ ಗಮನ ಇಟ್ಟು ಕೇಳಿರಿ. ആരാണ് ഏലിയാവ്? ಯಾರಾಗಿದೆ ಈ ಏಲಿಯನು? പോലെ ഒരു മനുഷ്യനായിരുന്നു.
ನಮಗೆ ಸಮಾನವಾದ ಒಂದು വേറെ ವ್ಯಕ್ತಿಯಾಗಿದ್ದರು. പ്രത്യേകതകളൊന്നുമില്ല. ಅವರಿಗೆ ಬೇರೆ ಏನು ವಿಶೇಷತೆ ಇಲ್ಲ. പക്ഷേ ഏലിയാവോ ಆದ್ರೆ ಏಲೇನು അവന്റെ അഡ്രസ് പോലും പറയാനില്ല. ಅವರ ಅಡ್ರೆಸ್ ಸಹ ಹೇಳಿ ವಿಳಾಸ ಸಹ ಹೇಳೋದಕ್ಕಾಗಿಲ್ಲ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ಒಂದು ಅರಸರ ಪುಸ್ತಕ 17 ಅದರ 1ನೇ ವಾಕ್ಯದಲ್ಲಿ തിശ്ബിയിൽ നിന്നുള്ള ഏലിയാവോ എന്ന് മാത്രമേ ഉള്ളൂ. ಆ ತೀಷ್ಪೆಯಿಂದ ಇರುವಂತ ಏಲಿನು ಎಂಬುದಾಗಿ ಮಾತ್ರ ವಿಳಾಸ പക്ഷേ ಇರೋದು. ഏലിയാവിന്റെ പ്രത്യേകത ಆದ್ರೆ ಈ ಏಲಿನ അവൻ ಪ್ರತ್ಯೇಕತೆಯು പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യൻ. ಆತನು ಶಕ್ತವಾಗಿ ಪ್ರಾರ್ಥಿಸುವಂತ ದೈವ ಭಕ್ತರಾಗಿದ್ದರು. പ്രാർത്ഥന ഒരു വലിയ ആയുധമാണ് ನೋಡಿ, ദൈവമക്കളുടെ. ಪ್ರಾರ್ಥನೆ ಭಯಂಕರವಾದ ಆಯುಧ. Praise the Lord. ಆಮೆನ್. പ്രാർത്ഥനാ മുറിയിൽ ആ ദൈവം ഇടപെടുന്നത്. ಪ್ರಾರ್ಥನೆಯ ಕೋಣೆಯ ಒಳಗೆ ದೇವರಾತ್ಮ ಮಾತನಾಡಲು ಸಾಧ್ಯವಾಗುತ್ತದೆ. പ്രാർത്ഥിക്കുമ്പോഴാണ് കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നത്. ಶಕ್ತವಾಗಿ ಪ್ರಾರ್ಥಿಸುವಾಗ ಎಲ್ಲ ಕಾರ್ಯಗಳು ಬೇಗವಾಗಿ ನೆರವೇರಲ್ಪಡುತ್ತದೆ. ഇവിടെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവ മനുഷ്യനായ ഏലിയാവോ ಇಲ್ಲಿ ಈ ರೀತಿಯಾಗಿ ಪ್ರಾರ್ಥಿಸುವಂತ ದೈವ ಮನುಷ್ಯರಾಗಿರುವಂತ ಏಲಿ 18 അധ്യായത്തിൽ 41-ാമത്തെ വാക്യത്തിൽ ನೋಡಿ, ಅದೇ ಪುಸ್ತಕ 18 ಅದರ 41ನೇ ವಾಕ್ಯ. ആ രാജ്യത്തിന് രാജാവായ ആഹാബിനോട് ദൂത് പറയുന്നു. ಅದೇ ರಾಜ್ಯದ ಅರಸರಾಗಿರುವಂತ ಆಹಾಬನ ಬೆಳೆಲಿ ಈ ದೈವ ಸೇವಕರು ಆಲೋಚನೆ ಕೊಡುತ್ತಿದೆ. ഇപ്പോൾ എത്ര കാലമായി അവിടെ മഴ പെയ്തിട്ട് ശമരിയെന്നറിയാമോ? ಈಗ ಶಮರ್ಯದಲ್ಲಿ ಮಳೆ ಸುರಿದು ಎಷ್ಟು ವರ್ಷಗಳಾಗಿದೆ ಗೊತ್ತಿದೆಯಾ? 3.5 വർഷമായി. 3.5 ವರ್ಷ ಕಾಲವಾಗಿದೆ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. ನೀವೆಲ್ಲರೂ ಗಮನ ಕೊಟ್ಟು 6 ಕೇಳಿ. മാസം ശരിക്കും നമുക്ക് മഴ ലഭിച്ചില്ല എങ്കിൽ ಅಕಸ್ಮಾತ್ ನಮ್ಮ ಈ ಬ್ಯಾಂಗ್ಳೂರ್ ಪಟ್ಟಣದಲ್ಲಿ 6 ತಿಂಗಳ ಕಾಲವು ಮಳೆಯು ಬರದೇ ಇದ್ರೆ നിങ്ങളുടെ കേത്തിയെല്ലാം കരിഞ്ഞു പോകത്തില്ലേ? കേത്തി നിങ്ങളുടെ കൃഷി ನಿಮ್ಮ ಕೃಷಿ, ನಿಮ್ಮ ವ್ಯವಸಾಯಗಳೆಲ್ಲ ಸುಟ್ಟೋಗ್ಬಿಡುತ್ತದೆ. Praise the Lord. ಆಮೆನ್. Praise the Lord. Hallelujah. വരുമാനം നിന്നു പോകും. ನಮ್ಮ ವರಿಮಾನಗಳು ನಿಂತೋಗುತ್ತದೆ. പട്ടിണിയായി മാറും. ಎಲ್ಲರೂ ಬಡತನದಲ್ಲಿ ಬೀಳುತ್ತದೆ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുകയാണ്. ಅಂತ ಒಂದು ಸ್ಥಿತಿಯಲ್ಲಿ 3.5 ವರ್ಷಗಳಿಂದ ಜನಾಂಗಗಳು ಹೋಗುತ್ತಿದೆ. Praise the Lord. Hallelujah. ഇതാ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത്. ಇದಾಗದೆ ದೇವರ ಆತ್ಮವು ഈ ಹೇಳಿದ್ದು, സഭയുടെ വരൾച്ചയെ ദൈവം മാറ്റാൻ പോവുകയാണ്. ಈ ಸಭೆಯ ಒಣಗೋಗಿರುವಂತ ಬರಗಾಲವನ್ನು ದೇವರು ಬದಲಾಯಿಸಿ ಹೋಗ್ತಾ ಇದೆ. കുടുംബങ്ങളുടെ വരൾച്ച ദൈവം മാറ്റാൻ പോവുകയാണ്. കുടുംബങ്ങളുടെ വരൾച്ച, ಕುಟುಂಬಗಳ ಆಮಿ ಬಚ್ಚಿ ಹೋಗಿರುವ ಸ್ಥಿತಿಯೂ ಸಹ ದೇವರು ಬದಲಾಯಿಸಿ ಹೋಗ್ತಾ ಇದೆ. Praise the Lord. Hallelujah. ആത്മികവും ഭൗതികവും ശാരീരികവും മാനസികവുമായ ഒരു വലിയ വിടുതൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കൂടി ദൈവസഭയ്ക്കകത്ത് നടക്കുവാൻ പോവുകയാണ്. ನೋಡಿ, ಶಾರೀರಿಕವೋ ಮಾನಸಿಕವೋ ಆರ್ಥಿಕವೋ ಎಲ್ಲಾ ರೀತಿಯ ಭಯಂಕರವಾದ ಬಿಡುಗಡೆ, ಆರ್ಥಿಕ ಸಹ ಎಲ್ಲಾ ರೀತಿಯ ಶಕ್ತಿವಾದ ಬಿಡುಗಡೆಯು ಕುಟುಂಬಗಳಲ್ಲಿ ನಡೆಯಲು ಹೋಗ್ತಾ ಇದೆ. ഒരു വലിയ വിടുതൽ, ಭಯಂಕರವಾದ ಬಿಡುಗಡೆ എന്റെ കാതുകൾ മുഴങ്ങി കേൾക്കുകയാണ്. ಅದು ನನ್ನ ಕಿವಿಯೊಳಗೆ ಮೊಳಗುತ್ತಿದೆ. ഇന്ന് പകൽ ദൈവം പറയുന്നു, ಈ ಆಗಲೂ ದೇವರಾತ್ಮ ಹೇಳುತ್ತಿದೆ, ദൈവ സഭയ്ക്കൊരു വളർച്ചയുണ്ട്. ದೈವ ಸಭೆಯು ಬೆಳವಣಿಗೆಯಲ್ಲಿ ನಡೆಯಲು ಹೋಗ್ತಾ ಇದೆ. ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ പോകുകയാണ്. ಆತ್ಮಗಳು ಬಿಡಿಸಲ್ಪಡಲು ಹೋಗ್ತಾ ಇದೆ. ഹല്ലേലൂയ. ಆಮೆನ್. കൂട്ട സ്നാനങ്ങൾ നടക്കാൻ പോകുകയാണ്. ಆಮೆನ್. ಗುಂಬಾದ ದಿಶಾಸ್ನಾನಗಳು ಈಗೋ ನಡೆಯಲು ಹೋಗ್ತಾ ಇದೆ. ഗ്രാമങ്ങൾ വിടുവിക്കപ്പെടുവാൻ പോകുകയാണ്. ಅನೇಕ ಗ್ರಾಮ ಪ್ರದೇಶಗಳ ಬಿಡುಗಡೆ ಹೊಂದಲು ಹೋಗ್ತಾ ಇದೆ. കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ ಕುಟುಂಬಗಳು പോകുകയാണ്. ಬಿಡುಗಡೆ ಹೊಂದಲು ಹೋಗ್ತಾ ಇದೆ. മന്ത്രവാദ ശക്തികൾ പൊട്ടാൻ പോകുകയാണ്. ಮಂತ್ರವಾದ ಕೆಟ್ಟುಗಳು ಮುರಿಯಲ್ಪಡಲು ಹೋಗ್ತಾ ಇದೆ. പട്ടണ ഭൂതങ്ങൾ അലറി ഓടാൻ പോകുന്നു. ಆಮೆ ಅಂಧಕಾರ ಶಕ್ತಿಗಳು ಆಮೆ ಕೂಗಾಡುತ್ತಾ ಓಡಲು ಹೋಗ್ತಾ ಇದೆ. ഈ ദേശത്തേക്ക് ഒരു വെളിച്ചമിറങ്ങി വരികയാ. ಆಮೀನ್. ಈ ದೇಶದಲ್ಲಿ ಬೆಳಕಿಳಿಲು ಹೋಗ್ತಾ ಇದೆ. യേശുവിന്റെ നാമത്തിലോ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം. ಆಮೀನ್. ಅಭಿಷೇಕದ ഒരു ಹಂಚುಲಿಕೆಯು, ശുശ്രൂഷയുടെ അധികാരത്തിന്റെ കൈമാറ്റം. ಅಧಿಕಾರದ ಹಂಚುಲಿಕೆಯು. ശീബാൽ അന്തനെ Oh, രഗജദലേ. Power Jesus. ഒത്തുക്കോ, ഒത്തുക്കോ, Hallelujah. ഒത്തുക്കോ. ಓ ಹಾಲೆಲೂಯಾ. ಎಲ್ಲರೂ ಆಮೆ ಹೊಂದಿಕೊಳ್ಳೋದಕ್ಕಾಗಿ ಸಿದ್ಧವಾಗಿರಿ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಹಾಲೆಲೂಯಾ. Praise Yes, the yes, Lord. yes. ಹಾಲೆಲೂಯಾ. Yes. ಎಲ್ಲರೂ ಹೊಂದಿಕೊಳ್ಳೋದಕ್ಕಾಗಿ ಸಿದ್ಧವಾಗಿ Oh. ಶಕ್ತವಾದ Oh. ಹಸ್ತಾಂತರಗಳು, ಆಮೆ Oh. ಶಕ್ತವಾದ ಹಸ್ತಾಂತರಗಳು, He. ಆತ್ಮನ ಹಂಚುಲಿಕೆಯು, ಆಮೆ ಭಯಂಕರವಾದ ಬಿಡುಗಡೆಯು, ಆಮೆ ದೈವ ಜನರ ಮೇಲೆ ಇಳಿಯುತ್ತಿದೆ. ಹಾಲೆಲೂಯಾ. ರಬದದುಲಿ Oh, ಕಬಗದ Power ದಲ್ಕಮನ ವೈಡ Jesus. ಪ್ರಭೆ ಅಂಥುನಿ. Hallelujah.
Mighty Lord, mighty Jesus, hallelujah. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവസ്ഥകൾ മാറുന്നു, അവസ്ഥകൾ മാറുന്നു. യേശുവേ കരുണ, ഹല്ലേലൂയ. Praise the Lord, hallelujah. Amen. ദൈവം അത്ഭുതം ചെയ്യുകയാ. ನೋಡಿ ದೇವರ ಅದ್ಭುತ ಕ್ರಿಯೆಗಳು ನಡೆಸುತ್ತಿದೆ. ദൈവം കുടുംബങ്ങളുടെ അകത്തെ സ്ഥിതികളെ മാറ്റുകയാ. ದೇವರು ಕುಟುಂಬಗಳ ಮಧ್ಯದಲ್ಲಿ ಸ್ಥಿತಿಗಳನ್ನ ಬದಲಾಯಿಸುತ್ತಾ ಇದೆ. ഹല്ലേലൂയ, ಆಮೆನ್, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ. ಆಮೆನ್. പെട്ടെന്ന് മഴ പെയ്യുന്നത്, ನೋಡಿ ಸಡನ್ ಆಗಿ ಮಳೆಯು ಸುರಿಯಲ್ಪಡುತ್ತದೆ. പെട്ടെന്ന് ಅന്തരീಕ್ಷം ಮಾರುന്നത്, ಆಮೇಲೆ ಸಡನ್ ಆಗಿ ವಾತಾವರಣಗಳೆಲ್ಲವೂ ಬದಲಾಯಿಸಲ್ಪಡುತ್ತದೆ. ഈ ഗ്രാമത്തിന്റെ അന്തരീക്ഷം പെട്ടെന്ന് മാറുകയാണ്. ಗ್ರಾಮಗಳ ಸ್ಥಿತಿಗಳು ಬೇಗ ಬದಲಾಯಿಸಲ್ಪಡಲು ಹೋಗ್ತಾ ಇದೆ. ಆಮೆನ್. ಭಾವ ಜೀಸಸ್. ഞാൻ ആത്മാവിൽ ഒരു കാഴ്ച കാണുന്നു. ನೋಡಿ ಆತ್ಮ ಒಂದು ದರ್ಶನ ನೋಡ್ತಾ ಇದೆ. ഒരു കാർമേഘം മാറിപ്പോകുന്നു. ಮೋಡಗಳು ಬೇರ್ಪಟ್ಟು ಹೋಗ್ತಾ ಇದೆ. കാർമേഘം മാറിപ്പോകുന്നു. ಅಂತ ಮೋಡಗಳು ಬೇರ್ಪಡ್ತಾ ಇದೆ. യേശുവിന്റെ ಓ നാമത്തിൽ, ಜೀಸಸ್, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇവിടെ വ്യാപരിച്ച് നിൽക്കുന്ന അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ಆಮೀನ್. ಇಲ್ಲಿ ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಇಲ್ಲಿ ಸುತ್ತಮುತ್ತ ಆಮೀನ್ ನೆಲೆಗೊಂಡಿರುವಂತ ಅಂಧಕಾರ ಶಕ್ತಿಯ ಕ್ರಿಯೆಗಳು ಮುರಿದು ಬೇರ್ಪಟ್ಟು ಹೋಗ್ತಾ ಇದೆ. ಹಲ್ಲೆಲೂಯ. ರಗಜದಲ ರಗಜದಲ Mighty Lord, hallelujah, hallelujah, hallelujah. ರಬಲಂ ಧನಂ ಧನರಗಜತುನಿ ಕಬಗಜದಲ ಕಮನ ವೈಡ ಪ್ರಭೇ ನಂದನ ರಗಜದಲ ಕಮನ ಶಕ್ತವಾದ ಬಿಡುಗಡೆ, ಶಕ್ತವಾದ ಬಿಡುಗಡೆ, ಶಕ್ತವಾದ ಬಿಡುಗಡೆಗಳು ಆಮೆನ್. ಶಕ್ತವಾದ ಬಿಡುಗಡೆಗಳು ಸಂಭವಿಸಲಿ. ಹಲ್ಲೆಲೂಯಾ. Praise the Lord, hallelujah, ഹല്ലേലൂയ, amen. Praise the Lord, hallelujah. ചില മന്ത്രവാദത്തിന്റെ കെട്ടുകളായി ನೋಡಿ ಭಯಂಕರವಾದ ಮಂತ್ರವಾದ ಕೆಟ್ಟುಗಳ ಶಕ್ತಿ കടിയൽപ്പെടുത്താ ಇದೆ. ചില കുടുംബങ്ങളെ നാളുകളായി കെട്ടിവെച്ച കെട്ടുകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം കുടുംബങ്ങളിൽ നിന്ന് പൊട്ടിമാറുകയാ. ಆಮೆನ್, ಹಲ್ಲೆಲೂಯಾ. ಕೆಲವ ಕುಟುಂಬಗಳನ್ನ ಕೆಲವ ವರ್ಷಗಳಿಂದ ಕೆಟ್ಟಿ ಬೆಂದಿಸಿ ಇಟ್ಟಿರುವಂತಹ ಕೆಲವ ಕೆಟ್ಟುಗಳು ಈ ಆಗಲೇ ಕಡಿಯಲ್ಪಡ್ತಾ ಇದೆ. നീ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ, ನೀನು ಇವತ್ತು ಮನೆಗೆ ವಾಪಸ್ നീ ಹೋದಾಗ, ഭവനത്തിലേക്ക് കാലുകുത്തുമ്പോൾ, ನೀನು ಮನೆ ಒಳಗೆ ಹೆಜ್ಜೆ ಹಾಕುವಾಗ ഇന്ന് പകൽക്കാലം നിന്റെ ഭവനത്തിനകത്ത് നാളുകളായി വ്യാപരിച്ചു നിന്ന ನಿನ್ನ ಕುಟುಂಬದಲ್ಲಿ ಅನೇಕ ದಿವಸಗಳಿಂದ ತುಂಬಲ್ಪಟ್ಟಿರುವ അത് പൊട്ടിമാറുകയാ. ಆ ಕಟ್ಟುಗಳು ಮುರಿಯಲ್ಪಡುತ್ತಿದೆ യേശുവിന്റെ നാമത്തിൽ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಹಲ್ಲೆಲೂಯಾ. Mighty Lord, hallelujah. Yes, 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 yes. Oh, hallelujah. ಅದ್ಭುತಕರವಾದ ಬಿಡುಗಡೆಯು ಕೆಲವು ಕುಟುಂಬಗಳಲ್ಲಿ ಈಗ ನಡೆಯಲ್ಪಡುತ್ತಿದೆ. ಎಲ್ಲರೂ ಸತತವಾಗಿ ನಂಬಿಕೆ ಮೂಲಕವಾಗಿ ಒಪ್ಪಿಸಿ ಪ್ರಾರ್ಥಿಸಿ ಆ ಬಿಡುಗಡೆ ಸ್ವೀಕಾರ ಮಾಡಿರಿ. Praise the Lord, hallelujah. ഞാൻ ആത്മാവിൽ കാണുന്നു, ആത്മാവിൽ കാണുന്നു, ആത്മാവിൽ കാണുന്നു. ನಾನು ಆತ್ಮದಲ್ಲಿ ಮತ್ತೆ ನೋಡ್ತಾ ಇದ್ದೀವಿ. Hallelujah. Amen. Hallelujah. Praise the Lord. ಮತ್ತೆ പെട്ടെന്ന് പെട്ടെന്ന് ಸಡನ್ ಆಗಿ പെട്ടെന്ന് ಬೇಗವಾಗಿ വേഗವಾಗಿ ಅತಿ ಶೀಘ್ರವಾಗಿ പെട്ടെന്ന് ಬೇಗವಾಗಿ ಸಡನ್ ಆಗಿ സംഭവിക്കാൻ പോവുക. ಆಮೇಲೆ ಅದು ನಡಿಲು ಹೋಗ್ತಾ ಇದೆ. പെട്ടെന്ന് അത് സംഭവിക്കാൻ ಅದು പോവുക. ಶೀಘ್ರದಲ್ಲಿ ಸಂಭವಿಸಲು ಹೋಗ್ತಿದೆ. ആമേൻ. ಓ ಜೀಸಸ್. വായിച്ചു ಆಮೇಲೆ ಓದ್ರಿ ಮತ್ತೊಂದು ಆವೃತ್ತಿ. ദാനിയേലിന്റെ പുസ്തകം 9:21. ಆ ದಾನಿಯೇಲ ಪುಸ್ತಕ 9:21. ದಾನಿಯೇಲ 9 ಆದ್ರೆ 21 ಬೇಗವಾಗಿ ಓದ್ರಿ. ದಾನಿಯೇಲ ಪುಸ್ತಕ 9:21. 9:21. ആ ആ ആ പ്രൈസ് ദി ലോർഡ്. ಇನ್ನೊಂದ್ಸಾರಿ ಗಟ್ಟಿಯಾಗಿ ಯಾರು ಒಂದು ಓದ್ರಿ. ಪ್ರಾರ್ಥಿ ಎಲ್ಲರೂ ಹೇಳ್ರಿ. ಎಲ್ಲರೂ ಹೇಳಿರಿ. ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿರುವಾಗಲೇ
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ. ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಿರುವಾಗಲೇ. Praise the Lord. ಆಮೆನ್. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നതോ ಆ ಇಂಗ್ಲಿಷ್ ಅಲ್ಲಿ ಬರೆದಿರೋದು, while I was speaking in prayer, ഞാൻ പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, ನಾನು ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ದೈವ ಸನ್ನಿಧಾನದಲ್ಲಿ ಮಾತನಾಡುತ್ತಿರುವಾಗಲೇ ഗബ്രിയേൽ എന്ന ദൂതൻ ಗಬ್ರಿಯೇಲ್ ಎಂಬಾಗಿರುವ ದೈವ ದೂತರು പെട്ടെന്ന് ಸಡನ್ ಆಗಿ, അവിടെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നതോ ಅಲ್ಲಿ ಇಂಗ್ಲಿಷ್ ಅಲ್ಲಿ ആ ಬರೆಯಲ್ಪಟ್ಟಿರೋದು, ദൂതൻ being caused to fly swiftly എന്ന് പറഞ്ഞാലോ, എന്റെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദൂതൻ അതിവേഗത്തിൽ പറന്നെന്റെ അടുക്കൽ വന്നു. ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿರುವಾಗಲೇ ಆ ದೈವ ದೂತರು ಬೇಗವಾಗಿ ಹಾರಿ ನನ್ನ ಬಳಿಯಲ್ಲಿ ಬಂದರು. ഹല്ലേലൂയ. ಆಮೆನ್. പ്രാർത്ഥന തീർന്നില്ല. ಪ್ರಾರ್ಥನೆ ಇനി ಮುಗಿಲಿಲ್ಲ. ഞാൻ ദൈവസഭയ്ക്ക് ദൂത് കൈമാറുന്നു. ಈಗ ನಾನು ಆಲೋಚನೆ ಮತ್ತೆ ಹಸ್ತಾಂತರ ಮಾಡ್ತಿದ್ದೀವಿ. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ಈ ಉಪವಾಸ ಕೂಟ ಇಲ್ಲಿ ನಡೆಯಲ್ಪಡ್ತಿರುವಾಗಲೇ തീരുവാൻ കാത്തു നിൽക്കണ്ട. ನೀವು ಇದು ಮುಗಿಯೋದಕ್ಕಾಗಿ ಕಾಯ್ದುಕೊಳ್ಳುವ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ആശീർവാദം പറയാൻ കാത്തു നിൽക്കണ്ട. ಇದು ಆಶೀರ್ವಾದ ಹೇಳೋದಕ್ಕಾಗಿ ഈ ಕಾಯ್ದುಕೊಳ್ಳುವ പ്രാർത്ഥന ಅವಶ್ಯಕತೆ ഇവിടെ ಇಲ್ಲ. നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ಈ ಕೂಟಗಳಲ್ಲಿ ನಡೆಯಲ್ಪಡ್ತಿರುವಾಗಲೇ, ഈ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ಈ ಆರಾಧನೆಗಳೆಲ್ಲ ಇಲ್ಲಿ ನಡೆಯಲ್ಪಡ್ತಿರುವಾಗಲೇ, നടന്നുകൊണ്ടിരിക്കുമ്പോൾ ಈ തന്നെ ಉಪವಾಸ ಕೂಟ ಮಧ್ಯದಲ್ಲಿ പല കുടുംബങ്ങൾക്കകത്തും ಅನೇಕ ಕುಟುಂಬಗಳ ಮಧ್ಯದಲ್ಲಿ ദൈവികമായ വിട നടക്കാൻ പോകുക. ದೈವಿಕವಾದ ಶಕ್ತವಾದ ಬಿಡುಗಡೆಗಳು ಸಂಭವಿಸಲು ಹೋಗ್ತಾ ಇದೆ. ദൈവിക വിട നടക്കാൻ പോകുക. ಆಮೇಲೆ ಕುಟುಂಬಗಳಲ್ಲಿ ಆ ಬಿಡುಗಡೆ ನಡೆಯಲು ಹೋಗ್ತಾ ಇದೆ. എത്രപേർ മനസ്സിലാക്കുന്നുണ്ടോ? ಎಷ್ಟು ಜನ ಅರ್ಥ ಮಾಡ್ಕೊಳ್ತಾ ಇದ್ದೀರಾ? ആത്മാവിൽ അത് കാണുകയാ. ನಾನು ಆತ್ಮದಲ್ಲಿ ಅದು ഞാൻ ನೋಡ್ತಿದ್ದೀವಿ. ആത്മാവിൽ അത് ദർശിക്കുകയാ. ಆತ್ಮದಲ್ಲಿ ಅದು ನೋಡ್ತಿದ್ದೀವಿ. ഈ പ്രാർത്ഥനയ്ക്ക് ആശീർവാദം പറയുന്നതിന് മുന്നമേ, ಈ ಪ್ರಾರ್ಥನೆ ಆಶೀರ್ವಾದ ಹೇಳಲು ಮುಂಚಿತವಾಗಿ പെട്ടെന്ന് ಅದು ಬೇಗವಾಗಿ, പെട്ടെന്ന് ಸಡನ್ ಆಗಿ, ഞാൻ പറയുന്നു പെട്ടെന്ന് ಬೇಗವಾಗಿ ചില വിടുതലകൾ നടക്കാൻ പോകുക. ಓ ಕೆಲವು ಭಯಂಕರವಾದ ಬಿಡುಗಡೆ ಸಂಭವಿಸಲು ಹೋಗ್ತಿದೆ. ദൂതച്ചെടുത്തോ ಈ ಆಲೋಚನೆ ನೀವು ಸ್ವೀಕಾರ ಮಾಡಿರಿ. ദൂതച്ചെടുത്തോ ಈ ಆಲೋಚನೆ ಅಂಗೀಕರಿಸಿರಿ. ദൂതച്ചെടുത്തോ ಆಲೋಚನೆಗಳು ಸ್ವೀಕಾರ ಮಾಡಿ. വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ. തിരിച്ചു വെക്കാം. ഹല്ലേലൂയ. 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 ശ്രദ്ധിച്ചോ, എത്ര പേർ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഒന്നുകൂടി വായിച്ച മോനെ, ആ പദം ഒന്നുകൂടി വായിച്ചാട്ടെ. ಆ ಭಾಗ ಇನ್ನೊಂದು ಆವೃತ್ತಿ ಓದಿ. ಯಾರು ഞാൻ ഓದ್ರಿ 9:21. മകളെ നീ ഓದ್ರಿ, ಸ್ವಲ್ಪ ಗಟ್ಟಿಯಾಗಿ ಓದ್ರಿ ಮಗಳೇ. ಮಾತಾಡಿ. ಆಮೆನ್. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಆಮೆನ್. ಗಟ್ಟಿಯಾಗಿ ಓದ್ರಿ ಮಗನೇ, ಗಟ್ಟಿಯಾಗಿ ಹೇಳಿ ಮಾತನಾಡಿ. ಪ್ರಾರ್ಥಿ ಅದನ್ನೇನರ್ಥ? ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಿರುವಾಗಲೇ. ಪ್ರಾರ್ಥನಾ ಮುಗಿದ ಪ್ರಾರ್ಥನಾ. ಆಮೆನ್. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಆಮೆನ್. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಆಮೆನ್. പ്രാർത്ഥന നിർത്തിയില്ല. ನೋಡಿ, ಪ್ರಾರ್ಥನೆ ನಿಲ್ಲಿಸಿಲ್ಲ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ಪ್ರಾರ್ಥನೆ ದೈವ ಸನ್ನಿಧಾನದಲ್ಲಿ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿದೆ. ഡാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ದಾನಿಯೇಲ್ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿದೆ. ആ പ്രാർത്ഥന, ಆ ಪ್ರಾರ್ಥನೆಯು സ്വർഗത്തെ ചലിപ്പിച്ചു. ಅದು ಪರಲೋಕವನ್ನು ಅಲಗಾಡಿಸಿದ. ಆಮೆನ್. ಓ ಜೀಸಸ್. മനസ്സിലാകുന്നോ? ആ പ്രാർത്ഥന, ಆ ಪ್ರಾರ್ಥನೆಯು സ്വർഗത്തെ മുട്ടി. ಆಮೆ ಪರಲೋಕದಲ್ಲಿ ಹೋಗಿ ಮುಟ್ಟಿದೆ. ശ്രദ്ധിക്കണേ, ഇനി ശ്രദ്ധിക്കണം. ಈಗ ಗಮನಿಸಿರಿ. ഇവിടെ ആക്സിലറേഷൻ എന്നൊരു പദം ഞാൻ പറയാം. ಆಮೇಲೆ ಆಕ್ಸಿಡೆಂಟ್ ಎಂಬುದಾಗಿರೋ ಒಂದು ಪದ ಹೇಳ್ತೀನಿ. ಆಕ್ಸಿಲೇಷನ್. നമ്മുടെ ബൈക്കിനോ കാറിനൊക്കെ ആക്സിലേറ്റർ കൊടുക്കുമെന്ന്. ಓಕೆ, ಬೈಕಿಗೆ ಆಕ್ಸಿಲೇಟರ್ ಕೊಡ್ತೀವಿ ಅಲ್ಲ, ಆಕ್ಸಿಲೇಟರ್. എന്ത് സംഭവിക്കും? ಆಗ ಏನಾಗುತ್ತದೆ? ಮುಂದಕ್ಕೆ ಹೋಗುತ್ತೆ, ಸ್ಪೀಡ್ ಜಾಸ್ತಿ ಆಗತ್ತೆ ಇಲ್ವಾ? ಆಗತ್ತ ಇಲ್ವಾ? ಆಕ್ಸಿಲೇಟರ್ ಕೊಡುವಾಗ ಗಾಡಿಗೆ ಬೇಗ ಸ್ಪೀಡ್ ಜಾಸ್ತಿ ಆಗುತ್ತೆ. ಆಗತ್ತ ಇಲ್ವಾ? ಸ್ಪೀಡ್ ಜಾಸ್ತಿ ಆಗತ್ತೆ. ಸ್ಪೀಡ್ ഇവിടെ അതാ സംഭവിച്ചത്. ಇಲ್ಲಿ ಇದಾಗಿದೆ ಸಂಭವಿಸಿದ್ದು. ശ്രദ്ധിക്കണം, എന്നെ ശ്രദ്ധിക്കണം. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ? ಗಮನಿಸಿರಿ. ഇപ്പൊ ഞാൻ എങ്ങനെ പറയാം? ಇನ್ನೊಂದು ಆವೃತ್ತಿ ಹೇಳ್ತೀನಿ. നിങ്ങളുടെ വണ്ടി, ನಿಮ್ಮ ಗಾಡಿಯು ഗ്രാമത്തിനകത്തൊരു 40 കിലോമീറ്റർ സ്പീഡ് ഓടുന്നിരിക്കട്ടെ. ಈ ವಿಲೇಜ್ ಅಲ್ಲಿ ಒಂದು 40 ಕಿಲೋಮೀಟರ್ ಸ್ಪೀಡ್ ಅಲ್ಲಿ ಓಡಿಸ್ತಾ ಇದೆ ಅಂದ್ಕೊಳ್ಳಿ. നിങ്ങൾ നൈസ് റോഡോട്ട് കയറി.
ನೀವು ನೈಸ್ ರೋಡ್ ಹೋದ್ರೆ റോഡ് ക്ലിയർ, ಒಳ್ಳೆ നിങ്ങൾ ആക്സിലേറ്റർ ഒന്ന് കൂട്ടി, ಆಗ ಆಕ್ಸಿಲೇಟರ್ ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಮಾಡುವ അതേ വണ്ടി ಅದೇ ಗಾಡಿ 80 കിലോമീറ്റർ സ്പീഡിൽ ഇപ്പോൾ ഓടുന്നത്. 80 കിലോമീಟರ್ ಸ್ಪೀಡಲ್ಲಿ ಈಗ ಓಡ್ತಾ ಇದೆ. Praise the Lord. മനസ്സിലായോ? ಆಮೇಲೆ ಅರ್ಥವಾಗಿದೆಯಾ? മനസ്സിലായോ? ಅರ್ಥವಾಗಿದೆಯಾ? ഇവിടെ അതാ സംഭവിച്ചത്. ಇಲ್ಲ, ಇದಾಗಿದೆ ನಡೆಯುತ್ತಿರುವುದು. സ്വർഗത്തിലെ ദൂതൻ പോലും ಆಮೇಲೆ ನೋಡಿ, ದೈವ ದೂತರು ಸಹ പറക്കുന്ന സ്പീഡ് മാറി. ಆಮೇಲೆ ದೈವ ದೂತರು ಆರಿ ಬರುವ ಸ್ಪೀಡ್ പറന്നു വരികയാ. ಆಮೇಲೆ ಸಡನ್ ಆಗಿ ಆರಿ ಬರ್ತದೆ. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ಆಮೇಲೆ ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವವರಿಗಾಗಿ ಸ್ತೋತ್ರ. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. ಇದಾಗಿದೆ ಪ್ರಾರ್ಥನೆಯ ಭಯಂಕರವಾದ ಶಕ್ತಿಯು. Praise the Lord. ಆಮೆನ್. പക്ഷേ ഇവിടുത്തെ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയല്ല. ನೋಡಿ, ಇಲ್ಲಿ ನಡೆಯಲ್ಪಡುವ ಪ್ರಾರ್ಥನೆ ಸಾಧಾರಣವಾದ ಪ್ರಾರ್ಥನೆಯಲ್ಲ. മോന്റെ പേരെന്നാ? ನಿನ್ನ ಹೆಸರೇನು? ആലിക്. Praise the Lord. ആലിക്. ദൈവത്തിന് നിന്നെക്കുറിച്ച് പ്രത്യേക ഉദ്ദേശമുണ്ട്. വായിച്ചു 9-1 വാക്യം വായിരുന്നു. 9ನೇ ಅಧ್ಯಾಯದ 1ನೇ ವಾಕ್ಯ ಓದಿದ್ರೆ ದೇವರಿಗೆ ನಿನ್ನ ಕುರಿತಾಗಿ ಕೂಡ ವಿಶೇಷವಾದ ಉದ್ದೇಶ ಇದೆ. 9:1 മുതൽ പ്രത്യേകം വായിച്ചു പോ, പെട്ടെന്ന് വായിച്ചു പോ. ಆಮೇಲೆ ಬೇಗವಾಗಿ ಆ ವಾಕ್ಯ ಓದಿ. 9:1 മുതൽ. ദാനിയേൽ 9:1 മുതൽ. ದಾನಿಯೇಲ ಪುಸ್ತಕ 9:1. ആ ഓക്കേ, വായിച്ചു വായിച്ചു. ആ ആ ആ ആ ഒരു വിഷയം എന്താ മനസ്സിലാക്കിയത്? ಈಗ ಅಷ್ಟು ಓದಿದ್ರಲ್ಲ, ಏನ್ ಅರ್ಥ ಮಾಡ್ಕೊಂಡೆ? ഞാൻ പറയാം, ಹೇಳ್ತೀನಿ. ദാനിയേലിന് ഒരു കാര്യം മനസ്സിലായി. ದಾನಿಯೇಲನಿಗೆ ಒಂದು ವಿಷಯ ಅರ್ಥವಾಯಿತು. ഇപ്പോൾ അവർ ബാബിലോണ്യ അടിമത്തത്തിലാണ്. ಈಗ ಇನ್ನೊಂದು ದೇಶದಲ್ಲಿ ದಾಸೋತ್ತನದಲ್ಲಿ ಹಿಡಿಯಲ್ಪಟ್ಟಿರುವವರಾಗಿ ಅವರಿದ್ದಾರೆ. പക്ഷേ ഒരു ദൂത് കിടപ്പുണ്ട്. ಆದ್ರೆ ಅವರ ಮೇಲೆ ಒಂದು ಆಲೋಚನೆ ಬಿದ್ದಿದೆ. ഇരമ്യ പ്രവാചകൻ മുഖാന്തരം ഒരു ദൂത് കിടപ്പുണ്ട്. ಆ ಇರಮ್ಯ ಪ್ರವಾದಿ ಮೂಲಕವಾಗಿ ದೇವರು ಅವರಿಗೆ ಒಂದು ಆಲೋಚನೆ 70 വർഷം കഴിയുമ്പോൾ 70 ವರ್ಷಗಳ ಅನಂತರ ഞാൻ നിങ്ങളെ മടക്കിക്കൊണ്ടുവരുമെന്നുള്ള ദൂത് കിടപ്പുണ്ട്. ನಾನು ನಿಮ್ಮನ್ನ ಆ ದಾಸತ್ವದಿಂದ ಮತ್ತೆ ವಾಪಸ್ ತರ್ತೀವಿ ಎಂಬುದಾಗಿರುವಂತಹ ದೈವ ಆಲೋಚನೆ മനസ്സിലാക്കിയ ദാനിയേൽ ಇದು ಅರ್ಥ ಮಾಡಿಕೊಂಡಿರುವಂತಹ ದಾನಿಯೇಲ್ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ಪ್ರಾರ್ಥನೆ ಆರಂಭಗೊಳಿಸಿದ. പല പ്രവചന ദൂതുകളും നിവൃത്തിയാകാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ಅನೇಕ ಪ್ರವಚನ ಆಲೋಚನೆಗಳು ಇനി ನಡೆಯಲ್ಪಡದೆ ಇರುವ ಕಾರಣ ಏನ್ ಗೊತ್ತಾ? പ്രവചനം കേൾക്കാഞ്ഞിട്ടല്ല, ಪ್ರವಚನ ಆಲೋಚನೆ ಕೇಳದೆ ಇರುವ ಕಾರಣದಿಂದ നീ കേൾക്കുന്ന പ്രവചനം ഇവിടെ ഇട്ടേച്ചു പോകുകയാണ്. ನೀನು ಕೇಳುವ ದೈವ ಆಲೋಚನೆಗಳು ಅಲ್ಲೇ ಬಿಟ್ಟು ಹೋಗ್ತಾ ಇದೀಯ. ആ പ്രവചനത്തെ ഓർത്ത് പിന്നെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നില്ല. ಆಮೇಲೆ ಹೇಳಲ್ಪಡುವಂತ ಪ್ರವಚನ ಆಲೋಚನೆ ಇಟ್ಟಿಟ್ಟು ಪ್ರಾರ್ಥಿಸಲು ಕೆಲವರು ಸಿದ್ಧವಾಗುತ್ತಿಲ್ಲ. നിവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ നീ തയ്യാറാകുന്നില്ല. ಅದು ನೆರವೇರಲ್ಪಡುವ ತಂಗ ಕಾಯ್ದುಕೊಳ್ಳಲು ಕೆಲವರು പക്ഷേ ಸಿದ್ಧವಾಗುತ್ತಿಲ್ಲ. ഇവിടെ ദാനിയേലിന് ഒരു കാര്യം മനസ്സിലായി. ಇಲ್ಲಿ ದಾನಿಯೇಲನಿಗೆ ಒಂದು ವಿಷಯ ಅರ್ಥವಾಯಿತು. 70 വർഷങ്ങൾക്ക് മുന്നമേ 70 ವರ್ಷಗಳ ಹಿಂದೆ ഞങ്ങൾ ഈ ബാബിലോൺ അടിമത്തത്തിലേക്ക് പോകുന്നതിന് മുന്നമേ ನಾವು ಬಾಬಿಲೋನಿಯ ದಾಸೋತ್ತನದಲ್ಲಿ ಹೋಗಲು ಮುಂಚಿತವಾಗಿ യെരമ്യാവെന്ന പ്രവാചകൻ ಇರಮ್ಯ ಎಂಬುದಾಗಿರುವ ഞങ്ങളെ ಪ್ರವಾದಿಯು കുറിച്ച് ദൂത് പറഞ്ഞിട്ടുണ്ട്. ನಮ್ಮ ಕುರಿತಾಗಿ ದೇವರ ಆಲೋಚನೆ ಕೊಟ್ಟಿದ್ದಾರೆ. 70 വർഷങ്ങൾക്ക് ശേഷം 70 ವರ್ಷಗಳ ಅನಂತರ അടിമത്തത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ച ದಾಸೋತ್ತನದ ಸರ್ಪಣಿಯನ್ನು ಕಡಿದು മടക്കിക്കൊണ്ടുവന്ന ನಾನು ನಿಮ್ಮನ್ನ ಕರೆದು ഞാൻ ವಾಪಸ್ നിങ്ങളെ ತರುವಾಗ അനുഗ്രഹിക്കുമെന്നുള്ളൊരു ദൂത് കിടപ്പുണ്ട്. ನಾನು ನಿಮ್ಮನ್ನ ಆಶೀರ್ವಾದ ಮಾಡ್ತೀವಿ ಎಂಬುದಾಗಿ ಆಲೋಚನೆ പ്രവചന ಬಿದ್ದಿದೆ. പുസ്തകത്തിൽ നിന്ന് ಆ ಪ್ರವಚನ ಪುಸ್ತಕದಿಂದ ദാനിയേൽ എന്ന് മനസ്സിലായപ്പോൾ ದಾನಿಯೇಲನು ಅದನ್ನ ಅರ್ಥ ദാനിയേലിന് ಮಾಡಿಕೊಳ್ಳುವಾಗ വെറുതെ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. ದಾನಿಯೇಲನು ಅಡಿಗೆ ಕೂರಲು ಸಾಧ್ಯವಾಗಿಲ್ಲ. അടുത്ത പദം പറയുന്നു, ಆಮೇಲೆ ಮುಂದೆ വായിച്ച പോലെ മുന്നോട്ട് വായിര. ദാനിയേൽ എന്ത് ചെയ്യുന്നു വായിച്ചാട്ടെ. ಮುಂದಿನ ವಾಕ್ಯ ಓದಿ. ಏನ್ ಮಾಡಿದರು? ಎಲ್ಲರೂ ಹೇಳಿ, ಏನ್ ಮಾಡಿದರು? ಉಪವಾಸ ಇಟ್ಟಿದರು. ನೋಡಿ, ಅವರೆಲ್ಲರೂ ಸೇರಿ ಉಪವಾಸ ಕೂತಿದ್ರು. ಹಲ್ಲೆಲೂಯಾ. ದಾನಿಯೇಲನು ಏನ್ ಮಾಡಿದರು? ದಾನಿಯೇಲ್ ಏನ್ ಮಾಡಿದರು? ದಾನಿಯೇಲ್ ಏನ್ ಮಾಡಿದ್ರು? ಉಪವಾಸ. ಎಲ್ಲರೂ ಹೇಳಿ, ಉಪವಾಸ. ಉಪವಾಸ ಕೂತಿದ್ರು. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಆಮೆನ್. ಯಾಕೆ ಉಪವಾಸ ಮಾಡಿದರು? ಎಂತಕ್ಕಾಗಿ? ದಾನಿಯೇಲ್ಗೊಂದು ಮಾತು ಗೊತ್ತಾಗಿತ್ತು, ಒಂದು ಬಿಡುಗಡೆ ಸಮಯ ಬಂದಿದ್ದಾರೆ. ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. ಭವಿಷ್ಯ ಪ್ರವಚನ ನಿವರ್ತಿಗೆ സമയമായെന്ന. ನೋಡಿ, ಪ್ರವಚನ ಆಲೋಚನೆ ನೆರವೇರಲು ಸಮಯವಾಗಿದೆ. ದಾನಿಯೇಲನು മനസ്സിലായപ്പോൾ ದಾನಿಯೇಲನು ಅದು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳುವಾಗ ದಾನಿಯೇಲ್ എന്ത് ചെയ്തെന്നറിയാമോ? ದಾನಿಯೇಲ್ ಏನ್ ಮಾಡಿದ್ರು? ದಾನಿಯೇಲ್ ഉപവസിക്കുവാൻ തയ്യാറായി. ದಾನಿಯೇಲ್ ಉಪವಾಸ ಕೂರಲು ಸಿದ್ಧವಾಗಿದ್ರು. അവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ.
ಆಮೇಲೆ ಅಲ್ಲಿ ಅನೇಕರಿದ್ದಾರೆ. അടിമത്തത്തിൽ കിടക്കുന്ന ഒരുപാട് ഇസ്രായേൽ മക്കളുണ്ട്. ಅಲ್ಲಿ ದಾಸೋತ್ತರದಲ್ಲಿ ಬಿದ್ದಿರುವಂತ ಅನೇಕ ಇಸ್ರಾಯೇಲ್ ಜನಾಂಗ ಇದೆ. ഒരുപാട് പേർക്ക് അറിയാൻ ഇങ്ങനെ ദൂത് കടപ്പുണ്ടെന്നും. ಅನೇಕರಿಗೆ ಗೊತ್ತು ಇಂಥ ಒಂದು ಆಲೋಚನೆ ಅವರ ಮೇಲೆ ಇದೆ പക്ഷേ ಎಂದು ಸಹ. ദാനിയേലിനെ പോലെ ഒരു സമർപ്പണം ആർക്കും ഉണ്ടായില്ല. ಆದ್ರೆ ದಾನಿಯೇಲನಿಗೆ ಸಮಾನವಾದ ಒಂದು ಸಮರ್ಪಣೆ ಮನೋಭಾವ ಅವರಿಗೆ ಇರಲಿಲ್ಲ. ഇന്ന് പകൽക്കാലം സമർപ്പണമുണ്ടോ നിനക്ക്? ಈ ಆಗಿರುವಂತ ಆ ದಾನಿಯೇಲನಿಗೆ ಸಮಾನವಾಗಿ ಸಮರ್ಪಣೆ ಮನೋಭಾವ ಇದೆಯಾ? ഇതുപോലെ ഒരു സമർപ്പണം ಈ ರೀತಿಯಾದ ಒಂದು ಸಮರ್ಪಣೆ എന്റെ ಮನೋಭಾವ ദേശത്തിന്റെ വിടുതലിന്റെ സമയമായി, ನನ್ನ ದೇಶದ ಬಿಡುಗಡೆ ಸಮಯವಾಗಿದೆ. കുടുംബങ്ങളുടെ വിടുതലിന്റെ സമയമായി, ಕುಟುಂಬಗಳ ಬಿಡುಗಡೆ സഭയുടെ ಸಮಯವಾಗಿದೆ. വിടുതൽ സമയമായി. ಸಭೆಯ ಬಿಡುಗಡೆ ಸಮಯವಾಗಿದೆ. എനിക്ക് വെറുതെ ഇരിക്കുവാൻ ഒക്കത്തില്ല. ഇനി ನಾವು ಅಡಗಿ ಕೂರಲು ഞാൻ ಸಾಧ್ಯವಲ್ಲ. പ്രാർത്ഥിക്കുവാൻ പോകുകയാണ് ನಾವು ಪ್ರಾರ್ಥಿಸಲು ಹೋಗ್ತಾ എന്ന് ಇದ್ದೀವಿ. തീരുമാനമുള്ള എത്ര പേരുണ്ട്? ಈ ಒಂದು ತೀರ್ಮಾನ ಉಳ್ಳವರು ಎಷ್ಟು എന്ന് ಮಂದಿ ಇದ್ದೀರಿ? സമർപ്പണമുള്ള എത്ര പേരുണ്ട്? ಇದಕ್ಕಾಗಿ ಸಿದ್ಧವಾಗಿ ಪ್ರತಿಷ್ಠೆ ಉಳ್ಳವರಾಗಿ ಎಷ್ಟು ಮಂದಿ ಇದ್ದೀರಿ? അവിടെ ദാനിയേൽ എന്ത് ചെയ്തു? ಇಲ್ಲಿ ದಾನಿಯೇಲ್ ಏನ್ ಮಾಡಿದ್ರು? ദാനിയേൽ ഉപവസിച്ചു. ದಾನಿಯೇಲ್ ಉಪವಾಸ ತಗೊಂಡ್ರು. ആ ചാക്ക് വസ്ത്രം, ഞാൻ അവിടെ ഒന്നും നിൽക്കുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ കംഫർട്ട് ജോണിൽ നിന്ന് വെളിയിൽ വരണം. ನೋಡಿ, ಆ ಸುಖಕರವಾದ ಸ್ಥಿತಿ ಹೊರಗಡೆ ಬರಬೇಕು. ಅಲ್ಲಿ ಓದಿರೋದು ಆಮೇಲೆ ಅವರು ಗೋಣಿ ಪಟ್ಟೆನೆ ಕಟ್ಟಿಕೊಂಡು ಬೂದಿ ಒಳಗೆ ಕೂತಿದ್ರು. ಅಂದ್ರೆ ഗോണിപ്പട്ട് ബൂതി ഒളകെ എന്ന് പറഞ്ഞാൽ അതവിടെ രീതിയായിരുന്നു. പക്ഷെ ഇത് കാണിക്കുന്ന ഒന്നുണ്ടോ? ಅದು ಏನ್ ಅರ್ಥವನ್ನ ತೋರ್ತದೆ ಎಂಬುದಾಗಿ ಹೇಳೋದಾದ್ರೆ, നിങ്ങൾ ചാക്ക് കൊണ്ട് എപ്പോഴെങ്കിലും വസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ടോ? ನೀವು ಗೋಣಿ ಚೀಲೆಯಿಂದ ಯಾವತ್ತಾದ್ರೂ ಒಂದು ಪೆಟ್ಟಿ ಕೊಟ್ಟು ಅಥವಾ ಒಂದು ಶರ್ಟ್ ಏನಾದ್ರು ಹೊಲಿದಿದ್ದೀರಾ? എന്താ അതുകൊണ്ട് ഇടാത്തെ? ಎಂತಿಕೆ ಅದನ್ನ ಹೊಲಿದು ಆಗ್ತಾ ಇಲ್ಲ? ചാക്ക് കൊണ്ടൊരു വസ്ത്രം ഉണ്ടാക്കിയാൽ ಅಕಸ್ಮಾತ್ ಗೋಣಿ ಚೀಲೆಯಿಂದ ಒಂದು ವಸ್ತ್ರ ನಾವು ರೆಡಿ ಮಾಡಿ ಹಾಕೋದಾದ್ರೆ കംഫർട്ട് അല്ല നമുക്ക്. ಅದು ನಮ್ಮ ಮೈಗೆ ಸುಖಕರವಾಗಿರುವುದಿಲ್ಲ. അത് നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും. ಅದು ಚುಚ್ಚುತ್ತದೆ, ಒಂಥರ ರಫ್ ಆಗಿರುತ್ತದೆ. മനസ്സിലാകുന്നുണ്ടോ? ಅದು ಅರ್ಥವಾಗ್ತಿದೆಯಾ? ഉപവാസം എന്ന് പറയുന്നത് ಉಪವಾಸ ಎಂದು ಹೇಳೋದು സകലതും വെടിഞ്ഞ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ಎಲ್ಲವೂ ಬಿಟ್ಟು ದೈವ ಸನ್ನಿಧಾನದಲ್ಲಿ ಬೇರ್ಪಟ್ಟು ಬಂದು ಕೂರೋದು. ഒരാമൻ പറഞ്ഞാട്ടെ. ಆಮೇನ್. എന്ന് പറഞ്ഞാൽ ಅಂದರೆ ഈ കാലഘട്ടത്തിന്റെ പ്രസക്തി എന്തെന്ന് പറഞ്ഞു തരാം. ಈ ಕಾಲದಲ್ಲಿ ನಡೆಯುವಂತ ಮುಖ್ಯ ವಿಷಯ ಏನು ಎಂಬುದಾಗಿ ಹೇಳ್ತೀವಿ. ആഹാരം വെടിയുന്നത് മാത്രമല്ല, ಕೇವಲ ಆಹಾರವನ್ನ ಬಿಟ್ಟು ಕೂರೋದು ಮಾತ್ರವಲ್ಲ, മാറ്റി വെക്കണം. ಫೋನ್ ಬೇರ್ಪಡಿಸಿಡಬೇಕು. ഇതൊക്കെ മനസ്സിലായി. ಆಮೇಲೆ ಮೊಬೈಲ್ ಬೇರ್ಪಡಿಸಿಡಬೇಕು. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ಆಮೇಲೆ ഉപവസിച്ച് ഇതിൽ ഞോണ്ടിക്കൊണ്ടിരിക്കരുത്. ಉಪವಾಸಕ್ಕೆ ಬಂದು ಇದನ್ನ ನೋಡ್ತಾ ಇದನ್ನ ತಳ್ಳುತ್ತಾ ಇರಕೂಡುದು. പ്രൈസ് ദി ലോർഡ്. ಆಮೇನ್. ഇതും ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം. ಅದು ಸಹ ಒಂಥವಾ ಆಮೇನ್ ಮಡಗಿ നീ ദൈവത്തോട് സംസാരിക്കണം. ಬಂದು ದೈವ ಸನ್ನಿಧಾನದಲ್ಲಿ ದೇವರ ಜೊತೆಯಲ್ಲಿ ಮಾತನಾಡು. ദൈവത്തോട് മിണ്ടിക്കൊണ്ടിരിക്കണം. ಆ ದೈವ ಸನ್ನಿಧಾನದಲ್ಲಿ ಆಮೇನ್ ಅಪೇಕ್ಷೆ ಒಟ್ಟಿಗೆ ಕೂರಿ. പ്രൈസ് ദി ലോർഡ്. ಆಮೇನ್. പ്രൈസ് ദി ലോർഡ്. ಹಲ್ಲೆಲೂಯ. എന്നിട്ട് എന്ത് ചെയ്തു നോക്കിയാട്ടെ അവിടെ. ಅದಕ್ಕನಂದ್ರೆ ಏನ್ ಮಾಡಿದೆ ಎಂದು ನೋಡಿ. പ്രാർത്ഥന വിജ്ഞാപനകളും പാപങ്ങളെ ഏറ്റു പറഞ്ഞു. ആമേ പാപಗಳನ್ನ ಅವರುಗಳ ಅರಿಕೆ ಮಾಡಿದರು. തന്റെ പാപങ്ങളെ മാത്രമല്ല, കേവല അവരുടെ പാപಗಳು മാത്രമല്ല, ഇസ്രായേൽ ജാതിയുടെ മുഴു പാപങ്ങളെയും ദൈവത്തോട് ഏറ്റു പറഞ്ഞു. ആമേൻ. ഇസ്രായേൽ ജനാംഗങ്ങളെ എല്ലാവരുടെ പാപങ്ങളെ ദൈവസന്നിധാനത്തിൽ അരിಕೆ ಮಾಡಿದರು. ദൈവമേ, നീ കരുണാമയനാണ്. ഓ ದೇವರೇ, ನೀವು ಕನಿಕರ ಇರುವ ದೇವರು. 1000 തലമുറ വിശ്വസ്തത കാണിക്കുന്നവനാണ്. ಅನೇಕ ತಲೆಮಾರೆಯು ತಂಗ ನೀವು ದಯೆ ಕನಿಕರ ತೋರುವ ದೇವರು. ദൈവത്തിന്റെ സന്നിധിയിൽ ദാനിയേൽ തന്നെ അങ്ങ് താഴ്ത്തി. ദൈവ സന്നിധാനത്തിൽ അവർ തന്നെ തഗ്ഗിಸಿ ಒಪ್ಪಿಸಿಕೊಟ್ಟರು. മറ്റുള്ളവർക്കും തനിക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഈ രീതിയാಗಿ അവർക്കാಗಿಯೂ ಇದರ ಜನಾಂಗಗಳಿಗಾಗಿ ಕೂಡ ಅವರು ಪ್ರಾರ್ಥನೆ ಮಾಡಿದರು. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ಈ ರೀತಿಯಾಗಿ ನಿರಂತರವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡುತ್ತಿರುವಾಗ സമയം അറിഞ്ഞില്ല, സമയം നോക്കിയല്ല പ്രാർത്ഥിച്ചതോ, അവര് സമയം ನೋಡಿ ಅಲ್ಲ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು, നോക്കിയല്ല പ്രാർത്ഥിച്ചതോ, ಕ್ಲೋಕ್ ಅಥವಾ ವಾಚ್ ನೋಡಿ ಅಲ್ಲ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ಅವರು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾನೆ. എത്ര നേരമായി പ്രാർത്ഥിക്കുന്നു നമുക്കറിയത്തില്ല. ಎಷ್ಟು ಹೊತ್ತು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು ഓരോന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ಅನೇಕ ಕಾರ್ಯಗಳು, ಅನೇಕ ವ್ಯಕ್ತಿಗಳನ್ನ ಕುರಿತಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ പ്രാർത്ഥന സ്വർഗത്തെ പിടിച്ചു കുലുക്കിയെന്ന ಆ ಒಂದು ಪ್ರಾರ್ಥನೆ ಪರಲೋಕವನ್ನು ಹಿಡಿದು ಅಲಗಾಡಿಸಿದೆ. സ്വർഗത്തിലെ ദൂതനുണ്ടല്ലോ, ಆಮೇಲೆ ಪರಲೋಕದ ದೂತರಿದ್ದಾರಲ್ಲ, പറന്നു
വരികയാ. ವೇಗವಾಗಿ ಆರಿ ಬರ್ತಿದೆ. അങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ്. ಈ ರೀತಿಯಾಗಿ ಒಂದು ಘಟನೆಯಲ್ಲಿ ಸಂಭವಿಸಲು ಹೋಗ್ತಾ ಇದೆ. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ಹೀಗೆ ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿರುವಾಗ മടുത്തു പോകാതെ ಆಮೆ ಬೇಸರಗೊಳ್ಳದೆ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿರುವಾಗ ഞാൻ ആദ്യം പറഞ്ഞ ദൂത് റിപ്പീറ്റ് ചെയ്യുന്നു. ಮತ್ತೆ ನಾನು ಆಲೋಚನೆ ഈ ಇನ್ನೊಂದ್ಸರಿ പ്രാർത്ഥനയ്ക്ക് ആശീർവാദം പറയുന്നതിന് മുന്നമേ, ಈ ಪ್ರಾರ್ಥನೆ ಆಶೀರ್ವಾದ ಹೇಳಲು ഈ ಮುಂಚಿತವಾಗಿ ഉപവാസ കൂട്ടത്തിന് ആശീർവാദം പറയുന്നതിന് മുന്നമേ, ಈ 90 ದಿನ ಕಾಲದ ಉಪವಾಸ ಕೂಟ ನಿಲ್ಲಿಸಲು ಮುಂಚಿತವಾಗಿ ദൈവം ചില വിടുതലുകൾ അയക്കാൻ പോവുകയാണ്. ದೇವರ ಬಿಡುಗಡೆಯೂ ಕಳಿಸಲು ಹೋಗ್ತಾ ಇದೆ. പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. ಅದು ಸಡನ್ ಆಗಿ ಸಂಭವಿಸುತ್ತದೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಆಮೆನ್. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നും അതുകൂടി പറയാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ಅದು ಸಂಭವಿಸುವಾಗ ನಡೆಯುವಾಗ ನಿಮಗೇನು ಅನಿಸುತ್ತದೆ ಎಂಬುದಾಗಿ ಕೂಡ ಹೇಳಿ ಈಗ ಪ್ರಾರ್ಥಿಸಲು 126 സങ്കീർത്തനം 126ನೇ ಕೀರ್ತನ അതിന്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ಅದರ 1 ಮತ್ತು 2 ವಾಕ್ಯಗಳು ಓದಿ. ಕೀರ್ತನಗಳು 126ന്റെ 1-2 വാക്യങ്ങൾ. ಕೀರ್ತನಗಳು 120. ഹല്ലേലൂയ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ಗಟ್ಟಿಯಾಗಿ ಯಾರೊಂದು ಓದರಿ. ಇನ್ನೊಂದ್ಸಾರಿ ಜೋರಾಗಿ ಯಾರಾದ್ರೂ ಒಬ್ರು ಓದ್ರಿ. ಸೆರೆಯಲ್ಲಿ, ಬಂಧನದಲ್ಲಿ, ಹಾ, ಅಡಿಮತ್ತದಲ್ಲಿ ನೋಡಿ, ದಾಸತ್ವದಲ್ಲಿ ಇದ್ದಿದ್ದಂತ ನಮ್ಮನ್ನ ಯೆಹೋವನು ತಿರುಗಿ സിയോനിക്ക് വര ಮಾಡಿದಾಗ രാമൻ പറയാമോ? ಆಮೆನ್. രാമൻ പറയാമോ? ಆಮೆನ್. എന്തോ മനസ്സിലായി. ಏನ್ ಅರ್ಥವಾಗಿದೆ? ദൈവം ഇങ്ങനെ ഒന്ന് ചെയ്തപ്പോൾ ದೇವರು ಈ ರೀತಿಯಾಗಿ ಮಾಡುವಾಗ അവർ ചിന്തിക്കുക, ಆಮೇನ್, ಅವರು ಚಿಂತೆ ಮಾಡಿದ್ರು, സ്വപ്നം കാണുകയാണ്. ಅಯ್ಯೋ ನಾವೇನ್ ಸ್ವಪ್ನ ನೋಡ್ತಾ ಇದೀನಾ, മനസ്സിലാകുന്നില്ല, ಅರ್ಥ ಆಗ್ತಾ ಇಲ್ಲ എന്ന് പറഞ്ഞാൽ ಅಂದರೆ ദൈവം അത്ര പെട്ടെന്ന് കാര്യം ചെയ്തത്. ಅಷ್ಟು ಒಳ್ಳೆ ಬಿಡುಗಡೆಗಳು ಸಡನ್ ಆಗಿ ಮಾಡುತ್ತಾರೆ. അത് നടന്നു കഴിഞ്ഞപ്പോൾ ಇದು ನಡೆದಾದಾಗ അവർക്ക് തന്നെ ആശ്ചര്യമായി. ಅವರಿಗೆ ಸ್ವತವೇ ಆಶ್ಚರ್ಯವಾಯಿತು. അവർ പറയുകയാണ്, ಅವ್ರು ಹೇಳುತ್ತಿದೆ, സ്വപ്നം കാണുകയാണ്. ಅಯ್ಯೋ ನಾವೇನ್ ಸ್ವಪ್ನ ನೋಡ್ತಾ ಇದೀನಾ, ഇത്ര പെട്ടെന്നോ? ಇಷ್ಟು ಬೇಗವಾಗಿ. അതെ, പെട്ടെന്ന് കാര്യം നടക്കാൻ പോവുകയാണ്. ಅಷ್ಟು ಬೇಗವಾಗಿ ಕಾರ್ಯಗಳು ಸಂಭವಿಸಲು ಹೋಗ್ತಾ ಇದೆ. Come on. ಹಲ್ಲೆಲೂಯಾ. പെട്ടെന്ന് ಬೇಗವಾಗಿ ಬೇಗವಾಗಿ പെട്ടെന്ന് ചില കാര്യം നടക്കാൻ പോവുകയാണ്. ಬೇಗವಾಗಿ ಕೆಲವು ಬಿಡುಗಡೆ ನಡೆಯಲು ಹೋಗ್ತಿದೆ. ಹಲ್ಲೆಲೂಯಾ. നാളുകൾ കൊണ്ട് നടക്കേണ്ടത്, ಅನೇಕ ದಿವಸಗಳಲ್ಲಿ ನಡಿಬೇಕಾಗಿರುವ ಕಾರ್ಯ, നാളുകൾ കൊണ്ട് നടക്കേണ്ടത്, ಆಮೇನ್, ಅನೇಕ ದಿನಗಳಲ್ಲಿ ನಡಿಬೇಕಾಗಿರುವ, മാസങ്ങൾ കൊണ്ട് നടക്കേണ്ടത്, ತಿಂಗಳುಗಳಲ್ಲಿ ನಡಿಬೇಕಾಗಿರೋದು, വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ടത്, ವರ್ಷಗಳು ಹಿಡಿದು ഈ ನಡಿಬೇಕಾಗಿರೋದು, പ്രാർത്ഥന മുഖാന്തരം ಈ ಪ್ರಾರ್ಥನೆ ಮೂಲಕವಾಗಿ പെട്ടെന്ന് നടക്കാൻ പോകുക. ಬೇಗವಾಗಿ ನಡಿಲು ಹೋಗ್ತಾ ಇದೆ. ಹಲ್ಲೆಲೂಯಾ. നടക്കാൻ പോകുക. ಸಡನ್ ಆಗಿ, ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ, പെട്ടെന്ന് നടക്കാൻ പോകുക. ಬೇಗವಾಗಿ ನಡಿಲು ಹೋಗ್ತಾ ಇದೆ. Someone shout, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ಆಮೆ ಬೇಗವಾಗಿ ಬೇಗವಾಗಿ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ಎಷ್ಟು ಮಂದಿಗೆ ಇದು ಅರ್ಥವಾಗುತ್ತಿದೆ? ಆಮೆನ್. പെട്ടെന്ന് ಬೇಗವಾಗಿ ಸಂಭವಿಸಲು ಹೋಗ್ತಾ ಇದೆ. അത് നടക്കുമ്പോൾ ಇದು ನಡೆಯುವಾಗ നിങ്ങൾ ചിന്തിക്കും, ನೀವು ಅಂದ್ಕೊಳ್ತೀರಿ, ഇത് ಅಯ್ಯೋ ಇದು ನಿಜಾನಾ, ಇದು ಸ್ವಪ್ನನಾ ಇಲ್ಲ ನಿಜಾನಾ? അവർക്ക് ആഗ്രഹമുണ്ടോ? ಎಷ್ಟು ಮಂದಿಗೆ ಆ ರೀತಿಯಾದ ಆಸೆ ಇದೆ? ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. അടുത്ത വാക്യം വായിച്ചോ മോളെ, അടുത്ത വാക്യം ಆಮೆನ್. വായിച്ചോ. ಮುಂದಿನ ವಾಕ್ಯ, കനസു. ಆಮೆನ್. ആമേൻ. വായിച്ചോ മോളെ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. നിങ്ങളുടെ വിലാപത്തെ ദൈവം നൃത്തമാക്കാൻ പോകുക. ನಿಮ್ಮ ದುಃಖಗಳನ್ನ ದೇವರು ನೃತ್ಯ ಆಡಕ್ಕೆ ಸಮಾನವಾಗಿ ಮಾರ್ಪಡಿಸಲು ಹೋಗ್ತಾ ಇದೆ. ಹಲ್ಲೆಲೂಯಾ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഈ പ്രാർത്ഥന, ಈ ಒಂದು ಪ್ರಾರ್ಥನೆಯು ഇത് സംഭവിക്കാൻ പോകുക. ಆಮೆ, ಈ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ಇದು ನಡೀಲು ഈ ಹೋಗ್ತಿದೆ. ദൂത് കൈമാറാണ് ദൈവം എന്നെ ഇത്രയും ദൂരം അയച്ചത്. ಈ ಒಂದು ಆಲೋಚನೆ ನಿಮಗೆ ಹಂಚೋದಕ್ಕಾಗಿ ಅಷ್ಟು ದೂರದಿಂದ ದೇವರು ನನಗೆ പെട്ടെന്ന് ಕಳಿಸಿದರು. കാര്യങ്ങൾ നടക്കാൻ പോവുക. ಬೇಗವಾಗಿ ಕಾರ್ಯಗಳು ಸಂಭವಿಸಲು ಹೋಗ್ತಾ ಇದೆ. അടുത്ത ഒരു തലമുറ ഇവിടെ എന്നാക്കാൻ പോവുക, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന. ನೋಡಿ, ದೈವ ಸನ್ನಿಧಾನದಲ್ಲಿ ದೃಢವಾಗಿ ನಿಲ್ಲುವ ಇನ್ನೊಂದು ತಲೆಮಾರೆ ಸಗಲಿಂದ ಎದ್ದು ಬರಲು ಹೋಗ್ತಾ ಇದೆ. ദൈവം ചിലരെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കാൻ പോവുക. ದೇವರ ಕೆಲವು ಮಕ್ಕಳುಗಳನ್ನ ಅಭಿಷೇಕಗೊಳಿಸಲಿ, ಎಬ್ಬಿಸಲು ಹೋಗ್ತಿದೆ. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ഒരു പകർച്ച, ಆಮೇಲೆ ದೇವರ ಆತ್ಮನ
ಆ ಅಭಿಷೇಕದ ಹಂಚುಲಿಕೆಯು ഇന്ന് പകൽ ഇതിനകത്തേക്ക് ദൈവം അയക്കാൻ പോവുകയാണ്. ಈ ಹಗಲೊತ್ತು ದೇವರು ಇದರೊಳಗೆ ಕಳಿಸಿ ಹೋಗ್ತಿದೆ. ബന്ധനങ്ങൾ അഴിയുന്നു, ಆಮೆ ಕೆಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡುವ, കെട്ടുകൾ പൊട്ടുകയാ, ಆಮೆ ಬೆಂತರಗಳು ദൈവ ಮುರಿಯಲ್ಪಡುವ, പ്രവൃത്തി വെളിപ്പെടുകയാ, ದೈವಿಕದ ಕ್ರಿಯೆಗಳು ಪ್ರಕಟವಾಗುತ್ತಿದೆ, കുടുംബങ്ങൾ വിടുവിക്കപ്പെടുകയാ. ನಮ್ಮ കുടുംബಗಳು ಬಿಡುಗಡೆ ಹೊಂದುತ್ತಾ ಇದೆ. നിങ്ങൾക്ക് പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത രീതിയിൽ ನಿಮ್ಮಿಂದ ನಂಬಲು ಅಸಾಧ್ಯವಾದ ചില ರೀತಿಗಳಲ್ಲಿ ദൈവ പ്രവർത്തികൾ ಆಮೆ ಶಕ್ತವಾದ ಕೆಲವು ದೈವಿಕ ഈ ദേശത്ത് നടക്കാൻ പോവുകയാണ്. ಈ ದೇಶದಲ್ಲಿ ಸಹ ನಡೀಲಿ ഈ ಹೋಗ್ತಿದೆ, ഗ്രാമത്തിൽ നടക്കാൻ ಈ പോവുകയാണ്. ಗ್ರಾಮದಲ್ಲಿ ನಡೀಲಿ ಹೋಗ್ತಿದೆ, കുടുംബങ്ങൾ നടക്കാൻ പോവുകയാണ്. ಕುಟುಂಬಗಳಲ್ಲಿ ನಡೀಲಿ ಹೋಗ್ತಿದೆ, തലമുറകൾ നടക്കാൻ പോവുകയാണ്. ತಲೆಮಾರೆಗಳಲ್ಲಿ ನಡೀಲಿ ಹೋಗ್ತಿದೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇന്ന് പകൽ എത്ര പേർ വിശ്വസിച്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ಎಷ್ಟು ಮಂದಿ ಇದು ನಂಬಿ ಆಮೆ ಸಿದ್ಧವಾಗ್ತೀರಿ? ഉടമന രഗജദല ഗമന സകേലന്തൽ കമന വൈഡമനം തു വിവാജദല രഗജദുനി കബഗജദല ധന രഗജദല ഗമനസേ. ഹല്ലേലൂയ 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 റിബാ ബാ 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 റദല രഗജദല ഗമന സഗജദുൽ റിസീവ് ಶಕ್ತವಾಗಿ ಹಾಲೆಲೂಯ. ಒಂದೊಂದು ಕುಟುಂಬಗಳಕ್ಕಾಗಿ ಸಭೆಗಾಗಿ ಇಳಿಲಿ ಸ್ವಾಮಿ. ಹಾಲೆಲೂಯ. ಓ ನೀವು ಅದ್ಭುತಕರವಾಗಿ ನಡೆಸಿರುವ ವಿಧಗಳಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ಹಾಲೆಲೂಯ. ആരെങ്കിലും കമല എന്തോ കമല കമല ಆಮೆ ಕಮಲ ಯಾರಾಗಿದೆ? ಕಮಲ ಎಂಬುದಾಗಿ ಹೇಳುವ ವ್ಯಕ್ತಿ ಕಮಲ. ಇಲ್ಲಿ ಕಮಲ ಎಂಬುದಾಗಿ ಹೆಸರು ಇರೋರು ಯಾರಾದ್ರೂ ಇದ್ರ? ശബജധുനി. ಆಮೆ ಕಮಲ. ഹല്ലേലൂയ. ദൈവാത്മാവ് അങ്ങനെ ഒരു പേര് എനിക്ക് തരുന്നു. ದೇವರಾತ್ಮ ಕಮಲ ಎಂಬುದಾಗಿರುವ ಒಂದು ಸಹೋದರಿಯ ಹೆಸರು ಪ್ರಕಟಿಸ್ತಾ ಇದೆ. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള? ನಿಮಗೆ ಸಂಬಂಧಕರವಾದ ವ್ಯಕ್ತಿ ಕಮಲ ಎಂಬುದಾಗಿರುವಂತ ವ್ಯಕ್ತಿ ಯಾರಾದ್ರೂ ಇದ್ದಾರಾ? ദൈവാത്മാവ് ആ പേര് കാണിച്ചുകൊണ്ട് പറയുന്നു, ದೇವರಾತ್ಮ ಆ ಒಂದು ಹೆಸರು ತೋರಿದ ಮೂಲಕವಾಗಿ ഒരു ಹೇಳುತ್ತಿದ್ದೀವಿ. ഭയങ്കര കഷ്ടതയിൽ കൂടി കടന്നു പോകുകയാണ്. ಆಮೇಲೆ ಆ ಒಂದು ಸಹೋದರಿ ಭಯಂಕರವಾದ ಕಷ್ಟದಲ್ಲಿ ದಾಟಿ ಹೋಗುತ್ತಿದೆ. എന്നാൽ ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി, ಆದ್ರೆ ದೈವಿಕದ ಭಯಂಕರವಾದ ಒಂದು ಕ್ರಿಯೆಯು, ദൈവത്തിന്റെ അതിശക്തമായ പ്രവൃത്തി ಆಮೇಲೆ ಶಕ್ತವಾದ ಒಂದು ದೈವಿಕವಾದ ಕ್ರಿಯೆಯು ആ സഹോദരിയിൽ വെളിപ്പെട്ടുകൊണ്ട് ಆ ಸಹೋದರಿಯಲ್ಲಿ ದೇವರು ಪ್ರಕಟಿಸಿ, ആ സഹോദരി ഞാൻ കാണുന്നത് ഈ ನೋಡಿ ಜಡೆ ಇರುವಂತ ಅಂತ ವ್ಯಕ್ತಿಗಳ ಕೆಲವು ಅನುಭವಗಳು, ಅಂದ್ರೆ ಅದು ಅದು ಪೂಜಾ ಕರ್ಮಗಳು, ദൈവം അതിനെ പൊട്ടിച്ചുകൊണ്ടോ ದೇವರು ಅದನ್ನ ಮುರಿಯುತ್ತಾ അങ്ങനെ ചില കുടുംബങ്ങളെ ദൈവത്തിനകത്ത് കൊണ്ടുവരാൻ പോവുക. ಅಂತ ಕೆಲವು ಕುಟುಂಬಗಳನ್ನ ಸಹ ಇದರೊಳಗೆ ಕರೆದು അതിന് ഈ കമല എന്ന് പറയുന്ന സഹോദരി ഒരു മുഖാന്തരമാകാൻ പോവുക. ಆಮೀನ್. ಅದು ಕಮಲೆ ಎಂಬುದಾಗಿರುವ ಸಹೋದರಿ ಮೂಲಕವಾಗಿ ಸಂಭವಿಸಲು ಹೋಗ್ತಾ ಇದೆ. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ಆ ಕೆಲವ ದೈವ ಮಹಿಮೆ ಪ್ರಕಟವಾಗಲು ಹೋಗ್ತಿದೆ. ഹല്ലേലൂയ. ಆಮೆನ್. അങ്ങനെ സഹോദരിയോട് വന്നിട്ടുണ്ടോ പ്രാർത്ഥനയ്ക്ക്? ಇವತ್ತು ಆ ರೀತಿಯಾಗಿ ಕಮಲೆ ಎಂಬುದಾಗಿರುವ ഇന്നല്ല, ഇവിടെ ഇതിനു മുന്നേ നിങ്ങൾ ആർക്കെങ്കിലും പരിചയമുള്ള സഹോദരിയോ? ನಿಮಗೆ ಪರಿಚಯ ಇರುವಂತ ಆ ರೀತಿಯಾದ ദൈവം ഒരു വലിയ പ്രവൃത്തി ചെയ്യാൻ പോവുക. ದೇವರು ಭಯಂಕರವಾದ ಒಂದು ಕ್ರಿಯೆ ಅವರ ಮೂಲಕವಾಗಿ ಕೂಡ ಮಾಡಲು ಹೋಗ್ತಿದೆ. ദൈവ സഭയെയും കെട്ടിവെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങൾ അഴിയാൻ പോവുക. ದೇವರ ಸಭೆಯನ್ನು ಕೆಟ್ಟಿರುವಂತ ಕೆಲವು ಬಂಧನಗಳು ಮುರಿದು ദൈവാത്മാവ് സഭയ്ക്ക് വേറൊരു സ്ഥലം തരാൻ പോകും. ದೇವರ ಆತ್ಮ ಈ ಸಭೆಗೆ ಒಳ್ಳೆ ಒಂದು ಬೇರೆ ಜಾಗ ಸಹ ಕೊಡಲು ಹೋಗ್ತಾ ಇದೆ. ഒരു വിശാലമായ സ്ഥലം, ഒരു വിശാലമായ സ്ഥലം, ದೊಡ್ಡ ವಿಶಾಲವಾದ ಒಂದು ಜಾಗ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ದೇವರಾತ್ಮ ನನಗೆ ತೋರ್ತಿದೆ. അത് ഒരു ഉണർവിന്റെ സെന്ററായി മാറാൻ പോകും. ಅದು ಉಜ್ಜೀವನದ ಒಂದು ಮಧ್ಯ ಜಾಗವಾಗಿ ಮಾರ್ಪಡಲು ಹೋಗ್ತಿದೆ. ಆಮೆನ್. അനേകർ അവിടെ വന്ന് ಅನೇಕರಲ್ಲಿ ಬಂದು അവിടെ തന്നെ ഈ അടുക്ക എന്ന് പറഞ്ഞാൽ ഈ ശാപ്പാടൊക്കെ ഉണ്ടാക്കി ಅಲ್ಲೇ ಅಡಿಗೆಯೆಲ್ಲ ಸಿದ್ಧಗೊಳಿಸಿ, പ്രൈസ് ദി ലോർഡ്, ಆಮೆನ್, അങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവസഭയെ കൊണ്ടുപോകുന്നു. ಆ ರೀತಿಯಾಗಿ ನಿರಂತರವಾಗಿ ಪ್ರಾರ್ಥಿಸುವ ಒಂದು ಸ್ಥಿತಿಯಲ್ಲಿ ಸಭೆನ ತೆರಳು ಹೋಗ್ತಾ ಇದೆ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേലൊരു പ്രാർത്ഥനയുടെ ആത്മാവിനെ പകരുകയായി ഇപ്പോൾ. ಆಮೆನ್.
ದೇವರ ಆತ್ಮವು ನಿನ್ನ ಮೇಲೆ ಪ್ರಾರ್ಥನೆಯ ಒಂದು ಆತ್ಮವನ್ನ ಇಗೋ ಹಂಚುತ್ತಿದೆ. പക്ഷേ നീ പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത വണ്ണം നിന്നെ ഞെരുക്കിക്കളയുന്ന ഒന്ന്, ಅನೇಕ ಸಂದರ್ಭದಲ್ಲಿ ಪ್ರಾರ್ಥಿಸಲು ಸಾಧ್ಯವಾಗದೆ ನಿನ್ನನ್ನು ಬಿಗಿದಿರುವಂತ ಕರುವ ಸ್ಥಿತಿಯು, എന്തോ ഒന്ന് നിന്നെ വരിഞ്ഞു വരിഞ്ഞു നിർത്തിയിരിക്കുന്ന പോലെ, ಏನೋ ಒಂದು ನಿನ್ನನ್ನು ಬಿಗಿದು ಕೆಟ್ಟಿರುವಂತಹ ಸ್ಥಿತಿಯು ഇന്ന് പകലത് പൊട്ടുകയാണ്. ಈ ಅಗರವತ್ತು ಇಗೋ ಅದು ಮುರಿಯಲ್ಪಡುತ್ತಿದೆ. യേശുവിന്റെ നാമത്തിലോ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ, യേശുവിന്റെ നാമത്തിലോ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ പ്രാർത്ഥിക്കുവാൻ പോലും വിടാതെ വണ്ണം ഇവളെ കെട്ടിക്കളയുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, ഇവളെ ചുറ്റി നിർത്തുന്ന പോരുകൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. ಪ್ರಾರ್ಥಿಸಲು ಸಹ ಸಾಧ್ಯವಾಗದೆ ಬಿಗಿದಿರುವಂತ ಆ ಕೆಟ್ಟ ಮುರಿಯಲ್ಪಡಲಿ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അവൾ നിറയപ്പെടട്ടെ. ಈಗ ಪ್ರಾರ್ಥನೆ ಅಭಿಷೇಕದಿಂದ ಈ ಮಗಳು ತುಂಬಲ್ಪಡಲಿ. ബന്ധനങ്ങൾ അഴിയട്ടെ, ಕೆಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. ബന്ധനങ്ങൾ അഴിയട്ടെ, ಎಲ್ಲ ಕೆಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. കെട്ടുകൾ അഴിയട്ടെ, ಕೆಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಆಮೆನ್. രാത്രിയിൽ ചില ರಾತ್ರಿ ಕೆಲವು ಕೆಟ್ಟ ಸ್ವಪ್ನಗಳು ನೋಡ್ತಾ ಇದ್ರ? ಬೆಸರಿ ಆಗಿದ ಮೇಲೆ ಆ ಗರ್ಭ ಒಟ್ಟೋಗಿರುವಂತ ವ್ಯಕ್ತಿಗಳು ಎಷ್ಟು ಜನ ಇದ್ರಿ ಇಲ್ಲಿ? ಗರ್ಭಿಣಿ ಆದ್ರೂ ಕೂಡ ಅದು ಒಟ್ಟೋಗಿರುವಂತ ವ್ಯಕ್ತಿಗಳು ಎಷ್ಟು ಜನ ಇದ್ರಿ? ಅಂತವರು ಕೂಡ ಎದ್ದು ಬನ್ನಿ. ಅಬೋರ್ಷನ್ ಆಗಿರುವಂತ ವ್ಯಕ್ತಿಗಳು ಯಾರು? ಬರೋಬ್ಬರ ಮಕ್ಕಳಿದೆಯಾ? ಅಪೋಷಣ ಆಯೋಗದ್ರು. ಅದಕ್ಕೆ ಮುಂಜಾನೆ ಸರ್ಪನ ಸೊಪ್ಪನ ತೋರಿಸಲ್ವಾ? യേശുവിന്റെ നാമത്തിൽ, ಓ ಹಾಲೆಲೂಯ, യേശുവിന്റെ നാമത്തിൽ വാ, വെളിവാ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಹೊರಗೆ ಬಾ, വെളിവാ. ಯೇಸು യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇവളുടെ ഉദരത്തിൽ ഉരുവാകുന്ന ഗർഭത്തെ അലസിപ്പിച്ചു കളയുന്ന സർപ്പത്തിന്റെ സാത്താന്യ പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൊട്ടിമാറട്ടെ. ಆಮೆನ್. ಮಗಳ ಹೊಟ್ಟೆಯಲ್ಲಿ ಬರುವಂತ ಆ ಗರ್ಭವನ್ನ ಆಮೆನ್ ಕಲಗಿಸಿ ಬಿಡುವುದ ಅಂಧಕಾರ ಶಕ್ತಿ ಕ್ರಿಯೆ ಈಗ ಹೊರಟು ಬರಲಿ ಹೊರಗಡೆ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഗർഭം തുറക്കപ്പെടട്ടെ. ಈಗ ಮಗಳ ಗರ್ಭ തുറക്കപ്പെടട്ടെ, ತೆರೆಯಲ್ಪಡಲಿ. ഗർഭം തുറക്കപ്പെട്ടെ, ഗർഭം തുറക്കട്ടെ, ബന്ധനം അഴിയട്ടെ, ಗರ್ಭ ತೆರೆಯಲ್ಪಡಲಿ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വപ്നത്തിൽ കൂടി ഇടപെടുന്ന ಸ್ವಪ್ನ ಮೂಲಕವಾಗಿ പോരുകൾ ಎಲ್ಲ ಅಂಧಕಾರ ಶಕ್ತಿ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ ഇപ്പോൾ. ಆಮೆನ್. ಬಿಚ್ಚಲ್ಪಡಲಿ യേശുവിന്റെ നാമത്തിൽ, ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ಆಮೆನ್, ಆಮೆನ್, ಆಮೆನ್. സ്വപ്നം കാണുന്നവരെല്ലാം മുന്നോട്ട് പോയി. ಆ ರೀತಿಯಾದ ಸ್ವಪ್ನ ನೋಡವರೆಲ್ಲರೂ ಬೇಗವಾಗಿ ಬನ್ನಿ. രാത്രിയിൽ ಆಮೆನ್, 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 ಆಮೆನ್. ಹಾಲೆಲೂಯ. ആരൊക്കെയാണ് ആരോ ഈ നെഞ്ചത്ത് കുത്തി, നെഞ്ചത്ത് ഇങ്ങനെ കൈകൊണ്ട് അമർത്തുന്നത് പോലെയോ കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നാറ്. ಆಮೇಲೆ ಇನ್ನೇ ಕೆಲವರು ಆಮೇಲೆ ಕತ್ತು ಹಿಡಿಯೋ ರೀತಿಯಲ್ಲಿ ಎದೆ ಆಮೇಲೆ ಒಂಥರ ಪ್ರೆಸ್ ಮಾಡುವ ರೀತಿಯಲ್ಲಿ ಆ ರೀತಿಯಾದ ಅನುಭವಗಳಿರುವವರು ಕೂಡ ಯಾರಿದ್ರೋ ಬೆನ್ನಿರಿ ಬೇಗ. ಆಮೇನ್. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ ഘനനാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ಆಮೆನ್. ಆ ಕಟ್ಟು ಬಿಚ್ಚಲ್ಪಡಲಿ, ಆ ಬಂಧನ ಮುರಿಯಲ್ಪಡಲಿ, ಆ ಕಟ್ಟು ಬಿಚ್ಚಲ್ಪಡಲಿ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ಬಿಚ್ಚಲ್ಪಡಲಿ. ഇനി അത് വ്യാപരിക്കരുതോ? ഇനി എന്തൊക്കെ ಈ ಮಗಳಲ್ಲಿ ಇದು ಬರಕೂಡದು. സ്വപ്നത്തിൽ കൂടി ഇനി അത് വ്യാപരിക്കരുതോ? ಸ್ವಪ್ನ ಮೂಲಕವಾಗಿ ಬರಕೂಡದು. പൊട്ടി മാറട്ടെ, ಬಿಚ್ಚಲ್ಪಡಲಿ യേശുവിന്റെ നാമത്തിൽ തന്നെ. ಈಗಲೇ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. ആമേൻ. രബാലന്തിനി. എല്ലാവരും കണ്ണടച്ച് ಆಮೆನ್. ಎಲ್ಲರೂ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚು. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകും. ಈಗ ನಿಮಗಾಗಿ ಪ್ರಾರ್ಥಿಸಲು ಹೋಗ್ತಾ ഇന്നു ಇದ್ದೀನಿ. മുതൽ ಆ ಸ್ವಪ್ನങ്ങളിൽ നിങ്ങളെ അത് വേട്ടയാടത്തില്ല. ಇವತ್ತಿಂದು ಆ ಸ್ವಪ್ನ ಮೂಲಕವಾಗಿ ನಿಮ್ಮನ್ನ ಬೇಟೆಯಾಡಲು ಸಾಧ್ಯವಲ್ಲ. യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾ മറയപ്പെടട്ടെ. ಈಗ ಯೇಸು ಸ್ವಾಮಿ ರಕ್ತದ ಒಳಗೆ ನೀವು ಮರೆಮಾಚಲ್ಪಡಿ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ಯೇಸು ಕ್ರಿಸ್ತನ ಘನನಾಮದಲ್ಲಿ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ, ಯೇಸು ಕ್ರಿಸ್ತನ ಘನನಾಮದಲ್ಲಿ സ്വപ്നങ്ങളിൽ കൂടി ഇവരെ ആക്രമിക്കുന്ന പൈശാചിക ശക്തികളോട് ഞാൻ കൽപ്പിക്കുന്നു. ಸ್ವಪ್ನಗಳ ಮೂಲಕವಾಗಿ ಮಕ್ಕಳ ಆಕ್ರಮಿಸುವಂತ
ಅಂಧಕಾರ ಶಕ್ತಿಯ ಬೆಳೆಯಲ್ಲಿ ಆಜ್ಞಾಪಿಸಲು ಹೋಗ್ತಾ യേശുവിൻ ಇದೀವಿ. നാമത്തിൽ വിട്ടുപോ ഇവരെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಈಗಲೇ ಬಿಟ್ಟು ಬೇರ್ಪಡುವಿರಿ. യേശുവിൻ നാമത്തിൽ ഇവരെ വിട്ടുപോ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಈವಾಗಲೇ ಈ ಮಕ್ಕಳ ಬಿಟ್ಟು ದೂರವಾಗು. സ്വതന്ത്രമാകട്ടെ. ಈ ಮಕ್ಕಳು ಈಗಲೇ ಸ್ವತಂತ್ರವಾಗಿ യേശുവിന്റെ നാമത്തിലോ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇവർ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. ಈ ಮಕ್ಕಳುಗಳೆಲ್ಲರೂ ಸ್ವಾತಂತ್ರ್ಯ ബന്ധനങ്ങൾ ಅನುಭವಿಸಲಿ. അഴിയട്ടെ. ಕೆಟ್ಟುಗಳು ആ ಬಿಚ್ಚಲ್ಪಡಲಿ. കെട്ടുകൾ പൊട്ടട്ടെ. ಆ ಕಟ್ಟುಗಳು ಬಿಚ್ಚಲ್ಪಡಲಿ. യേശുവിൻ നാമത്തിൽ തന്നെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಂದೆ. ಆಮೆನ್, ಆಮೆನ್, ಆಮೆನ್. വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ಆಮೇನ್. ಮದುವೆ ಆಗಿದ ಅನಂತರ ಮಕ್ಕಳುಗಳು ಇಲ್ಲದೆ ಇರುವರು ಯಾರಿದ್ದೀರಿ? വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ല. ಆಮೇ ವರ್ಷಗಳಾದರೂ ಮಕ್ಕಳು ಇനി ಆಗಿಲ್ಲ ಎಂಬುದಾಗಿರುವರು. ಎಷ್ಟು ವರ್ಷ ಆಗಿದೆ ಮದುವೆ? ಕನ್ಸೀವ್ ಆಗಿದ್ರೆ ಬೆಸರಿ ಆಗಿ ಉಂಟು. യേശുവിൻ അധികാരമുള്ള നാമം. ಓ ಯೇಸು ಕ್ರಿಸ್ತನ ಘನನಾಮದಲ್ಲಿ ദൈവമേ. യെസ്. ಆಮೇನ್. ആ പൊട്ടോ ಬಿಚ್ಚಲ್ಪಡಲಿ. പൊട്ടോ ಬಿಡುಗಡೆ ಸಂಭವಿಸ್ರಿ. പൊട്ടോ. ഇവളുടെ ഗർഭത്തെ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകൾ ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു മാറി ആമേൻ. ഇവളുടെ ഗർഭം തുറക്കപ്പെട്ട യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഒരത്ഭുതം നടക്കട്ടെ. ಆಮೇ ಶಕ್ತವಾದ ಬಿಡುಗಡೆ, ಅದ್ಭುತ ಬಿಡುಗಡೆ ಈಗಲೇ ಸಂಭವಿಸಲಿ. യേശുവിൻ നാമത്തിൽ തന്നെ. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ತಂದೆ. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേക്കാം. ಈಗ ಎಲ್ಲರೂ ದೈವ ಪಾದ ഞാൻ ಸಮೂಹದಲ್ಲಿ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ಈಗ ನಿಮಗಾಗಿ ಪ್ರಾರ್ಥಿಸಲು ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരവിടെ ചലിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ಆಮೇ ದೇವರ ಅದ್ಭುತ ಹಸ್ತವು ಈಗಾಗಲೇ ಚಲಿಸಿದಾಯಿತು. അതെ, വലിയ മഴയുടെ മുഴക്കം. ಭಯಂಕರವಾದ ಮಳೆಯ ಒಂದು ಮೊಳಗು. സഭയുടെ സ്ഥിതി മാറുവാൻ പോവുകയാണ്. ಆಮೇ ಸಭೆಯ ಸ್ಥಿತಿ ಬದಲಾಯಿಸಲ್ಪಡಲು സഭയെ ദൈവം അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുകയാണ്. ಆ ಸಭೆಯನ್ನು ಮುಂದಿನ ಸ್ಟೆಪ್ ಅಲ್ಲಿ ದೇವರು അതിർവരമ്പുകൾ വിശാലമാക്കപ്പെടുകയാണ്. ಆಮೀನ್. ಇದರ ಆಮೀನ್ ಮಿತಿಗಳೆಲ್ಲ കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ പോവുകയാണ്. ಕುಟುಂಬಗಳು ಬಿಡುಗಡೆ ಹೊಂದಲು ಹೋಗ್ತಾ ಇದೆ. സഭയ്ക്ക് വളർച്ച ഉണ്ടാകുവാൻ പോവുകയാണ്. ಸಭೆಗೆ ದೊಡ್ಡ ಬೆಳವಣಿಗೆ ಬರಲು ಹೋಗ್ತಿದೆ. മഴ പെയ്ത് വരണ്ടു കിടന്ന ഭൂമിയെ ഫലവത്താക്കി മാറ്റിയതുപോലെ ಆಮೀನ್. ಮಳೆ ಇಲ್ಲದೇನೆ ಆಮೀನ್ ಬತ್ತಿ ಹೋಗಿರುವಂತ ಅಥವಾ ಒಣಗೋಗಿರುವಂತ ಸ್ಥಿತಿಯನ್ನ ಮತ್ತೆ ಸಿಗಿರುವ ಸ್ಥಿತಿಯಲ್ಲಿ ತಂದಿರುವ ರೀತಿಯಲ್ಲಿ അത് സഭയ്ക്ക് സംഭവിക്കുവാൻ പോകുന്നു. ಅದು ಸಭೆ ಒಳಗಡೆ ಸಂಭವಿಸಲು ಹೋಗ್ತಾ ಇದೆ. വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്തു. ನೀವೆಲ್ಲರೂ ನಂಬಿಕೆ ಮೂಲಕವಾಗಿ ಸ್ವೀಕಾರ ಮಾಡಿ പെട്ടെന്ന് ചില വിടുതൽ നടക്കാൻ പോവുകയാണ്. ಬೇಗವಾಗಿ ಸಡನ್ ಆಗಿ ಕೆಲವು ಸಂಭವಿಸಲು ಹೋಗ್ತಿದೆ. യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ നിന്റെ കുടുംബത്തിനകത്ത് പെട്ടെന്ന് ಆಮೇಲೆ ಕೆಲವ ಕುಟುಂಬಗಳಲ್ಲಿ ಅತಿ ಶೀಘ್ರದಲ್ಲಿ ചിലരുടെ വിവാഹങ്ങൾ നടക്കാൻ പോവുകയാണ്. ಕೆಲವ ಮಕ್ಕಳ ವಿವಾಹಗಳು യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ചില ನಾಮದಲ್ಲಿ കുടുംബങ്ങൾ പെട്ടെന്ന് വിവാഹങ്ങൾ നടക്കാൻ പോകുന്നു. ಕೆಲವ ಮಕ್ಕಳುಗಳ ಮದುವೆ ಬೇಗವಾಗಿ ನಡೀಲು ಹೋಗ್ತಿದೆ. ചിലർക്ക് പെട്ടെന്ന് ഭവനം പണികൾ നടക്കുന്നു. ಕೆಲವರಿಗೆ ಬೇಗವಾಗಿ ಮನೆ ಕಟ್ಟಲ್ಪಡಲು ചിലർക്ക് ಹೋಗ್ತಿದೆ. പെട്ടെന്ന് ജോലികൾ ലഭിക്കുന്നു. ಕೆಲವರು ಬೇಗ ಕೆಲಸದಲ್ಲಿ ಪ್ರವೇಶಿಸಲು യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ ಅನೇಕ പുറത്ത് ದಿವಸಗಳಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವ ವಿಷಯಗಳಲ್ಲಿ ഈ ദിവസങ്ങൾ പെട്ടെന്നൊരു ഉത്തരം വരുന്നു. ಈ ದಿವಸಗಳಲ್ಲಿ ಬೇಗವಾಗಿ ಅದಕ್ಕೆ ಸದುತ್ತರ ಸಿಕ್ಕಲು ಹೋಗ್ತಿದೆ. ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. ಓ ಯೇಸುವೇ, ಈ ಸಭೆಯ ಜನರು ನಿಮ್ಮ ಕೈಗಳಲ್ಲಿ ಕೊಟ್ಟು ദൈവദാസന കുടുംബത്തിനായി സ്തോത്രം. ದೈವ ಸೇವಕರಿಗಾಗಿ ಅವರ ಕುಟುಂಬ യേശുവിന്റെ നാമത്തിൽ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഇന്ന് പകൽ നീ പറഞ്ഞ ദൈവത്തിന്റെ ദൂതം ಯೇಸುವೇ, ನೀವು ಕೊಟ್ಟಿರುವಂತಹ ದೈವ ഞാൻ ഈ ಆಲೋಚನೆ ദൈവസഭയ്ക്ക് കൈമാറി. ನಾನು ದೇವರ ಸಭೆಗೆ ಕೊಟ್ಟಿದ್ದಾಯಿತು. പരിശുദ്ധ ആത്മാവ് അതിന്റെ മേൽ ആവസിച്ചിരുന്നു കൊണ്ട് ಪರಿಶುದ್ಧಾತ್ಮನ ಅದರ ಮೇಲೆ ഈ ಕಾದು ദൂതുകൾ ഈ ಕೂತ್ಕೊಂಡು സഭയ്ക്ക് നിറവേറ്റി കൊടുക്കണമെന്ന് ಅದು ಬೇಗವಾಗಿ ನೆರವೇರಿಸಿ ಕೊಡಿ ಸ್ವಾಮಿ. ദൂതന്റെ ഉടയവനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ಆಲೋಚನೆ ಒಡೆಯನ ಮೇಲೆ ಅಪೇಕ್ಷಿಸ್ತಾ ഞാൻ ഈ ಇದ್ದೀನಿ. സഭയെ അനുഗ്രഹിച്ച് ಈ പ്രാർത്ഥിക്കുന്നു. ಸಭೆಯನ್ನು ಆಶೀರ್ವದಿಸಿ ഇവിടെയുള്ള ഓരോ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೀನಿ. ജനത്തെയും അനുഗ്രഹിച്ച് ಈ പ്രാർത്ഥിക്കുന്നു. ಜನರನ್ನು ഈ ಆಶೀರ್ವದಿಸ್ತಾ ಇದ್ದೀನಿ. ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ಈ ದೇಶವನ್ನು ഈ ಆಶೀರ್ವದಿಸ್ತಾ ദേശത്ത് ಇದ್ದೀನಿ. സഭ വളരട്ടെ. ಈ ದೇಶದಲ್ಲಿ ಸಭೆ ಬೆಳವಣಿಗೆಯಾಗಲಿ. യേശുവിന്റെ നാമത്തിലോ ಯೇಸುವಿನ അതിനുള്ള ನಾಮದಲ್ಲಿ പോരുകൾ ശാസിക്കപ്പെടട്ടെ. ಅದಕ್ಕೆ ವಿರೋಧವಾಗಿ ನಿಂತಿರುವ ಹೋರಾಟಗಳು കർത്താവേ, ಪೂರ್ಣವಾಗಿ സഭയുടെ ಬೇರ್ಪಡಲಿ. അതിർവരങ്ങൾ വിശാലമാക്കണം. ಓ ಈ ಸಭೆಯ ಹಾಲಲ್ಲಿ ಬೇರೆ ವಿಶಾಲವಾಗಿ നിന്റെ ಮಾರ್ಪಡಲಿ. ദാസനെയും ദാസിയെയും അനുഗ്രഹിക്കണം. ದೈವ ಸೇವಕರನ್ನ ಅವರ ಸೇವೆಗೆ ಆಶೀರ್ವದಿಸಿ. സാമിനായി സ്തോത്രം. ಆಮಿ ಸಾಂಪಾಷ್ಟಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ദൈവമേ, ഒരുമിച്ച് നിൽക്കുവാൻ സഹായിച്ചുവല്ലോ. ಅಪ್ಪ ನಾವು ಒಂದಾಗಿ ಸೇರಿ ನಿಲ್ಲಲು ಸಹಾಯ നിന്റെ ನೀಡಿದ್ರಲ್ಲ. മകനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ಆ ಕುಟುಂಬವನ್ನು ಸಹ ಆಶೀರ್ವದಿಸಿ. നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ಆಮೀನ್. ಅವರನ್ನ ಆಶೀರ್ವದಿಸಿ. പെട്ടെന്ന് ചില വിടുതൽ കുടുംബത്തിൽ നടക്കട്ടെ. ಬೇಗವಾದ ಒಂದು ಬಿಡುಗಡೆ ಕುಟುಂಬದಲ್ಲಿ ചില ಸಂಭವಿಸಲಿ. വിടുതൽ സംഭവിക്കട്ടെ. ಕೆಲವು ಬಿಡುಗಡೆ ಸಂಭವಿಸಲಿ. ഭവനത്തിനകത്തേക്ക് ചില റിബേക്കമാർ കാലുകുത്തുവാൻ ഇടയായി തീരട്ടെ. ಆಮೀನ್. ಸಭೆ ಒಳಗಡೆ ಕೆಲವ ರಿಬೇಕೆಯು നിന്റെ ಆಮೀನ್. ഭവനത്തിന് സഭയ്ക്കകത്ത് നിന്റെ ഭവനത്തിനകത്ത് ചില റിബേക്കമാർ ಆಮೀನ್. ಸಭೆ ಆಮೀನ್. ಕುಟುಂಬದಲ್ಲಿ ಕೆಲವು ರಿಬೇಕೆಗಳು
ಕಾಲಿಡಲು മക്കളുടെ ಸಾಧ್ಯವಾಗಿದೆ. വിവാഹങ്ങൾ, മക്കളുടെ വിവാഹങ്ങൾ, ആമേൻ. ആൺമക്കളുടെ വിവാഹങ്ങൾ ಆಮೆ ಗಂಡು ಮಕ್ಕಳ ವಿವಾಹಗಳು യേശുവിന്റെ നാമത്തിൽ പെട്ടെന്ന് നടക്കട്ടെ. ಆಮೆ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬೇಗವಾಗಿ ನಡೆಯಲಿ. യേശുവിന്റെ നാമത്തിലോ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ഒരു പ്രാവശ്യം കൂടി ಇನ್ನೊಂದು ಬಾರಿ ഈ സഭയെ അനുഗ്രഹിച്ചു ಈ പ്രാർത്ഥിക്കുന്നു. ಸಭೆನ ಆಶೀರ್ವದಿಸಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿದೀವಿ. ഈ വചനങ്ങൾ ಈ ವಾಕ್ಯಗಳು ദുഷ്ടൻ കൊണ്ടുപോകരുത്. ಇದು ದುಷ್ಟನು ഇത് ಅಪಗರಿಸಕೂಡದು. ഇവിടെ ഫലവത്താകട്ടെ. ಇದು ಈ ಸಭೆಯೊಳಗಡೆ ಫಲಕರವಾಗಿ അടിയന്റെ ಮಾರ್ಪಡಿ. മടക്കി യാത്രയിലും കൂടെ ഇരിക്കണമേ. ಅಪ್ಪ ದೈವ ಸೇವಕರು ವಾಪಸ್ ಹೋದಾಗ ಚೆದಲಿರು. മഹത്വം പങ്കെടുക്കണം. ಮಹಿಮೆ ನಿಮಗಾಗಿ യേശുവിൻ നാമത്തിൽ തന്നെ. ಯೇಸು ಕ್ರಿಸ್ತನ ഒരുമിച്ച് പറഞ്ഞാട്ടെ ನಾಮದಲ್ಲಿ ആമേൻ. ಆಮೆನ್. കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ಎಲ್ಲರೂ ಕರಗಳು തട്ടി ದೇವರನ್ನು ಕೊಂಡಾಡಿರಿ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ദൈവദാസനുള്ള നന്ദി അറിയിച്ചോളും. ಆಮೀನ್. ಈ ಸೇವೆಗಾಗಿ ಕರೆದಿರುವಂತಹ ದೈವ ಸೇವಕರ ಮೇಲೂ ಸಭೆ ಮೇಲೂ ವಿಶೇಷವಾದ ಕೃತಜ್ಞತೆಯು ನಾನು ಸಲ್ಲಿಸವನಾಗಿದ್ದೇನೆ. ധാരാളമായി അനുഗ്രഹിക്കണം. ಆ ದೇವರು ಆ ದೈವ ಸೇವಕರನ್ನ ಕುಟುಂಬವರನ್ನ ಸಭೆಯನ್ನು ಹೆಚ್ಚಾಗಿ ಆಶೀರ್ವದಿಸಲಿ. ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ.